Good evening, everyone. So, Jerin, I invite Jerin. Jerin is here. Yes, ma'am. Okay, Jerin, please welcome our guests. Hi all. We are delighted to welcome Mr. Ibrahim Majid, an esteemed counselor and psychotherapist, to our event with profound expertise in counseling, family counseling, hypnotic counseling, transaction analysis psychology, child psychology, and managing learning diversity and difficulties. Mr. Majid has made remarkable contributions to mental health and education. His specialized knowledge in learning disabilities, hypnotism, and mentalism has empowered individuals and families, making him a trusted guide in personal growth and transformation. We are honored to have him with us and look forward for gaining valuable insights from his experience. Let us extend a warm welcome to Mr. Ibrahim Majid. Welcome, sir. Welcome. Thank you so much, Jerin, and good evening, everyone. എല്ലാവർക്കും നമസ്കാരം. അപ്പം എന്താ പറയാ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് തോന്നുന്നു നമ്മുടെ ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, മെമ്പേഴ്സും ഒക്കെ. അപ്പൊ എന്തായാലും എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുകയാണ്. കാരണം നിങ്ങളുടെ ഒരു സമയം അല്ലെ, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന ടീംസ് അംഗങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു. അതിനോടൊപ്പം തന്നെ ഈ ടീമിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾ എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് പിന്നെ ഒരു മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് സംസാരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പം ഞാൻ ലാസ്റ്റ് ഒരു വെബിനാർ നടത്തിയ സമയത്ത് എനിക്ക് അറിയുന്ന കുറച്ച് മെമ്പേഴ്സും കൂടെ ഉണ്ടായിരുന്നു വെബിനാറിൽ. പക്ഷെ നമ്മൾ വെബിനാറൊക്കെ കഴിഞ്ഞതിന് ശേഷം പേഴ്സണലി എനിക്ക് 1-2 മെസ്സേജസ് ഇങ്ങനെ ഇവർ അയക്കുന്നുണ്ടായിരുന്നു, ഡൗട്ട് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, ഈ ഡൗട്ടൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് ചോദിക്കുകയായിരുന്നെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കും അതൊരു ഹെൽപ്ഫുൾ ആവുമായിരുന്നല്ലോ എന്ന്. അപ്പൊ അവർ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളിൽ 1-2 കാര്യങ്ങളിൽ ഇതായിരുന്നു. ഒന്ന്, അവരുടെ ഭാഷ ഒരു പ്രശ്നമാകുമോ എന്നുള്ളൊരു ടെൻഷൻ ആയിരുന്നു. ഒരു നാടൻ ശൈലിയിലുള്ള ഭാഷകളൊക്കെ ഒരു പ്രശ്നമാവില്ല ഇത്രയും ആൾക്കാർക്കിടയിൽ സംസാരിക്കുന്ന സമയത്ത്. പിന്നെ അവർക്ക് അത് തെറ്റിപ്പോകുമോ, നമ്മൾ ചോദിച്ചത് എന്തെങ്കിലും എന്താ പറയാ മോശമായി പോകുമോ അല്ലെങ്കിൽ അത് തെറ്റായി പോകുമോ എന്നുള്ള ഒരു പേടിയൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് ചോദിക്കാതിരുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇന്ന് ഇപ്പൊ ഈ ഒരു വെബിനാറിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, ഇതൊരു യൂണിവേഴ്സിറ്റി എക്സാമോ കാര്യങ്ങളോ ഒന്നും അല്ല അല്ലെ, നമ്മൾ തെറ്റും ശരിയും നോക്കാൻ വേണ്ടിയിട്ട്. ഇതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ അഭിപ്രായങ്ങളാണ്. നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടാകും. ആ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് കണ്ടാൽ മാത്രം മതി. ഇവിടെ ഭാഷയോ കാര്യങ്ങളോ ഒന്നും യാതൊരു പ്രശ്നമില്ല. നിങ്ങളുടേതായ ശൈലിയിൽ നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ അത് പറയുക എന്നുള്ളതാണ് അല്ലെ. അത് നമ്മളൊരു കോൺഫിഡൻസിന്റെ ഭാഗം കൂടിയാണ്. ഇപ്പൊ നമ്മൾക്ക് മനസ്സിലുള്ള ആശയങ്ങൾ അത് തുറന്നു പറയുക, അല്ലെങ്കിൽ ഏതൊരു വേദിയിലാണെങ്കിലും ആ ആശയങ്ങൾ പറയാനുള്ള ഒരു കഴിവ്, അങ്ങനെ ഒരു കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ മെമ്പേഴ്സിന്റെ അടുത്തും ഞാൻ പറയാണ്, ഇന്നത്തെ ദിവസം നിങ്ങൾ ആരും ഒരു മസിൽ പിടിച്ചിരിക്കുന്ന ഒരു പരിപാടി ഉണ്ടാവരുത്. എല്ലാവരും നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ പല ആശയങ്ങളും എനിക്ക് നിങ്ങളിൽ നിന്ന് പഠിക്കാനുണ്ടാവും അല്ലെ. അത് മാത്രമല്ല, പല ആശയങ്ങൾ, അതായത് നിങ്ങളുടെ മനസ്സിലുള്ള ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും കൂടെ അത് ഉപകാരപ്രദമാകും. അങ്ങനെയാണ് അറിവുകൾ നമ്മൾ നേടിയെടുക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ അറിവിന്റെ കാര്യത്തിൽ ആരും ആരേക്കാൾ ചെറുതുമല്ല, എന്നാൽ ആരും ആരേക്കാൾ വലുതുമല്ല. അതെപ്പോൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മൾക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു, സബ്ജക്റ്റിലോട്ടേക്ക് പോവാണ്. അപ്പൊ അതിന് മുൻപേ ആയിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ എല്ലാവരും മ്യൂട്ട് ചെയ്തിട്ട് തന്നെയാണ് കാണുന്നത്. മാക്സിമം മ്യൂട്ട് ചെയ്തിട്ട് തന്നെ വെക്കുക. പിന്നെ നമ്മൾ ഇന്ററാക്ട് ചെയ്യേണ്ട സമയത്ത് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ സംസാരിക്കുകയും വേണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് കുറച്ച് പേരുടെ ഒരു അഭിപ്രായം അറിയണമെന്നുണ്ട്. അപ്പൊ കുറച്ച് പേരുടെ അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞ് കൊണ്ട് തന്നെ നമ്മൾക്ക് തുടങ്ങുകയും ചെയ്യാം. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഒരു ബിഫോർ മാരേജ് ആൻഡ് ആഫ്റ്റർ മാരേജ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അങ്ങനെ ഒരു സബ്ജക്റ്റിലൂടെയാണ് നമ്മൾ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പം പലവർക്കും ഈ ബിഫോർ മാരേജ് എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവാം അല്ലെ. എന്താണ് നിങ്ങളുടെ ഒരു ബിഫോർ മാരേജിന്റെ നിങ്ങളുടെ ഒരു സങ്കല്പം എന്നുള്ളതിനെ കുറിച്ച് കുറച്ചു പേരെങ്കിലും അതിനെക്കുറിച്ച് ഒന്ന് ഷെയർ ചെയ്യണമെന്നുള്ളതാണ്. അപ്പം ആരെങ്കിലും, ഞാൻ പേരെടുത്ത് വിളിക്കുന്നില്ല, ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം നിങ്ങളുടെ ഒരു സങ്കല്പം എന്താണെന്നുള്ളത്. ആരെങ്കിലും റെഡിയാണോ? Yes, sir. Good evening. ഗുഡ് ഈവനിങ്. പേരെന്തായിരുന്നു? My name is Asya Baruf. ഓക്കെ. എന്തായിരുന്നു ആസിയ മാറൂഫിന്റെ ഒരു സങ്കല്പം എന്തായിരുന്നു? മാരീഡ് ആണോ? Yeah, married ആണ്. I have children. ഓക്കെ, ഫൈൻ. അപ്പൊ നല്ലൊരാൾ തന്നെയാണ് അത് പറയാൻ വേണ്ടിട്ട്. അപ്പൊ ബിഫോറും ആഫ്റ്ററും കൂടെ പറഞ്ഞോളൂ. ഓക്കെ. ബിഫോർ മാരേജ് ഞാൻ പറയുമ്പോഴത്തേക്കും നമ്മൾ അന്നൊക്കെ ഒരു എന്താ പറയുന്ന ഒരു ഇമാജിനറി ഇതിലായിരുന്നു. ഇന്നത്തെ ഈ പറയും പോലെ റിയൽ ലൈഫിലായിരുന്നു. ഫിലിംസിൽ കാണുന്നത് പോലെയോ ആൽബം സോങ്സിൽ കാണുന്നത് പോലെയൊക്കെ ആയിരുന്നു. നല്ല എന്താ പറയുന്നത്, അതെ ഫാന്റസി ആയിരുന്നു. ലൈഫ് എന്ന് പറയുന്നത് ഇതുപോലെയാണ്, അല്ലെങ്കിൽ
ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു. കാരണം നമ്മൾ അങ്ങനെ അത്രയും മെച്ചുവേർഡ് അങ്ങനെ അല്ലല്ലോ. നമ്മള് കോളേജിൽ പോകുന്നുണ്ട്, അപ്പം ഇതൊക്കെയാണ് ആടിപ്പാടി നടക്കുക, കളിക്കുക, ഇങ്ങനെ ആയിരിക്കും ലൈഫ് എന്ന് പറയുന്നത്. നമ്മളെ വിഷമങ്ങളും ടെൻഷനും സ്ട്രെസ് ഒന്നും അറിയുന്നില്ലല്ലോ. അതൊക്കെ നമ്മുടെ പാരന്റ്സ് ആയിരുന്നല്ലോ അറിഞ്ഞിരുന്നത്. നമ്മൾ അങ്ങനെ വരുന്നു, പഠിക്കുന്ന ആ ഒരു ടെൻഷനും എക്സാം എഴുതുന്ന ടെൻഷനും ഒക്കെ ആയിരുന്നു. അപ്പൊ എന്റെ ലൈഫില് ബിഫോർ മാരേജിന് മുന്നേ അപ്പം റിയൽ ആയിട്ട് പറയണമെങ്കിൽ എന്റെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് നല്ല ഹൈറ്റ് ഉള്ള, നല്ല മീശയൊക്കെ വെച്ചിട്ട്, നല്ല എന്താ പറയുന്നത്, ഷാറൂഖ് ഖാനൊക്കെ പോലുള്ള ഒരാളായിരിക്കണം. അതുപോലെയൊക്കെ എപ്പോഴും പുറത്ത് ഇതായി നടക്കുന്നതാണ്. അങ്ങനെയൊക്കെ ആയിരുന്നു എപ്പോഴും ഇതാവുന്നത് പറയുന്നത്. പക്ഷെ അൽഹംദുലില്ലാ കിട്ടിയത് അങ്ങനെ അല്ലെങ്കിലും അങ്ങനെയാണ്. പക്ഷെ ആഫ്റ്റർ മാരേജിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ഞാൻ എന്റെ ഹസ്ബൻഡിൽ നിന്ന് പഠിച്ചു. ഒരുപാട് കാര്യങ്ങൾ. സോ ഫസ്റ്റ് ഗ്രേറ്റ്ഫുൾ ടു ഹിം, ലൈക്ക് ഗ്രേറ്റ്ഫുൾ ടു അല്ലാ, ബിക്കോസ് അങ്ങനെ ഒരു ലൈഫ് പാർട്ട്ണറിനെ കിട്ടിയതിന്. എന്റേത് ലവ് മാരേജ് ആയിരുന്നു, അതും കൂടെ ആയിരുന്നു. അപ്പൊ ഞാനത് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഞാൻ പുള്ളിയിൽ കണ്ട ഒരു പ്രത്യേക ഒരു ഇതെന്ന് പറയുന്നത്, എങ്ങനെ നമുക്ക് പക്വതയോടെ ക്ഷമയോടെ കാര്യങ്ങളെ, ഒരു ലൈഫിനെ ഏതൊരു സ്ട്രെസ് വന്നാലും ഒരു ടെൻഷൻ വന്നാലും കാര്യങ്ങളെ പക്വതയോടെ കൊണ്ടുപോകാം എന്നുള്ളത് ഞാൻ പുള്ളിയുടെ കയ്യിൽ നിന്നാണ് പഠിച്ചത്. ഒരുപാട് കാര്യങ്ങള്, ഒരുപാട് ജീവിതത്തെ ലൈഫ് ആഫ്റ്റർ മാരേജ്, ബിഫോർ മാരേജ് എന്നുള്ള ഒരു കൺസെപ്റ്റിന് മൊത്തത്തില് ഇളക്കി മറിച്ച ഒരു ഇതായിരുന്നു ആഫ്റ്റർ മാരേജ് എന്ന് പറയുന്നത്. റിയൽ അല്ല, റിയാലിറ്റി ആണ്. ആ റിയാലിറ്റിയിൽ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ലൈഫ് എന്നുള്ളത്. ആ ലൈഫിനെ എങ്ങനെ നമ്മൾക്ക് ഹാപ്പി ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് സ്ട്രെസ് ഇല്ലാതെയും ടെൻഷൻ വരുമ്പോൾ അതൊക്കെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോവാം എന്നുള്ളത് ആഫ്റ്റർ മാരേജിലൂടെ പഠിച്ചതാണ്. പക്ഷെ മാരേജ് ലൈഫ് ഈസ് ബിഫോർ മാരേജിനെക്കാളും ആഫ്റ്റർ മാരേജ് ഈസ് വെരി 100-ൽ 95% അൽഹംദുലില്ലാ ഓക്കെയാണ്. വെരി ഗുഡ്. അതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമ്മൾക്ക്. ആമീൻ. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. അങ്ങനെ ഒരാളുടെ അഭിപ്രായം നമ്മൾ അറിഞ്ഞു അല്ലെ. അങ്ങനെ ഒരു 2-3 പേരുടെ അഭിപ്രായങ്ങളോട് എനിക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അടുത്ത ആൾ ആരെങ്കിലും, ഞാൻ പേര് വിളിക്കുന്നില്ല, നിങ്ങൾ തന്നെ അൺമ്യൂട്ട് ചെയ്തിട്ട് വരുന്നത് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. ഹായ് സർ. ഹായ്. ഞാൻ പേര് ജെറിൻ എന്നാണ്. ഇപ്പൊ ഈ പറഞ്ഞ ഓക്കെ. പോലെ നേരത്തെ മാം പറഞ്ഞ പോലെ തന്നെ ഞാൻ ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ ബിഫോർ മാരേജ് എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ വുഡ് ബി ഞങ്ങളുടെയും ഈ പറഞ്ഞ പോലെ ലവ് മാരേജ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ മാത്രമായിരുന്നു അവിടെ ആ ലോകത്തുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും ഒരുമിച്ച് ജീവിക്കുക, പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് ഫാന്റസി, ഡ്രീംസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എങ്ങനെയെങ്കിലും ആ ഒരു ഇതിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു ബിഫോർ മാരേജ്. എല്ലാ കുട്ടികളുടെയും പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ഒക്കെ സങ്കല്പം പോലെ ഉള്ള ഫാന്റസി ഇത് തന്നെയായിരുന്നു. പക്ഷെ ആഫ്റ്റർ മാരേജ് ഞാൻ ഇപ്പോഴും ഇപ്പൊ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയുന്നത് മാരേജ് കംസ് വിത്ത് ലോട്ട്സ് ഓഫ് ബാഗേജസ് ആൻഡ് പ്രോബ്ലംസ്. വെറുതെ ഒരു കല്യാണം മാത്രമല്ല, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. പിന്നെ എന്താ പറയാ, ഞങ്ങളുടെ പേരൻസ്, എന്റെ പേരൻസ്, അവരുടെ പേരൻസ്, കുട്ടികള്, പിന്നെ അവരെ വളർത്തല്, അങ്ങനെയുള്ള ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും കൂടി ആഫ്റ്റർ മാരേജിൽ വന്നു. അപ്പൊ അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുന്നത് അതൊരു വലിയൊരു ടാസ്ക് ആണ്. ഇപ്പോഴും അത് ഒരു ടാസ്ക് തന്നെയാണ്. അപ്പൊ അതിൽ ഞങ്ങൾ ഒരുപാട് ഇവോൾവ് ചെയ്തു. പഴയ ആ ഒരു പൈങ്കിളിയും അതൊക്കെ അങ്ങോട്ട് മാറി ആഫ്റ്റർ മാരേജ് എന്ന് പറയുന്നത്. യെസ്, അതെ. പക്ഷെ ഇപ്പോഴും ഞാനും ഹസ്ബൻഡും പറയുന്ന ഒരു കാര്യമാണ്, എന്നാലും ഇടയ്ക്ക് കുറച്ച് പൈങ്കിളിയൊക്കെ വേണം, എന്നാലേ നമുക്ക് ആ പഴയ ആ ഒരു വൈബ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര റെസ്പോൺസിബിലിറ്റിയും ആ ടെൻഷനും ആ പ്രഷറും, എസ്പെഷ്യലി വി ആർ ഗോയിങ് ത്രൂ ദ 40s. അപ്പൊ ആ ഒരു ടൈം എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെസ് ആയിട്ടുള്ള ഒരു ടൈമാണല്ലോ. നമ്മൾ ലൈഫ് സെറ്റിൽ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്ട്രെസ് ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ പറയാം ഇടയ്ക്ക് കുറച്ച് പൈങ്കിളിയൊക്കെ നല്ലതാണെന്ന് എപ്പോഴും നമ്മൾ പറയാറുണ്ട്. നടക്കാറില്ല എങ്കിലും. അതാണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ മാരേജ് എന്നുള്ള ഡിഫറൻസ്. അതാണ് ഞങ്ങളുടെ ലൈഫിൽ. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു ജെറിൻ. ആൻഡ് ഒരാളും കൂടെ വന്ന് സംസാരിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിനുശേഷം നമുക്ക് പോകാം. ഞാൻ പേര് വിളിക്കുന്നില്ല, നിങ്ങൾ തന്നെ അൺമ്യൂട്ട് ചെയ്തിട്ട് വരിക, സംസാരിക്കാം. എന്തിനാ പേടിക്കുന്നത്? യാതൊരു ടെൻഷന്റെ ആവശ്യമില്ല. നിങ്ങളെ മനസ്സിൽ തോന്നുന്നൊരു കാര്യം പറഞ്ഞാൽ മാത്രം മതി. ലവ് മാരേജ് ഒന്നും അല്ലാത്ത ഒരാളെ ഞാൻ സംസാരിക്കാം. ഓക്കെ, ആളുടെ പേര്? എന്റെ പേര് റുബിന. ഓക്കെ, റുബിന. ആടിപ്പാടി നല്ല എൻജോയ് ചെയ്ത് കുട്ടിക്കാലം കൊണ്ടിടക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് പിടിച്ച് കെട്ടിച്ചു വിട്ടതാണ്. വിചാരിച്ചതിൽ നേരെ ഓപ്പോസിറ്റ്സ് ആയിട്ടുള്ള ഒരാളെ കിട്ടിയത്. അപ്പോ അതിനെ കൊണ്ട് ലൈഫിൽ ഒരുപാട് സ്ട്രെസ് കൊടുത്തിട്ട് ലൈഫ് എന്താണെന്ന് പഠിച്ച്. വീട്ടില് കല്യാണം കഴിഞ്ഞവരാണ് കൂടുതലുണ്ടായിനി. അപ്പൊ വിചാരിച്ച് കല്യാണം കഴിഞ്ഞാൽ ഓരെ പോലെ എങ്ങനെ
ജീവിക്കുക, പിന്നെ പുറത്തു പോവുക, അങ്ങനെയൊക്കെ ആയിരിക്കും വിചാരിച്ചു. പക്ഷെ അതൊന്നല്ല റിയൽ ആയിട്ടുള്ളത് എന്നുള്ളത് ഒരു 24 വർഷം കൊണ്ട് ജീവിതം പഠിച്ചെടുത്തു. ഓക്കെ റുബീന, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ ഈ 3 പേരുടെ സംഭാഷണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി, 3 പേരുടെയും ഡിസ്കഷൻ കഴിഞ്ഞ അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഞാൻ ഈ ഒരു ചാപ്റ്ററുമായിട്ട്, ഐ മീൻ ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ഞാൻ പുറത്ത് ഒരു കേസ് സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് പലവരുടെയും അഭിപ്രായം ഇത് തന്നെയാണ്. ഒരു 90% ആൾക്കാരുടെയും അഭിപ്രായങ്ങൾ ഓൾമോസ്റ്റ് ഇങ്ങനെ തന്നെ വരുന്നത്. അപ്പൊ അവര് പറയുന്നതെല്ലാം ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അല്ലെ. ഇപ്പൊ പെൺകുട്ടികളാണെങ്കിൽ അവര് പലപ്പോഴും അവർ ചിന്തിക്കുന്നത് എന്തായിരിക്കും, വിവാഹത്തിന് ശേഷം നമ്മൾ ഒരുപാട് ലോകം കാണാൻ വേണ്ടി പോകുന്നു, നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകളാണെങ്കിലും ശരി, ഇഷ്ടമുള്ള ഭക്ഷണമാണെങ്കിലും ശരി, ഐസ്ക്രീം, ചോക്ലേറ്റ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ഷോപ്പുകളിലും പോകുന്നു, ഷോപ്പിംഗ് നടത്തുന്നു, ഭർത്താവിന്റെ കൂടെ എൻജോയ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് സ്വപ്നങ്ങളാണ് അവരുടെ മനസ്സിൽ ഉണ്ടാവാറുള്ളത്. പലപ്പോഴും നമ്മളെ പെൺകുട്ടികളോട് ചെറുപ്പം മുതൽ വീട്ടുകാർ പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ നീ അവിടെ എവിടത്തേക്കും പോകേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം നീ ഹസ്ബൻഡിന്റെ കൂടെ എവിടെ വേണമെങ്കിലും നീ പോയിക്കോ എന്ന് പറയും അല്ലെ. പക്ഷെ വരുന്ന ഹസ്ബൻഡ് ആണെങ്കിൽ മേ ബി എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അദ്ദേഹത്തിന് അങ്ങനെ പുറത്ത് പോവാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മറ്റുള്ള സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്യാനുള്ള അങ്ങനത്തെ ഒരു എൻജോയ്മെന്റ് ഒട്ടും താല്പര്യമില്ലാത്ത ആൾക്കാർ ഒരിക്കലും ഉണ്ടാവാം. അപ്പൊ ഇവിടെയൊക്കെയാണ് നമ്മൾ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ കടന്നു വരാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു വരുന്ന ഒരു ഫാന്റസിയാണ് അല്ലെ. നമ്മൾ കംപ്ലീറ്റ് ഇങ്ങനെ സ്വപ്നങ്ങളുടെ ലോകത്താണ് നമ്മൾ ബിഫോർ മാരേജ് എന്ന് പറയുന്നത്. ഭയങ്കര സങ്കല്പങ്ങളാണ്, A to Z ഓരോ കാര്യങ്ങൾക്കും നമ്മൾക്ക് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും, ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഇങ്ങനെയൊക്കെ ആവണം എന്നുള്ളത്. നമ്മളുടെ ഇപ്പം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിക്കും, ഓക്കെ ബിഫോർ മാരേജ് ഞാൻ ഇങ്ങനെയുള്ള ഒരു ഭാര്യ ആയിരിക്കും എന്നുള്ളൊരു ഇതുണ്ടാവും അല്ലെ. അതുപോലെ തന്നെയാണ് പുരുഷന്മാരുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ പുരുഷന്മാരുടെ മനസ്സിലും ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ട് അല്ലെ. അപ്പൊ അവര് പലപ്പോഴും ചിന്തിക്കുന്നത്, ഞാൻ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലിക്ക് പോകുന്ന സമയത്ത് ഭാര്യ രാവിലെ എണീക്കുന്നു, കോഫി ഉണ്ടാക്കി തരുന്നു, ചായ ഉണ്ടാക്കി തരുന്നു, പലഹാരം ഉണ്ടാക്കി തരുന്നു, ഞാൻ ഓഫീസിലേക്ക് പോകുന്നതിന് മുൻപ് ഷൂസ് എല്ലാം എനിക്ക് പോളിഷ് ചെയ്ത് തരുന്നു. അങ്ങനെയുള്ള കുറെ സ്വപ്നങ്ങളായിരിക്കും ബോയ്സിന്റെ മനസ്സിലുണ്ടാവും. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് എന്നെ സ്നേഹിക്കണം, എന്നെ കെയർ ചെയ്യണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഇതൊക്കെ ഉണ്ടാവും അല്ലെ. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ചിന്താഗതികൾ ഉണ്ടാവും. പക്ഷെ ഇത് കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ ഒരു ഫാന്റസി വേൾഡിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാങ്കല്പിക ലോകത്തിൽ നിന്ന് അല്ലെങ്കിൽ സാങ്കല്പിക രീതിയിൽ നിന്ന് റിയാലിറ്റിയിലോട്ടേക്ക് വരുന്ന സമയത്ത് അത് ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അല്ലെ, ആ ഒരു ടേംസ്, അതായത് ഭാര്യ ഭർത്താവിന്റെ ഇടയിൽ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള ഒരു ടേംസ് തെറ്റാണെന്ന് പറയാറുണ്ട്. അത് ഞാൻ പറയാം പിന്നീട്. അപ്പം ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലയിച്ച് ചേരുക എന്ന് പറയുന്നത്, ഈ ലയിച്ച് ചേരല് വരുന്നത് വരെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട് വിവാഹ ജീവിതത്തിൽ അല്ലെ. ഈ പ്രശ്നങ്ങളിലോട്ടൊക്കെ വരുന്നതിന് മുൻപേ തന്നെ നമ്മൾ പലപ്പോഴും ഇപ്പൊ ഇവിടെ നിങ്ങൾ എല്ലാവരും സംസാരിച്ചതുപോലെ തന്നെ ബിഫോർ മാരേജ് നമ്മൾക്ക് കുറെ സ്വപ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായി. ആഫ്റ്റർ മാരേജിലോട്ടൊക്കെ വരുന്ന സമയത്ത് ഏറെക്കുറെ പേർക്ക് ആഗ്രഹിച്ച അതേ ജീവിതം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ കുറച്ചു പേർക്ക് ആഗ്രഹിച്ചതിന് വിപരീതമായിട്ടുള്ള ജീവിതങ്ങളൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. അത് കുറച്ചിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ ഒരു സ്നേഹത്തിന്റെ തോത് അല്ലെ, നിങ്ങൾക്ക് ആ ഒരു ആദ്യം ബിഫോർ മാരേജ് നിങ്ങൾ കണ്ടുമുട്ടിയ ആ നിമിഷം മുതൽ ഉള്ള ആ ഒരു സ്നേഹത്തിന്റെ തോത് ആഫ്റ്റർ മാരേജ് ഓരോ വർഷങ്ങൾ കഴിയുന്നിടത്തോളം ഏത് രീതിയിലാണ് ഏത് രീതിയിൽ, ഐ മീൻ ഏത് അതിന്റെ റേഷ്യോസ് നോക്കിക്കഴിഞ്ഞാൽ, സ്നേഹത്തിന്റെ റേഷ്യോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്, അത് നമ്മൾ എപ്പോഴും ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മർമ്മപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഓരോ വർഷവും എടുത്ത് നമ്മുടെ ജീവിതത്തിൽ ഓരോ വർഷങ്ങൾ കഴിയുന്ന സമയത്ത് നമ്മൾ നോക്കണം നമ്മളെ സ്നേഹത്തിന്റെ തോത് അല്ലെ. നമ്മൾ എന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള ആ ഒരു സ്നേഹത്തിന്റെ തോത്, ആ ഒരു അളവിൽ എവിടെയെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ, കുറവുകൾ വരുന്നുണ്ടോ എന്നുള്ളത് അവനവനായിട്ട് തന്നെ അതൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾക്ക് തോത് കുറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക എവിടേക്കോ സംതിങ് പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ളത് അല്ലെ. അപ്പൊ അവിടെ മുതൽ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. നമ്മളെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ വരാനിരിക്കുന്നു അല്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് അവിടെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതിനുള്ള സൊല്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് പിന്നെ അങ്ങോട്ടേക്ക് നമുക്ക് ഒന്നും കൂടെ രസകരമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പം അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ വിവാഹം അല്ലെ, ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് വിവാഹത്തിലേക്ക് കടന്നു വന്നു, വിവാഹ ജീവിതം കഴിഞ്ഞു, ഇങ്ങനെ കുറച്ചു കാലം മുന്നോട്ട് പോകുമ്പോഴേക്ക് തന്നെ ചിലവരൊക്കെ പറയുന്നേക്കാം മടുത്തു എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യുന്നുണ്ടാവും. ഞാൻ വിചാരിച്ച പോലെയൊന്നല്ല ജീവിതം പോകുന്നു എന്നുള്ളത് അല്ലെ. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വിവാഹം എന്ന് പറയുന്നത് നമ്മൾ ഏറെക്കുറെ സ്വപ്നങ്ങൾ കണ്ട് വിവാഹത്തിലേക്ക് വന്നു. ഈ വിവാഹം നമ്മുടെ ടൈറ്റിൽ കൊടുത്തതുപോലെ തന്നെ മാരേജ് ഈസ് എ ജേർണി നോട്ട് എ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പോലെ തന്നെ
നമ്മൾക്ക് വിവാഹ ജീവിതം കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ സ്വപ്നങ്ങളും കാര്യങ്ങളും ഒരു 6 മാസം കൊണ്ട് എല്ലാം നടത്തണം എന്ന് വിചാരിച്ച് നടക്കുന്ന കാര്യമാണോ? ഒരിക്കലും അല്ല, അല്ലെ? ഒരു വർഷം കൊണ്ട് ഇതെല്ലാം നമ്മൾ കണ്ട സ്വപ്നങ്ങളെല്ലാം നമ്മളുടെ സങ്കല്പങ്ങളെല്ലാം നിറവേറ്റേണ്ട ഒരു സമയം പീരീഡ് ആണോ അത്? അതും ഉണ്ടാവില്ല. ചിലവർക്ക് ഒരു മാസം കൊണ്ടാവാം, ചിലവർക്ക് 6 മാസം കൊണ്ടാവാം, ചില ആളുകളിൽ ഒരു 1 ഇയർ എടുത്തുകൊണ്ടായിരിക്കാം അവരുടെ സ്വപ്ന രീതിയിലോട്ടേക്ക് അവർ വരുന്നുണ്ടാവാം. ചില ആൾക്കാർ അതിനേക്കാൾ മോർ ദാൻ കൂടുതൽ വർഷങ്ങൾ വേണ്ടി വന്നേക്കാം. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ, അല്ലെ? ജീവിതം തുടങ്ങി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പതിയെ പതിയാണ് പല കാര്യങ്ങളും അറിയാൻ പറ്റുക, അല്ലെ? അതിനനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളതാണ്. അങ്ങനെ പോകുന്ന സമയത്താണ് നമ്മൾക്ക് ആഗ്രഹിച്ച ജീവിതം നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പൊ നമ്മൾക്ക് പലപ്പോഴും നമ്മൾ പറയാറുള്ളത്, ഒരു വീട് എടുക്കണമെങ്കിൽ നല്ല തറയുണ്ടാക്കി അതിന്റെ മേലെ ഇങ്ങനെ പതിയെ പതിയെ കൺസ്ട്രക്ട് ചെയ്ത് ബിൽഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ ആദ്യം തന്നെ ഈ വ്യക്തി എന്ന് പറയുന്നത് നമുക്ക് എൻറ്റയർലി ഡിഫറെന്റ്, ഐ മീൻ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെന്ന് പറയുന്ന വ്യക്തിന്റെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറുള്ള ഒരാളായിരിക്കും നമ്മുടെ ലൈഫിൽ പാർട്ട്ണറായിട്ട് വരുന്നത്. അപ്പൊ ആ വ്യക്തിയെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചെടുക്കണം. രണ്ടുപേരും, ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ കുറിച്ച് മനസ്സിലാക്കണം, ഭർത്താവാണെങ്കിൽ എന്ത് ചെയ്യണം? ഭാര്യയെ കുറിച്ചും മനസ്സിലാക്കണം, അല്ലെ? അത് A to Z കാര്യങ്ങൾ, അവരുടെ ഓരോ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും, അതുപോലെ തന്നെ ഏത് കഴിക്കുന്ന ആഹാരമാണ് ആണെങ്കിലും ശരി, അതെല്ലാം നമ്മൾ മനസ്സിലാക്കി എടുക്കണം. ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് വേണം പിന്നെ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി നോക്കേണ്ടത്. അപ്പൊ നമുക്ക് ഏതാനും കുറച്ച് കാര്യങ്ങളിലൂടെ പോവാം. എവിടെയൊക്കെയാണ് പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്, കുടുംബ പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെ വരുന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ച്. ഇപ്പൊ നമ്മൾക്കറിയാം, സങ്കല്പം എന്നുള്ളത് എല്ലാവരുടെ മനസ്സിൽ ഇങ്ങനെ ഓരോ കാര്യം പല രീതിയിലാണ് സങ്കല്പം ഉള്ളതെന്നൊക്കെ അറിയാം. അപ്പൊ അത് റിയാലിറ്റിയിലോട്ടേക്ക് വരുന്നതും റിയാലിറ്റിയിൽ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകൾ, അല്ലെ? അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിന് മുൻപേ തന്നെ നമ്മൾക്കറിയാം, പ്രീമെരിറ്റൽ കൗൺസിലിംഗ് എന്നുള്ളതിന്റെ ഒരു വേർഡ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, അല്ലെ? പ്രീമെരിറ്റൽ കൗൺസിലിംഗിനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ പലവരും പറയാറുണ്ട്, അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? അങ്ങനെയൊക്കെ ഒരു സംഭവം വേണോ? വിവാഹത്തിന് മുൻപേ ഒരു കൗൺസിലിംഗ്, അതിന്റെ ആവശ്യകത എന്താണ്? പണ്ട് കാലങ്ങളിൽ ഇതൊക്കെ നടത്തിയിട്ടാണോ ആൾക്കാർ വിവാഹം ചെയ്തിരിക്കുന്നത്? അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നുണ്ടാവും, അല്ലെ? സത്യം പറഞ്ഞു കഴിഞ്ഞാല് അത് വേണം എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്ന് കേട്ടോ. നിങ്ങൾ 1-2 പേര് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ, ഒരു പ്രീമെരിറ്റൽ കൗൺസിലിംഗിനെ കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? അങ്ങനെ ഒരു പ്രീമെരിറ്റൽ കൗൺസിലിംഗിന്റെ ആവശ്യകത ഉണ്ടോ ഇല്ലയോ? അതിന്റെ ആവശ്യകത ഉണ്ട് എന്നാണ് എന്റെ അഭിപ്രായം. വെരി ഗുഡ്. മാമിന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് ജസീല. ഓക്കെ ഓക്കെ ഓക്കെ, ആവശ്യകതയുണ്ട്. ഓക്കെ, ഒത്തിരി പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ആവശ്യകതയുണ്ട് എന്നുള്ളത്. ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്ക് പ്രീമെരിറ്റൽ കൗൺസിലിംഗിന്റെ ആവശ്യകത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. കറക്റ്റ്. ഒത്തിരി പേരുടെ മെസ്സേജ് ഉണ്ടെന്ന് പറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് ഈ പ്രീമെരിറ്റൽ കൗൺസിലിംഗ് എന്താണെന്നുള്ളതിനെ കുറിച്ച് ജസ്റ്റ് നമുക്ക് പറഞ്ഞു പോവാം. വിവാഹത്തിന് മുൻപ് ഭാര്യ ഭർത്താക്കന്മാർ ആകാൻ പോകുന്നവർക്ക് വിവാഹത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും വ്യക്തമായ അറിവ് പകർന്നു നൽകേണ്ടതുണ്ട്, അല്ലെ? അതായത് നമ്മൾക്ക് ഈ പ്രീമെരിറ്റൽ കൗൺസിലിംഗ്, ചില ആളുകൾക്ക് ഈ വേർഡ് അറിയണമെന്നില്ലേ. പ്രീമെരിറ്റൽ കൗൺസിലിംഗ് ഉദ്ദേശിക്കുന്നത് വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകൾക്ക്, ഭാര്യ ഭർത്താക്കന്മാരാകാൻ പോകുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു പ്രൊഫഷണലിന്റെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളാണ് ഇതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ആ കുടുംബം എന്താണെന്ന് അതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പൊ ഈ പണ്ട് കാലത്ത് ഇല്ലാത്തത് എന്തിനാണ് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും, അല്ലെ? പണ്ട് കാലത്ത് ഇല്ല എന്ന് ആര് പറഞ്ഞു എന്നുള്ളതാണ്. കാരണം പണ്ട് കാലത്ത് നമ്മൾക്കറിയാം, നമ്മുടെ വീടുകളിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് പോകുന്ന ഒരു പെൺകുട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ അവരുടെ കുടുംബത്തിലുള്ള മുതിർന്നവരായിട്ടുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും, അല്ലെ? ഇവിടെ കുറെ പേർക്ക് അങ്ങനെയുള്ള അനുഭവമുള്ള ആൾക്കാർ ഉണ്ടാവില്ലേ? കുറെ മുൻപേ വിവാഹം ചെയ്തവർക്കൊക്കെ നിങ്ങൾ വീടുകളിലുള്ള പ്രായമുള്ള ആൾക്കാർ പറഞ്ഞു തന്നിട്ടുണ്ടാവും, അല്ലെ? ഒരു വീട്ടിൽ കയറി ചെല്ലേണ്ട ഒരു പെൺകുട്ടിയാണ്. ആ ചെല്ലുന്ന സമയത്ത് ആ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഭർത്താവിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, അവരുടെ വീടുകളിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, അല്ലെ? എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ, പെരുമാറേണ്ട രീതികളൊക്കെ. നമ്മളെ വീടുകളിൽ നിന്ന് കുറച്ച് സമയം ലേറ്റ് ആയിട്ട് എണീച്ച് ചെയ്യണം. രാവിലെ ഉറങ്ങി കുറച്ച് സമയം ലേറ്റ് ആയിട്ട് എണീക്കുമ്പോൾ തന്നെ പറയുമേ, നീ ഇങ്ങനെ കടന്നുറങ്ങാതെ, നാളെ വേറൊരു വീട്ടിൽ പോകേണ്ട പെൺകുട്ടിയാണ്, ഇങ്ങനെ ഉറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവല്ലോ. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അഡ്വൈസ് ചെയ്യും. ഇവൻ നമ്മൾ ബിഫോർ മാരേജ് എന്ന് പറയുന്നത് ഒരു 1 വീക്ക് 2 വീക്സിന് മുൻപേ കംപ്ലീറ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ മുതിർന്ന ആളുകൾ എന്ത് ചെയ്യും, എക്സാക്ട്ലി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഒരു കുടുംബത്തിലേക്ക് പുതിയ ജീവിതം തുടങ്ങാൻ വേണ്ടി പോവുകയാണ്, അങ്ങനെയുള്ള A to Z കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പക്ഷെ ഇന്നത്തെ കാലത്ത് എന്തില്ല,
കൂട്ടുകുടുംബം ഇല്ല അല്ലെ? ഒന്നാമത്തെ കാര്യം കൂട്ടുകുടുംബം ഇല്ല എന്നല്ല, വളരെ കുറവാണ് ഇന്നത്തെ കാലത്ത്. ഇന്നത്തെ കാലത്ത് എന്താണ്, അണുകുടുംബ വ്യവസ്ഥയിലാണ് ഇന്നത്തെ കുടുംബ രീതി എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വ്യക്തമായ രീതിയിൽ അല്ലെങ്കിൽ കാര്യമായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളും ഇല്ല, അതിനുള്ള സമയങ്ങളും ഇല്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പ്രീമെരിറ്റൽ കൗൺസിലിങ്ങിന്റെ ഇമ്പോർട്ടൻസ് കയറി വരുന്നു. അപ്പൊ ഈ പ്രീമെരിറ്റൽ കൗൺസിലിംഗ് ഇമ്പോർട്ടൻസ് കയറി വരുന്നത് പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കുട്ടികൾ ഏതൊക്കെ രീതിയിലാണ് പഠിച്ചെടുക്കുന്നു എന്നുള്ളതാണ് അല്ലെ? നമ്മൾക്കറിയാം അവരെ പലപ്പോഴും മന്നപത്രങ്ങളിൽ നിന്നും നീലച്ചിത്രങ്ങളിൽ നിന്നൊക്കെയാണ് അറിവുകൾ നേടിയെടുക്കുന്നത്. ഈ വൈകൃതമായിട്ടുള്ള അറിവുകളാണ് അവരുടെ കുടുംബ ജീവിതത്തിലേക്ക് അവർ അപ്ലൈ ചെയ്യുന്നത് അല്ലെ? എവിടെ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുള്ള അറിവുകൾ, അങ്ങനെയൊക്കെയുള്ള ധാരണകൾ അല്ലെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കളായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള നോളജ് അങ്ങനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഒരു മുമ്പോട്ടുള്ള ജീവിതത്തിലേക്ക് അവർ കടന്നു പോകുന്നുണ്ടാവാം. ഈ അഡ്വൈസ് കൊടുത്ത ആൾക്കാർ, ഈ ഉപദേശം കൊടുത്ത ആളുകൾ ഏത് രീതിയിലുള്ള ഉപദേശമാണ് കൊടുത്തിരിക്കുന്നത്? അത് അവർക്ക് അത്രയും പ്രൊഫഷണൽ ഉള്ള ആൾക്കാരാണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണോ? ഓരോ വ്യക്തികളുടെയും ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണല്ലോ അല്ലെ? ഇപ്പം എന്റെ ലൈഫ് എക്സ്പീരിയൻസ് ആയിരിക്കില്ല ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരുടെയും, ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരുടെയും എക്സ്പീരിയൻസ് ആയിരിക്കില്ല പുറത്തിരിക്കുന്ന ആൾക്കാരുടെ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് അതിനെ വ്യക്തമായിട്ടൊരു നോളജ് ഇല്ലാത്ത ഒരാള്, ഒരു പ്രൊഫഷണൽ അല്ലാത്ത ഒരാൾക്ക് ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായി പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് പ്രീമെരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്, വിവാഹത്തിന് മുൻപേ ഉള്ള ഈ ഒരു കൗൺസിലിംഗ് എന്ന് പറയുന്നത് അത്രയും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. പലരും ഇത് മടിക്കുന്നവരുണ്ട്, പക്ഷെ ചില ഫാമിലീസ് ഒക്കെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രീമെരിറ്റൽ കൗൺസിലിങ്ങിന് അവരുടെ കുട്ടികളെ കൊണ്ടുപോകുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പം നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്, നമ്മൾക്ക് പ്രീമെരിറ്റൽ കൗൺസിലിങ്ങിന്റെ ആവശ്യകത ഉണ്ട് എന്നുള്ളത്. പിന്നെ നമ്മൾ പറയുന്നത് കുടുംബം എന്ന് പറയുന്നത് കൂടുന്തോറും ഇമ്പമുള്ളതാകണം എന്നുള്ളതാണ് അല്ലെ? അങ്ങനെയാണല്ലോ. പക്ഷെ ഈ കൂടുന്തോറും ഇമ്പമുള്ളതാകണം എന്ന് പറയാന്നല്ലാതെ കൂടുന്തോറും പ്രശ്നങ്ങൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? ഇപ്പം നമ്മൾക്കറിയാം, നമ്മളുടെ തറവാടുകളിലൊക്കെ താമസിക്കുന്ന സമയത്ത് എത്ര രസകരമായിട്ടുള്ള ജീവിതമായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. ആ ഒരു പെരുന്നാൾ വന്നാലും ശരി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ വന്നാലും ശരി, ഭയങ്കര രസകരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് ആഘോഷിച്ചു പോകുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു അല്ലെ? അതൊക്കെ എത്ര പേർക്ക് ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ടാവും? അല്ല, അങ്ങനത്തെ കാലഘട്ടമൊക്കെ ആഘോഷിച്ച ആൾക്കാരുണ്ടോ നമ്മളുടെ ഇവിടെ? ഇപ്പൊ ഉണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഉണ്ട്. എന്താണ് ഒരു ഓർമ്മ പെട്ടെന്ന് അങ്ങനെ ഒരു പറയുന്ന സമയത്ത്? എന്റേത് വലിയൊരു ഇതാണ്. കാരണം ഞാൻ ഒരു സ്മോൾ ഫാമിലിയാണ്, ഞാനും ബ്രദറുമാണ്. വൈഫ് ഹസ്ബൻഡിന്റെ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ലാർജ് ഫാമിലിയാണ്. കാരണം അവര് തന്നെ 6 ആൾക്കാരാണ്. ഫാദർ, മദർ, പിന്നെ കുട്ടികൾ മാത്രം 6 പേരാണ്. ഹസ്ബൻഡ് 6ാമത്തെ ആളാണ്. അപ്പൊ ഞാനൊരു സ്മോൾ ഫാമിലി നേരത്തെ പറഞ്ഞതുപോലെ ലവ് മാരേജും കൂടെയാണ്. അപ്പൊ ഈ ഒരു ബിഗ് ഫാമിലിയിലോട്ട് വന്നപ്പോ ഫസ്റ്റ് ഒക്കെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. ഇത് എന്താ ഇത്, ഫാമിലി എന്ന് പറയാൻ പറ്റില്ല, അത്രത്തോളം ഭയങ്കര നമുക്കൊരു കല്യാണത്തിന് പോയൊരു ഫീൽ ആയിരുന്നു. ഈവൻ അവിടെ ഒരു ഫംഗ്ഷൻ എന്ന് പറയണ്ട, ഒരു സൺഡേ ആയി കഴിഞ്ഞാല് പോയ സിസ്റ്റർ ഇൻ ലോസ് ഒക്കെ വരിക. അപ്പൊ നമുക്ക് ഒരു വേറിട്ടൊരു അനുഭവമായിരുന്നു. ഞാനും എന്റെ ബ്രദറുമാണ്. ബ്രദർ ആർമിയിലാണ്. അപ്പം ബ്രദർ എപ്പോഴെങ്കിലും ലീവിന് വരുമ്പോൾ ഞങ്ങള് രണ്ടും, പിന്നെ ഫാദർ, മദർ, ഈ 4 പേര് ഒരുമിച്ചുള്ളതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഏതെങ്കിലുമൊക്കെ ഫംഗ്ഷന് പോകുമ്പോൾ, അപ്പം എന്നെ സംബന്ധിച്ച് അതൊരു കല്യാണമായിരുന്നു ഓരോ സൺഡേസും. പിന്നെ ഈ പറയും പോലെ പെരുന്നാളായാലും ഒക്കെ പിന്നെ തറവാടും കൂടെയാണ്. ഹസ്ബൻഡ് എന്ന് പറയുന്ന തറവാടായിരുന്നു. പിന്നെ എല്ലാവരും വീടൊക്കെ വെച്ച് പോയി. ഇപ്പൊ എന്ന് പറയുന്ന 4 ആളും സെപ്പറേറ്റഡ് ആയി. പിന്നെ അതിലേറ്റവും വിഷമകരമായിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു സിസ്റ്റർ ഇല്ലാതെ പെട്ടെന്നുള്ള ഒരു മരണം. അപ്പൊ അതൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഏറ്റവും വലിയൊരു ലോസിംഗ് ആണ്. അപ്പൊ ആ ഒരു ഓർമ്മകൾ എന്ന് പറയുന്നത് വളരെ മെമ്മറിയുടെ, വളരെ എന്നും ജീവിതത്തിൽ ഓർത്തു വെക്കാൻ പറ്റുന്ന ഓർമ്മകളാണ് എന്നും ഒത്തുകൂടൽ എന്ന് പറയുന്നത്. ഈവൻ എന്തെങ്കിലും ഒരു ചെറിയ കാര്യമായിരുന്നാലും. അതെ. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് ചോദിച്ചോട്ടെ. ഈ ഒരു ഒത്തുകൂടലിന്റെ സമയത്ത് ഇപ്പൊ നമ്മൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള വിഷമങ്ങളോ പ്രയാസങ്ങളോ ടെൻഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു റിലീഫ് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഓഫ് കോഴ്സ്. അവിടെയും വേറെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ 2 പേരുടെയും ഡിസ്ട്രിക്ട് വ്യത്യാസമാണ്. എന്റേത് ട്രിവാൻഡ്രം, ഹസ്ബൻഡിന്റേത് മലപ്പുറം. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഫംഗ്ഷൻ ആയാലും കാര്യങ്ങളായാലും ഓടി അങ്ങോട്ട് എത്തണമെങ്കിൽ ഒരു 8 hours ട്രാവലിംഗ് ഉണ്ട്. സോ എനിക്ക് ഇവിടുത്തെ ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടേ എന്റെ വീട്ടിലോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടത്തെ മിസ്സാവും. അപ്പൊ ആദ്യം ഞാൻ ഇവിടെ പ്രയോറിറ്റി കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഞാനും ഉമ്മയും ഉപ്പയൊക്കെ ഉള്ളൂ, 3 ആളേ ഉള്ളൂ. പിന്നെ ബ്രദർ ലീവിന് വന്നാൽ മാത്രമേ ഉള്ളൂ. ഇപ്പം ബ്രദറൊക്കെ നാട്ടിൽ സെറ്റിൽ ആയതുകൊണ്ട് പെട്ടെന്ന് അവിടെ എത്താനുള്ള ഒരു ഇതുണ്ട്. പക്ഷെ ഇവിടെ ആകുമ്പോഴത്തേക്കും കുട്ടികൾ തന്നെ ബ്രദർ ഇൻ ലോയുടെയും സിസ്റ്റർ ഇൻ ലോയുടെയും ഒക്കെ കുട്ടികൾ തന്നെ ഒരു 20-23 അൽഹംദുലില്ലാ അത്രത്തോളം ഉണ്ട്. അപ്പൊ അവരുമായിട്ടൊക്കെ ഒത്തുകൂടുമ്പോ നമ്മളതങ്ങ് മറ്റതൊക്കെ മറന്നുപോകും. ഇവിടെ ഫാദർ മദറിനെ മിസ് ചെയ്യുമെങ്കിലും നമ്മൾ ഈ ഒത്തുകൂടൽ വളരെ എൻജോയ്
ടെൻഷൻ ആയാലും സ്ട്രെസ് അതൊന്നും ആലോചിക്കാനേ സമയം ഉണ്ടാവാറില്ല. സമയം ഡേ പോകുന്നത് തന്നെ അറിയാറില്ലായിരുന്നു. കറക്റ്റ്. താങ്ക് യു. അപ്പം ഇവിടെ പറഞ്ഞത് കേട്ടില്ല നമ്മള്. ഇപ്പം അതുപോലെ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്താ പറയാ, ഈ ഒരു നമ്മള് ഒരുപാട് എല്ലാവരും ജീവിതത്തിൽ എല്ലാ ആൾക്കാരും മൂഡ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെ എന്തായാലും കടന്നു പോകുന്നുണ്ട്. ആരും തന്നെ നോർമൽ ആയിട്ടുള്ള വ്യക്തികളിൽ, എല്ലാവരും അബ്നോർമൽ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് പല രീതികളിലായിട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നിരിക്കുന്നത്, നമ്മൾ ഈ കൂട്ടുകുടുംബം അല്ലെ ഇന്ന് പലവർക്കും ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ പലവർക്കും വേണ്ടാന്ന് വെക്കുന്ന ഒരു കാര്യം തന്നെ കൂട്ടുകുടുംബമാണ്. കാരണം ആ കുടുംബങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പേടിച്ചുകൊണ്ടാണ് ആളുകൾക്ക് ഈ കൂട്ടുകുടുംബം വേണ്ട എന്നുള്ള രീതിയിലോട്ടേക്ക് മാറുന്നത്. അതായത് വെറും ഒരു അണുകുടുംബ വ്യവസ്ഥയിലോട്ടേക്ക് വന്നാൽ മാത്രമാണ് ഹാപ്പിനെസ് ഉണ്ടാകുന്നു, അവിടെ മാത്രമാണ് സന്തോഷം ഉണ്ടാകുന്നു എന്നുള്ള ഒരു ചിന്താഗതി. അത് എത്രത്തോളം ശരിയാണെന്നുള്ളത് ഒന്നുകൂടെ ആലോചിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ കൂട്ടുകുടുംബത്തിലൂടേക്ക് വരുന്ന സമയത്ത് എല്ലാവരുമായിട്ട് ചെറിയ കാര്യങ്ങളാണെങ്കിൽ കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. മറ്റെല്ലാവരും ആർക്കും കേൾക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ? അത് അവരുടെ മാത്രം പ്രോബ്ലം ആണോ? കേൾക്കുന്നുണ്ട്. യു പ്ലീസ്. കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പം എനിക്ക് തോന്നുന്നു അവരുടെ പ്രോബ്ലം ആയിരിക്കും. ഇത് ഞാൻ ഓഡിയബിൾ ആണെന്ന് അറിയുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈ കൂട്ടുകുടുംബത്തിലോട്ടേക്ക് വരുന്ന സമയത്ത് ഇതുപോലത്തെ ചെറിയ ചെറിയ സെലിബ്രേഷൻസും കൂടെ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മളുടെ മൈൻഡിന് ഭയങ്കര റീഫ്രഷ്മെന്റ് കിട്ടുന്നു എന്നുള്ളതാണ് അല്ലെ. നമ്മൾ ഏതെങ്കിലും രീതികളിലായിട്ട് നമ്മുടെ മൈൻഡിലുള്ള സ്ട്രെസ്സുകളാണെങ്കിലും ശരി, മറ്റുള്ള എന്ത് പ്രോബ്ലംസ് ആണെങ്കിലും അതിനെ മൈൻഡിനൊന്ന് റീഫ്രഷ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് മുമ്പോട്ടേക്ക് ഫർദർ ആയിട്ട് കുറച്ചും കൂടെ ഹാപ്പിനെസ്സോട് കൂടി, കുറച്ചും കൂടെ സ്ട്രെങ്തോട് കൂടി, കുറച്ചും കൂടെ കാര്യങ്ങൾ വ്യക്തതയോട് കൂടി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള സാധ്യതകൾക്ക് വേണ്ടി നമ്മളൊരു കൂട്ടുകുടുംബങ്ങളിലേക്ക് പോവുകയും അതുപോലെ തന്നെ അവിടുത്തെ സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആഘോഷിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് എന്ത് പറയുന്നത്, ഒരു രസകരമായ ഒരു അന്തരീക്ഷം, അങ്ങനത്തെ ഒരു കുടുംബ രീതിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആണ് പല ആളുകളും എന്ത് പറഞ്ഞിരിക്കുന്നത്, കൂടുന്തോറും ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വന്ന ഒരു പോയിന്റിലോട്ടേക്ക് വരികയാണ്. നമ്മൾ പ്രീ മെരിറ്റൽ കൗൺസിലിങ്ങിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ഇത് കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. അപ്പൊ അവിടെ ഈ പ്രൊഫഷണൽസ് പലപ്പോഴും ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന രീതി എന്ന് പറയുന്നത്, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ അറിഞ്ഞിരിക്കണം അല്ലെ, ബിഫോർ മാരേജ്, അതായത് ഒരു മാരേജ് ലൈഫിലോട്ടേക്ക് പോകുന്ന സമയത്ത് എന്താണ് സ്ത്രീ എന്നതിനെ കുറിച്ച് വ്യക്തമായി ഒരു പുരുഷൻ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് പുരുഷൻ എന്നുള്ളതിനെ കുറിച്ചും ഒരു സ്ത്രീ എന്താണ് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് കുടുംബം അല്ലെ, അത് കുടുംബം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിനെ ഒരു ഹെൽത്തി ഫാമിലിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഏതൊക്കെ രീതിയിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാം, എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉടലെടുക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് രതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് രതി വൈകല്യം എന്നുള്ളത്, എന്താണ് രതി വൈകൃതങ്ങൾ അല്ലെ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുന്നു. എന്ത് യോഗ്യതയാണ് ഒരു കുടുംബം നയിക്കുന്നതിന്, കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാവേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. എങ്ങനെ പരസ്പരം പൊരുത്തപ്പെടാം, ആരോഗ്യകരമായ കുടുംബം എങ്ങനെ പുലർത്താം, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഒരു പ്രീ മെരിറ്റൽ കൗൺസിലിങ്ങിലൂടെ കൊണ്ടുപോകുന്നുണ്ടാവാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബിഫോർ മാരേജ് തീർച്ചയായിട്ടും നമ്മൾ ആരാണെങ്കിലും ശരി, നമ്മൾ ഈ ഒരു കൗൺസിലിംഗ്, പ്രീ മെരിറ്റൽ കൗൺസിലിംഗ് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ബിഫോർ മാരേജ് നമ്മൾ അത് അറ്റൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാൾക്കാണെങ്കിൽ ഏറെക്കുറെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം കേട്ടോ. നിങ്ങളുടേതായ അഭിപ്രായങ്ങളും കൂടെ നമുക്ക് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ നമുക്ക് കൂട്ടിച്ചേർക്കാം. ഇല്ല. അപ്പൊ നമ്മൾക്ക് ഒരു കുടുംബത്തിലോട്ടേക്ക് നമ്മൾ പോവാണ് അല്ലെ. വിവാഹം എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, വിവാഹം കഴിഞ്ഞതിന് ശേഷം രണ്ട് വ്യക്തികൾ ചേരുന്നതിനോടൊപ്പം തന്നെ കുടുംബങ്ങൾ, രണ്ട് ആൾക്കാരുടെ കുടുംബങ്ങളും കൂടെ കൂടിച്ചേരുന്ന ഒരു സംഭവം തന്നെയാണ് വിവാഹം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മളുടെ സൈക്കോളജിയിൽ പറഞ്ഞിരിക്കുന്നത് നാല് കുടുംബത്തെ കുറിച്ചാണ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. 4 രീതിയിലുള്ള കുടുംബങ്ങൾ, എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഒരു ഭാര്യ ഭർത്താക്കന്മാർ കൂടിച്ചേരുന്ന സമയത്ത് ഏത് കുടുംബത്തിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഞാൻ അതിനു മുൻപേ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം. സ്ത്രീകളില് അനിമ എന്ന് പറയുന്ന ഒരു ഘടകം അല്ലെ, അങ്ങനെ ഒരു ഘടകം അളവിൽ കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, സ്ത്രീയിലുള്ള ഒരു പൗരുഷത്തെ പുറത്തേക്ക് കൂടുതലായിട്ട് കടന്നു വരും.
മനസ്സിലായോ? സ്ത്രീകളിൽ അനിമ എന്ന് പറയുന്ന ഒരു ഘടകം കൂടിക്കഴിഞ്ഞാൽ ആ സ്ത്രീയിൽ ഒരു പുരുഷനുണ്ട്. ആ പുരുഷന്റെ സ്വഭാവ രീതിയായിരിക്കും പുറത്തേക്ക് വരുന്നുണ്ടാവാം. അതുപോലെ തന്നെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അനിമസ് എന്ന് പറയുന്ന ഒരു ഘടകം കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്ത്രീത്വം അല്ലെ, സ്ത്രൈണതയായിരിക്കും കൂടുതലായിട്ടേക്ക് പ്രൊജക്ട് ചെയ്ത് പുറത്തേക്ക് വരിക. അപ്പൊ അവിടെ അവരുടെ ഡിസിഷൻ മേക്കിംഗ്, അവരുടെ സ്വഭാവ രീതി, കാര്യങ്ങളെല്ലാം എന്ത് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും? ഒരു സ്ത്രീയുടെ തുല്യമായിട്ടുള്ള ചിന്താഗതികളൊക്കെയാണ് ഉണ്ടാവാം. അപ്പൊ ഈ അനിമ ആൻഡ് അനിമസ് അത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം ഇതിനെ ബേസ് ചെയ്ത് കൊണ്ടാണ് പ്രധാനമായും കുടുംബത്തെ 4ആയി തരംതിരിച്ചിരിക്കുന്നത് അല്ലെ. സ്ത്രീയിൽ അനിമ എന്ന് പറയുന്ന ഒരു ഘടകം കൂടിയാൽ അവർ പുരുഷ ക്യാരക്ടർ, അത് പുരുഷന്റെ സ്വഭാവ രീതിയിലോട്ടേക്ക് മാറുന്നു. പുരുഷനിൽ അനിമസ് എന്ന് പറയുന്ന ഒരു ഘടകം കൂടിയാൽ സ്ത്രീയുടെ സ്വഭാവ രീതിയിൽ കൂടുതലായിട്ട് കാണുന്നു. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രധാനമായി 4 രീതിയിലാണ് കുടുംബത്തെ ഭാഗിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ നോക്കിക്കഴിഞ്ഞാൽ പുരുഷനിൽ പൗരുഷവും സ്ത്രീയിൽ സ്ത്രൈണതയുമുള്ള കുടുംബം. ഒന്നാമത്തെന്ന് പറയുന്നത് പുരുഷനിൽ പൗരുഷവും ഉണ്ട്, അതുപോലെ തന്നെ സ്ത്രീയിൽ സ്ത്രൈണതയും ഉണ്ട് അല്ലെ. ഇത്തരത്തിലുള്ള കുടുംബമാണെങ്കിൽ, ഇതുപോലെയുള്ള ഭാര്യ ഭർത്താക്കന്മാരാണ് എങ്കിൽ അവിടെ പ്രശ്നങ്ങൾ കണ്ടുവരാനുള്ള സാധ്യതകൾ കുറവാണെന്ന് പറയുന്നത്. കാരണം രണ്ടുപേരും രണ്ടുപേരുടെ ക്യാരക്ടർ ആയിരിക്കും. പുരുഷന്റേതായ ക്യാരക്ടർ, സ്ത്രീയുടേതായ ക്യാരക്ടർ ആയിരിക്കും. അവരവിടെ ശരിക്കും ബാലൻസ് ചെയ്ത് പോകും. അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ വ്യക്തിയോടുകൂടി മനസ്സിലാക്കുകയും അതിനനുസരിച്ചിട്ടുള്ള ഡിസിഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയും നല്ലൊരു കുടുംബ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത് കേട്ടോ. ഇപ്പൊ നമുക്ക് രണ്ടാമത്തേതിലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഭാര്യയിൽ പൗരുഷവും പുരുഷനിൽ സ്ത്രൈണതയും കണ്ടുവരുന്ന കുടുംബങ്ങൾ അല്ലെ. ഭാര്യയിൽ എന്താണ് പൗരുഷം കൂടുതലാണ് കാണിക്കുന്നത് അല്ലെ. അനിമ എന്ന് പറയുന്ന ഒരു ഘടകം കൂടിപ്പോയി. അതുപോലെ പുരുഷനിൽ എന്താണ് അനിമസ് എന്ന് പറയുന്ന ഘടകം കൂടിപ്പോയി. ഇപ്പൊ രണ്ടും വ്യത്യസ്തമായ സ്വഭാവ രീതികളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം. ഇവിടെ ഇത്തരത്തിലുള്ള കുടുംബങ്ങളിൽ എന്താണ് പ്രശ്നങ്ങൾ കുറവാണ്. ചിലർ പെൺഭരണമുള്ള കുടുംബം എന്നൊക്കെ ഇതിവിടെ പറയും. ഈ ഒരു കുടുംബവും എന്തില്ല, അത്ര വലിയൊരു പ്രശ്നക്കാരൊന്നും അല്ല ഇവര് അല്ലെ. ഇങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ അവിടെ പറയും പെൺഭരണമാണ് കൂടുതലെന്നൊക്കെ പറഞ്ഞ ആളുകൾ പറയും. അപ്പൊ അത്തരത്തിൽ രീതിയിലുള്ള ഒരു കുടുംബ രീതി. പിന്നെ മൂന്നാമത്തെ ഒരു കുടുംബ രീതി എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവിലും പൗരുഷം കണ്ടുവരുന്നു. ഭാര്യയിലും ഭർത്താവിലും പൗരുഷം കണ്ടുവരുന്നു. ഇവിടെയാണ് ഇത്തരത്തിലുള്ള കുടുംബങ്ങളിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. കൂടുതലായിട്ട് പ്രശ്നം എല്ലാവരിലും ഉണ്ടാവും, പക്ഷെ അവിടെയൊക്കെ നമുക്ക് വിട്ടുവീഴ്ചകൾ ഉണ്ടാവാം അല്ലെ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു പ്രശ്നത്തെ, ഒരാൾക്ക് ഹൈയിലോട്ടേക്ക് പോകുന്ന സമയത്ത് മറ്റൊരാൾക്ക് ഒന്ന് സൈലന്റ് ആയിട്ട് ഇരുന്ന് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. മറ്റൊരാൾ ഹൈയിലോട്ടേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിൽ കുറച്ചും കൂടെ സൈലന്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അത് കുറച്ച് കഴിയുമ്പോൾ കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിലോട്ടേക്ക് പോകുന്നു. പക്ഷേ ഈ ഭാര്യയിലും ഭർത്താവിലും പൗരുഷം കണ്ടുവരുന്നവർ യാതൊരു കോംപ്രമൈസിനും റെഡിയാവില്ല എന്നാ പറയുന്നത്. യാതൊരു കോംപ്രമൈസിനും റെഡിയാവില്ല. വിട്ടുവീഴ്ചകൾ എന്ന് പറഞ്ഞ സംഭവമേ ഉണ്ടാവില്ല. നമ്മൾ പറയാറില്ലേ, ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പെന്ന്. അതുപോലെയാണ്. തെറ്റാര് പറഞ്ഞോ അത് ശരിയെന്ന് തന്നെ പറയും. മറ്റുകളാണെങ്കിൽ ഓക്കെ ശരി, ഇപ്പൊ അത് വിട്ടുകൊടുക്കുക, പിന്നീട് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള രീതിയൊന്നും അവർക്കും ഉണ്ടാവില്ല. രണ്ടുപേരും ഒരേ ലെവല്, കട്ടക്ക് എന്ന് പറയുന്നില്ല, ആ ലെവലിലായിരിക്കും അവരുടെ രീതി പോകുന്നുണ്ടാവും. സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങൾ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകളിലാണ് ഡൈവോഴ്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റത്തിലോട്ടേക്കൊക്കെ അവർ പോകുന്നുണ്ടാവാം. അടി പിടി ബഹളം കലഹം, ഭയങ്കര എന്താ പറയാ, ഒട്ടും ഒരു ഒത്തുതീർപ്പിന് റെഡിയാവാത്ത ആളുകൾ അല്ലെ. ഒരു ടീ കപ്പ് എടുത്തിട്ട് മറ്റേ ഹസ്ബൻഡിനെ ഒരു ടീ കപ്പ് എടുത്തിട്ട് ഭാര്യ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ എന്ത് ചെയ്യും, ഭാര്യ ഹസ്ബൻഡിനെ ഒരു ടീ കപ്പ് കൊണ്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് എന്ത് ചെയ്യും, അവിടെയുള്ള ചട്ടിയും കുടുക്കയും കലഹവും എല്ലാം എടുത്ത് അങ്ങോട്ടേക്ക് വലിച്ചെറിയും. അത്തരത്തിലുള്ള രീതികളായിരിക്കും ഇവരിൽ നമ്മൾ കാണുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് നാലാമത്തത് അല്ലെ, നാലാമത്തെ ഒരു ഇതെന്ന് പറയുന്നത് ഭർത്താവിലും ഭാര്യയിലും സ്ത്രൈണത ഏറിയതായിട്ട് കണ്ടുവരുന്ന കുടുംബം. ഭാര്യയിലും ഭർത്താവിലും സ്ത്രൈണതയുള്ള ഒരു കുടുംബം അല്ലെ. അതായത് അനിമസ് എന്ന് പറയുന്ന ഘടകം രണ്ടുപേരിലും കൂടുതലായിട്ട് ഉണ്ടാവുന്ന ഒരു അവസ്ഥ. അപ്പൊ ഇവിടെ നമുക്ക് എന്തില്ല, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഫാമിലികളിൽ വലുതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇത്തരത്തിലുള്ള കുടുംബങ്ങളിൽ വളർച്ചകൾ വളരെ മന്ദഗതിയിലായിരിക്കും നടക്കുക എന്ന് പറയുന്നുണ്ട്. പലതും അവര് പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും ഒക്കെ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നുണ്ടാകും. പക്ഷെ അവിടെ അവരുടേതായ സ്വപ്നങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടൻസോ അങ്ങനെ ഒരു ഭാവി പ്ലാനുകളോ ഒന്നും ഉണ്ടാവില്ല. അന്നത്തെ ദിവസം അന്നങ്ങനെ ജീവിച്ചു പോകുന്നു എന്നുള്ളത്. അങ്ങനെയാണ് ഈ 4 ഘടകത്തെ സൈക്കോളജിയിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു സൈക്കോഅനലിസ്റ്റ് ആയിട്ടുള്ള കാറൽ ജങ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ ഒരു തിയറിയാണിത്. അപ്പൊ ഇത്രയും തിയറി, ഈ 4 ഫാമിലിയെ കുറിച്ച് കേട്ട സമയത്ത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാമോ? അങ്ങനെയൊക്കെ ഉണ്ടോ?
ആരെങ്കിലും റെഡിയാണോ? ഈ 4 ഫാമിലിയെ കുറിച്ച് പറഞ്ഞത് കേട്ട സമയത്ത് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ പറയാമോ? തീർച്ചയായിട്ടും. ഓക്കെ, പേരെന്തായിരുന്നു? അബ്ദുൽ ഖാദർ. അബ്ദുൽ ഖാദർ. ഓക്കെ, എന്തായാലും നമുക്ക് അബ്ദുൽ ഖാദറിന്റെ ഒപ്പീനിയൻ അറിയാം സാറിന്റെ. പറഞ്ഞോളൂ സാർ. നമ്മള് ഇത് മനസ്സിലാവട്ടെ, സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഞാൻ ഇമാമാണ്. ഓക്കെ അപ്പൊ ഓക്കെ അതുകൊണ്ട് തന്നെ സാമൂഹികമായിട്ട് ഇത്തരത്തിൽ നമുക്ക് പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത സമയങ്ങളിലൊക്കെ ചില വൈവാഹിക പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ അതിനകത്ത് സ്ത്രീക്ക് ഒരു പൗരുഷം കൂടുതലുള്ള ഒരു രീതിയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവർക്കൊരു എന്താ അപകടമാണ് എന്നുള്ളൊരു രീതിയിലേക്ക് പൗരുഷം പ്രകടിപ്പിക്കുന്ന തരത്തിലായിരുന്നു അവരുടെ സംസ്കാരങ്ങളും ഭാവങ്ങളും ഒക്കെ. അപ്പൊ നമുക്കിത് അനുഭവമുണ്ട്. കൂടുതലും അവിടെയാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ അല്ലേ? കൂടുതൽ അതായത് ഈ സ്ത്രൈണത്വം വിട്ട് പൗരുഷം അവരും കൂടെ പ്രകടിപ്പിക്കുമ്പോഴാണല്ലോ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. അപ്പൊ അവിടെ മെയിൻറ്റെയിൻ നമ്മളത് പണിപ്പെടേണ്ടി വരുന്നത്. കൺട്രോളിങ്ങിന് ഭയങ്കര പാടായിരിക്കും. പക്ഷെ അത് ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ പിന്നെ കാരണം സ്വന്തമായിട്ട് ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ ഈ പ്രീ മാരിറ്റല് ആദ്യം തന്നെ കുടുംബം എന്തിനാണ്, സ്ത്രീയെ കൃത്യമായിട്ട് പുരുഷൻ മനസ്സിലാക്കണം, പുരുഷൻ കൃത്യമായി സ്ത്രീയെ മനസ്സിലാക്കണം. അതൊക്കെ വളരെ കൃത്യമാണത്, വേണമെന്നാണ് ശരിക്കും. അല്ലാത്ത ഒരവസ്ഥയിലേക്ക് ആകുമ്പോഴാണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഈ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് നിർബന്ധമായും വിവാഹത്തിന് മുമ്പ് ഒരു സ്ത്രീയും പുരുഷനും വിവാഹിതമാകുന്നതിന് മുമ്പ് ഇത് കറക്റ്റായിട്ടത് അവർക്ക് കൊടുത്തിരിക്കണം. അപ്പൊ അങ്ങനെ ഫലത്താത് മാത്രമല്ല, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് എത്താൻ കഴിയും. ഇപ്പോഴുള്ള കുടുംബ പ്രശ്നങ്ങളും കുടുംബകലങ്ങളും കലഹങ്ങളും ഡൈവോഴ്സും അതേപോലെ ഇപ്പോ നമുക്കറിയാം, ഇപ്പം നമ്മൾ കെട്ടുകേൾവിയില്ലാത്ത ഭാര്യ ഭർത്താവിന് വിഷം കൊടുത്തു കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ വേറൊരാളുമായിട്ട് കൂടിച്ചേർന്ന് കൊല്ലുന്നു. ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളാണ് ഇന്നിപ്പോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരു പരിധി വരെ വളരെ കൃത്യമാണത്. ഇപ്പൊ നമ്മൾ കേട്ടുകളില്ല, നമ്മുടെ ചെറുപ്പത്തിലൊന്നും കേട്ടില്ലാത്ത സംഭവങ്ങളാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പം സഡൻലി ആയിട്ടുള്ള ഒരു ഇപ്പം പുതിയ തലമുറ അങ്ങനെയാണല്ലോ. ന്യൂജനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ലെവലിലേക്ക് പോവാണ്. സഡൻലി ഇപ്പൊ എന്താണ് അവർക്ക് കിട്ടുന്നത്? ആ ഒരു സൗഭാഗ്യം, ആ ഒരു സുലഭതയും അതിൽ മാത്രം മതിച്ച് രസിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ, ഇപ്പോഴത്തെ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. കറക്റ്റ്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഇപ്പം സാറ് പറഞ്ഞതൊക്കെ തന്നെയാണല്ലേ, നമ്മൾ പറഞ്ഞ ആ ഒരു പൊരുളുമായിട്ട് അദ്ദേഹം യോജിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും കൂടെ കൂട്ടിച്ചേർത്ത് സമൂഹത്തിൽ കണ്ടുവരുന്ന രീതികളെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം അബ്ദുൽ ഖാദർ സാർ നമ്മുടെ അടുത്ത് വിവരിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾക്കറിയാം, നമ്മള് ഫാന്റസിയിൽ നിന്ന് റിയാലിറ്റിയിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നിങ്ങൾക്ക് പലവർക്കും പല സ്വപ്നങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് എവിടെയൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്? ഹലോ സാറേ, എനിക്ക് ഇടയ്ക്ക് ഇത് പോയായിരുന്നു കേട്ടോ, കട്ടായി പോയായിരുന്നു. ഓക്കെ, അബ്ദുൽ ഖാദർ കട്ടായി പോയി. ഞാൻ എന്റെ സംസാരം നിർത്തി കേട്ടോ സാറേ. സംസാരിക്കുന്നത് അബ്ദുൽ ഖാദറാണോ സംസാരിക്കുന്നത്? നേരത്തെ പറഞ്ഞു, നേരത്തെ സംസാരിച്ചു, അപ്പൊ ഇടയിൽ കട്ടായി പോയി. സോറി. ഓക്കെ സാർ പറഞ്ഞോളൂ. ഇനി കുഴപ്പമില്ല, ഞാൻ ഏകദേശം പറഞ്ഞായിരുന്നല്ലോ. കംപ്ലീറ്റ് കേട്ടില്ലായിരുന്നോ? അത് കേട്ടിരുന്നു, ഞാൻ കംപ്ലീറ്റ് കേട്ടിരുന്നു. കൺക്ലൂഡ് ചെയ്തു. ഓക്കെ സാർ. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മള് ഈ റിയാലിറ്റി, ഈ ഫാന്റസി ലൈഫിൽ നിന്ന് റിയാലിറ്റിയിലോട്ടേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അല്ലെ. നമ്മൾ ചെറുതായിട്ട് ഒരു പോയിന്റ് വൈസ് ആയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം കേട്ടോ. പ്രധാനമായിട്ടും നമ്മൾക്ക് പ്രശ്നം എന്ന് പറയുന്നത് ഫിനാൻസ് ആൻഡ് ജോബ്സ് അല്ലെ, സാമ്പത്തികം, അതുപോലെ തന്നെ ജോലി. ഇതെങ്ങനെയാണ് ഈ സാമ്പത്തികം, ജോലിയൊക്കെ ഒരു ഫാമിലിനെ തകർക്കുന്നു അല്ലെങ്കിൽ അവിടെയൊക്കെ ഒരു പ്രോബ്ലംസ് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം, നമ്മൾക്കൊരു കൃത്യമായ വരുമാന രീതി ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ ഗ്രോസറി എക്സ്പെൻസസ് അല്ലെ, നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടാകുന്ന ഭക്ഷണമായാലും ശരി, അതുപോലെ തന്നെ റെന്റൽ, വീടിനുള്ള മറ്റുള്ള ചെലവുകളാണെങ്കിലും ശരി, ഇങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും നമ്മൾ സഫർ ചെയ്യേണ്ട ഒരു അവസ്ഥ വരിക.
അല്ലെ? ഈ സഫർ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമ്പം ഓട്ടോമാറ്റിക്കലി ആയിട്ട് സ്ത്രീകളിൽ എന്തുണ്ടാവാം, സ്ട്രെസ് കൂടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇങ്ങനെ ഈ സ്ട്രെസ് കൂടുന്നതിന്റെ ഭാഗമായിട്ട് ഇവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ലെവൽ എന്താകും, വളരെ കുറച്ചും കൂടെ മോശമായ രീതിയിലോട്ടേക്ക് മാറി തുടങ്ങും. അങ്ങനെയാണ് ഈ ഫാമിലിയിലോട്ടേക്ക് ഒരു പ്രശ്നം, കുടുംബ പ്രശ്നമായിട്ട് ഈ ഫൈനാൻസ് മാറാനുള്ള സാധ്യതകൾ, സാമ്പത്തിക രീതിയിൽ മാറാനുള്ള സാധ്യതകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനോടൊപ്പം തന്നെ ഈ ജോബ് നമ്മൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അല്ലെ? ഈ ജോബ് എന്ന് പറയുന്നത് ചില കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താവ് കല്യാണം കഴിഞ്ഞ് 1 മാസത്തെ ലീവ് ഉണ്ടായേക്കാം, അല്ലെങ്കിൽ 10 ദിവസത്തെ ലീവോ 20 ദിവസത്തെ ലീവോ ഉണ്ടാവാം. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും ജോലിക്ക് പോകുന്നു. ഒരാളുടെ ജോലി രാവിലെ പോയി വൈകുന്നേരം വരികയാണെങ്കിൽ മറ്റൊരാൾ രാത്രിയിലായിരിക്കും ജോലിക്ക് പോകുന്നുണ്ടാവാം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്തും എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ അറിയണം. ഒരു ഭാര്യ ഭർത്താക്കന്മാരാകുന്ന സമയത്ത് ഈ ജോബിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അതിന്റെ ഒരു അഡ്ജസ്റ്റ് എന്താ പറയാ, കുറച്ചും കൂടെ കാര്യങ്ങൾ നോക്കി അതിന് ഫ്ലെക്സിബിൾ ആകുന്ന രീതിയിലോട്ടേക്ക് നമ്മുടെ ജോബിന്റെ സ്റ്റൈലും അല്ലെങ്കിൽ ആ ഒരു ടൈമിംഗ് ഒക്കെ നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്കിതിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ ഒരു ഹെൽത്ത്, ഈ ഹെൽത്ത് എന്ന് പറയുന്ന സമയത്ത് ഫിസിക്കൽ ആൻഡ് മെന്റൽ, ഈ രണ്ട് ഹെൽത്തും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? ഭാര്യയുടെയും ഭർത്താവിന്റെയും ആ കുടുംബത്തിലുള്ള അംഗങ്ങളുടെയും ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, അതിന് പ്രാധാന്യം കൊടുക്കുക. ഏതെങ്കിലും രീതിയിലുള്ള മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും സ്ട്രെസ്സോ ആങ്സൈറ്റിയോ അതുപോലത്തെ ഏതെങ്കിലും ഡിസോർഡേഴ്സ് എന്തെങ്കിലും നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു അസ്വസ്ഥതകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൃത്യമായി അതിന്റെ പ്രൊഫഷണൽസിനെ നിങ്ങൾ കാണുക. അത് നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകൾക്കാണ് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ നിങ്ങൾ നല്ലൊരു ഡോക്ടേഴ്സിന്റെ അടുത്ത് കൊണ്ടുപോയി കൺസൾട്ട് ചെയ്യുക. അതോടുകൂടി അവിടെ നമ്മൾക്ക് എന്താവും, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ അവിടെ വീണ്ടും നമ്മൾ പറഞ്ഞതുപോലെ പല രീതിയിലുള്ള സംസാരങ്ങൾ വരുന്നു. ഏറെക്കുറെ നമ്മൾ കേട്ടില്ല കണ്ടില്ല എന്ന് വെച്ച് മുന്നോട്ട് പോയെങ്കിൽ പോലും ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ ഇതൊക്കെ നമ്മളെ വല്ലാതൊരു കുത്തൽ ഉണ്ടാക്കിക്കൊണ്ട് തുടങ്ങും. അവിടെയാണ് പിന്നെ നമ്മളുടെ കൈവിട്ടു പോവുക, അവിടെയാണ് നമ്മളുടെ കൈവിട്ടു പോവുക എന്നുള്ളത് പറയുന്നത്. ഞാൻ ഓഡിയബിൾ ആണല്ലോ അല്ലേ? ഹലോ ഹലോ യെസ് സാർ, ഓഡിബിൾ. ഓക്കെ, ഫൈൻ. അതുപോലെ തന്നെ നമ്മൾ അടുത്തൊരു പോയിന്റിലോട്ടേക്ക് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫാമിലിയുടെ ക്യാരക്ടർ, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ക്യാരക്ടർ അല്ലെ? നമ്മൾ ഈ ബിഫോർ മാരേജ് എന്ത് ചെയ്യണം, ഈ ഫാമിലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ ഇത്രയും സബ്ജക്റ്റുകൾ നമ്മൾ സംസാരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഭയങ്കര അഭിപ്രായ വ്യത്യാസമുള്ള സബ്ജക്റ്റാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. പലർക്കും ഭയങ്കര അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫാമിലി ക്യാരക്ടർ ആൻഡ് ഇൻഡിവിജ്വൽ ക്യാരക്ടർ, ഈ ഫാമിലിയുടെ ഭാര്യയും ഭർത്താക്കന്മാരാകുന്ന ആളുകളുടെ രണ്ടുപേരുടെയും ഫാമിലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് അറിയണം നിങ്ങൾ ബിഫോർ മാരേജ്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ, ആ വ്യക്തിയെക്കുറിച്ച് വ്യക്തമായി നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ അത് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കണം. അത് ഓപ്പൺ ടോക്കിംഗ് ഇത് കൊണ്ടുവരണം നിങ്ങൾ അവിടെ. പക്ഷേ പലവരിലും എന്തില്ല, നിങ്ങൾ വീട്ടുകാർ നിർബന്ധിച്ചു, ഞാൻ കല്യാണം കഴിച്ചു, ആ കുട്ടിയെ ഇഷ്ടപ്പെട്ടു, ഞാൻ കല്യാണം കഴിച്ചു, ഇങ്ങനെ വരികയും ചെയ്യും. എന്നാൽ കുറച്ചൊരു പർട്ടിക്കുലർ ഇവർ ജീവിച്ച് തുടങ്ങി കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്തായിരിക്കും പിന്നെ നിന്റെ ഫാമിലി അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. നിന്റെ ഫാമിലി നിന്റെ ഫാമിലി പറഞ്ഞത് കൊണ്ടു, ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ചെയ്തു, നിന്റെ ഫാമിലിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെയാണ് ഉള്ള ആ രീതിയിലൊക്കെ. അതുപോലെ തന്നെ നീ ഇങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണല്ലോ. അങ്ങനെ ഇൻഡിവിജ്വൽ ആയാലും ശരി ഫാമിലി ആയാലും ശരി ഭയങ്കര മോശമായ രീതിയിലോട്ടേക്ക് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുക അവരെ കുറിച്ചിട്ട്. അത് വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടിയാണ്. നമ്മളിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു വെബിനാർ കഴിയുന്നതോടുകൂടി അല്ലെങ്കിൽ ഈ വെബിനാർ കേൾക്കുന്നതോടുകൂടി ആ സ്വഭാവം നമ്മൾ മാറ്റണം. റെസ്പെക്ട് ചെയ്യുക. അത് നമ്മുടെ ഭാര്യയുടെ ഭാര്യയുടെ പാരന്റ്സിനെയും നമ്മൾ എന്ത് ചെയ്യണം, റെസ്പെക്ട് ചെയ്യുക. ഭാര്യയാണെങ്കിൽ ഹസ്ബൻഡിന്റെ പാരന്റ്സിനെയും ഫാമിലീസിനെയും റെസ്പെക്ട് കൊടുക്കണം. ഈച്ച് അതർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള റെസ്പെക്ട് കൊടുത്ത് വേണം മുന്നോട്ട് പോകാൻ. ഇല്ലെങ്കിൽ 10 പ്രാവശ്യം ആ പെൺകുട്ടിയുടെ പാരന്റ്സിനെ കുറിച്ചോ കുടുംബത്തെ കുറിച്ചോ മോശമായി ചിത്രീകരിക്കപ്പെടുമ്പോൾ, മോശമായി പറയുന്ന സമയത്ത് അവർ കേട്ടുകൊണ്ടിരിക്കും. 11ാമത്തെ പ്രാവശ്യം അവരിലേട്ടേക്കും ഈ കേട്ട് കുറച്ച് കഴിയുന്ന സമയത്ത് അവരെന്താവും, പ്രതികരിച്ചു തുടങ്ങും. ആ പ്രതികരണം ഭർത്താവിന് ഇഷ്ടപ്പെടാതെ വരും. അതുപോലെ തന്നെ ഓപ്പോസിറ്റും ഉണ്ടാവും, ഇഷ്ടപ്പെടാതെ വരും. അവിടെയും എന്തുണ്ടാണ്, ഒരു ഫാമിലിയിൽ പ്രോബ്ലം ഉടലെടുക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു മാരേജ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലോട്ടേക്ക് പോകുന്നതിന് മുൻപേ തന്നെ ആ 2 കുടുംബത്തെ കുറിച്ച് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തി എന്താണെന്നും അവരുടെ ക്യാരക്ടർ എന്താണെന്നും അവർക്ക് ഏതൊക്കെ രീതിയിലുള്ള സ്വഭാവ രീതികൾ ഉണ്ടെന്നൊക്കെ ഉള്ളത് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബിഫോർ മാരേജ്. ആഫ്റ്റർ മാരേജ് കുറച്ചു കാലം ജീവിച്ചു കഴിയുമ്പോൾ ഇതൊന്നും എല്ലാം എനിക്ക് ഇങ്ങനെയൊന്നും പറ്റില്ല, ഇതാണെന്നൊക്കെ പറയുന്നതിനേക്കാൾ ബെറ്റർ ആണല്ലോ ബിഫോർ മാരേജ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിന്റെ ഒരു പ്രസന്റ് സിറ്റുവേഷൻ അല്ലെ, ഇപ്പൊ നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ഇപ്പൊ നിലനിൽക്കുന്ന ഒരു അവസ്ഥ എന്താണ് നമ്മൾ മനസ്സിലാക്കണം.
ഏതൊരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത്. അതിനെക്കുറിച്ച് അടുത്ത പോയിന്റുകൾ പറഞ്ഞ സമയത്ത് ഞാൻ ഒന്നും കൂടെ ക്ലാരിഫൈ ചെയ്ത് പറയാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു റെസ്പെക്ട് ഫാമിലി ആൻഡ് പാരന്റ്സ് എന്നുള്ളത് അല്ലെ, അതൊക്കെ നമ്മൾക്ക് റെസ്പെക്ട് കൊടുക്കേണ്ടടുത്ത് കൊടുത്തില്ലെങ്കിൽ ഇതൊക്കെ ഒരു കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിനെ കുറിച്ച് തന്നെയാണ്. അതിലൊന്നും യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരും ഈച്ച് അതർ സപ്പോർട്ട് ചെയ്യണം അല്ലെ. അവരെ എന്ത് ചെയ്യണം, റെസ്പെക്ട് ചെയ്യുക, ഈച്ച് അതർ സപ്പോർട്ട് ചെയ്യാം. ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ റെസ്പെക്ട് ചെയ്യണം, ഭർത്താവാണെങ്കിൽ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് കൊടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മളെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലംസും ഇല്ലാത്ത ലൈഫാണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഈ ലോകത്ത് അങ്ങനെ ലൈഫ് ഉണ്ട് ആർക്കെങ്കിലും എന്നും ഭയങ്കര ഹാപ്പിനെസ്സോട് കൂടി പോകുന്നത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതിനെക്കുറിച്ച് എനിക്ക് നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്ന് അറിയണമെന്നുണ്ട്. അതായത് ഒരു പ്രോബ്ലം ഇല്ലാതെ എന്നും ഹാപ്പി ആയിട്ട് പോകുന്ന കുടുംബങ്ങളുണ്ടോ? നോ നെവർ. ലോകത്ത് അങ്ങനെ ഒരു സങ്കടമേ ഇല്ല, അല്ലെങ്കിൽ ലോകത്തിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അങ്ങനെ വെറും ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു കുടുംബം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നോ നെവർ. നെവർ. കറക്റ്റ്. കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ഇല്ല ഇല്ല എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ രണ്ട് ഇൻഡിവിജ്വൽസ് ആണ് അല്ലെ, രണ്ട് വ്യക്തികൾ തമ്മിൽ ഇങ്ങനെ കൂടിച്ചേർന്ന് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം എന്താണ്, തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും. രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ള ആൾക്കാരാണ്. ഇവർ തമ്മിൽ യോജിച്ചു പോവാന്ന് പറയുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ പലപ്പോഴും ഈ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന പദം ഉപയോഗിക്കരുത് എന്നുള്ളത്. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞും കണ്ടും മനസ്സിലാക്കിയിട്ട് വേണം ഒരു കുടുംബജീവിതം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പറയുന്നത്. അല്ലാതെ ഞാൻ അവക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ ടേംസ് യൂസ് ചെയ്യരുത്. അങ്ങനെ ടേംസ് വരുന്നതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഹാപ്പി അല്ല, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സന്തോഷമുള്ള വ്യക്തികളല്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യുക. എന്താണ് പ്രോബ്ലംസ്, എവിടെയാണ് നമ്മുടെ പ്രശ്നം, ഒന്നെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാൻ സെൽഫ് അനാലിസിസ്. നിങ്ങളുടെ ഫാമിലിയിൽ വന്നിട്ടുള്ള ഒരു കോൺഫ്ലിക്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഈ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു പദം നിങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ പിന്നിൽ ഒരു കഥകളുണ്ട്, 100% ഉണ്ട്. ആ കഥകൾ എന്താണ്, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം എന്താണെന്നുള്ളത് നിങ്ങൾ വ്യക്തമായി ഇവാലുവേറ്റ് ചെയ്യാം. എവിടെ നിന്ന് ഉടലെടുത്തു, എന്തുകൊണ്ട് അങ്ങനെ ഒരു കോൺഫ്ലിക്ട് വരുന്നു, അതിനൊന്ന് സെൽഫ് അനാലിസിസ് കൊടുക്കുക. അവിടെ നിങ്ങൾ തീരുമാനിക്കുക ഏത് രീതിയിൽ അതിനെ കൺക്ലൂഷൻ കൊടുക്കണം, ഏത് രീതിയിൽ അതിനെ സോർട്ട് ഔട്ട് ചെയ്യണം, ഏത് രീതിയിൽ അതിന് സൊല്യൂഷൻ കണ്ടെത്തണം, ഞാൻ എന്ത് ചെയ്താലാണ് ഈ ഒരു പ്രശ്നം നമ്മൾക്ക് ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളത്. അതും ഈ ബിഗിനിങ് ദ സ്റ്റേജ്, അതായത് ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു മനസ്സിൽ എവിടെയൊക്കെയോ ഒരു അതൃപ്തി വരുന്ന ആ ഒരു സമയം തന്നെ നിങ്ങൾ ഇത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സക്സസ്ഫുള്ളി നിങ്ങളുടെ ലൈഫ് വീണ്ടും നല്ല രീതിയിൽ ഇപ്പം ഉള്ളതിനേക്കാൾ മനോഹരമായിട്ടുള്ള ജീവിത ശൈലിയിൽ അല്ലെങ്കിൽ ജീവിത രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. എന്നാൽ എന്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? പലവരും എന്ത് ചെയ്യില്ല, ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയില്ല അല്ലെ. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുടെ ഉള്ളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ഭാര്യ ഭർത്താവിനോട് അത് പറയില്ല. ഭർത്താവ് അത് ഇവരുടെ മുഖഭാവത്തിൽ നിന്നോ ബോഡി ലാംഗ്വേജിൽ നിന്നൊക്കെ കണ്ടെത്തി മനസ്സിലാക്കണം. ചില ഭർത്താക്കന്മാർ ഇത് കണ്ടെത്തി വളരെ റൊമാൻസോട് കൂടി, അല്ലെങ്കിൽ അവർ അടുത്തിരുത്തി വിളിച്ചിരുത്തിക്കൊണ്ട് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവർക്ക് നല്ല അഡ്വൈസ് കൊടുക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. നേരെ മറിച്ച് ഓപ്പോസിറ്റ് ഉള്ളവരുണ്ട്. ഈ പെൺകുട്ടിയുടെ മുഖത്ത് കാണുന്ന ഒരു നമ്മൾ പറയുന്നത് പോലെ ഒരു കറുത്ത മുഖം എന്ന് പറയുന്നുണ്ട് അല്ലെ, കാരണം ചിരികളൊന്നുമില്ല, സന്തോഷങ്ങളില്ല, എന്നും ഭർത്താവിനെ കാണുമ്പോൾ ഒരു അതൃപ്തി ഉള്ളത് പോലെ ഒരു ദേശീയ മനോഭാവം സൃഷ്ടിച്ചുകൊണ്ട് മുഖത്ത് അങ്ങനെ കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന പെൺകുട്ടികൾ. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഭർത്താക്കന്മാർ അത് ചോദിക്കുകയില്ല, മനസ്സിലാക്കുകയില്ല. അവർക്ക് ഇറിറ്റേഷൻ കൂടിക്കൊണ്ടിരിക്കും അവരുടെ മൈൻഡിൽ. അവരോടുള്ള അറ്റാച്ച്മെന്റ് കുറഞ്ഞു വരും അല്ലെ. ഈ അറ്റാച്ച്മെന്റ് കുറഞ്ഞു വരുമ്പോഴും അവിടെ എന്താണ്, പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആ ഒരു സമയത്ത് തന്നെ അങ്ങനെ ഒരു തോട്ട് വരുമ്പം തന്നെ നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾക്കൊരു പ്രൊഫഷണൽ സഹായം ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലി കൗൺസിലേഴ്സ് അവൈലബിൾ ആണ്. അവിടെ നിങ്ങളൊരു ഫാമിലി കൗൺസിലറിനെ പോയി കണ്ട് നിങ്ങൾ രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ തുറന്ന് സംസാരിച്ച് ആവശ്യമുള്ള ഒരു തെറാപ്പികളും സിറ്റിങ്സും എടുത്തു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മളത് ചെയ്യില്ല. കാരണം നമുക്ക് പലവർക്കും ഈ ഒരു കൗൺസിലിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ഒരു കപ്പിൾ തെറാപ്പികളെ കുറിച്ചോ വ്യക്തമായ ധാരണകളില്ല. അപ്പൊ അങ്ങനെ ഇല്ലാതെ വരുന്ന പല പ്രശ്നങ്ങളിലേക്കും ഈ ഒരു ചെറിയ സാധനം ഇങ്ങനെ വീർപ്പിച്ച് വലിയൊരു വിപ്ലവമാക്കി മാറ്റി അവസാനം ഡൈവോഴ്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അങ്ങനെ ഉണ്ട്. നമ്മൾക്ക് ഈ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, ഡിറ്റാച്ച് ആയി ഇങ്ങനെ പോയി പിന്നെ ഒരിക്കലും കൂടിച്ചേരാൻ പറ്റാത്ത രീതിയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇവർ തമ്മിൽ, എവിടെയൊക്കെയോ, പക്ഷെ മനസ്സുകൊണ്ട് ഇവർക്ക് അടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടേക്ക് പോകും. അങ്ങനെ ഒരു വിപ്ലവകരമായിട്ടുള്ള മനോഭാവ രീതികളിലോട്ടേക്ക് ഇവർ മാറിയിരിക്കുകയും ചെയ്യും. അവരെ പിടിച്ച് നമ്മൾ അറ്റാച്ച് ചെയ്യാന്ന് പറയുന്നത് നോട്ട് ഈസി. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും രീതിയിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റ് എ ടൈമിൽ നല്ലൊരു പ്രൊഫഷണൽ സഹായം തേടണം എന്നുള്ളതാണ്. യെസ്, ആരോ സംസാരിച്ചിരുന്നു. ഹലോ, ആരോ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ.
പിന്നെ അതുപോലെ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, കാരണം ഒരുപാട് സൈക്കാർട്ടിസ്റ്റുകളും സൈക്കോ അനാലിസിസുകളും എല്ലാം പഠനം നടത്തിയ സമയത്ത് പറയുന്ന മർമ്മപ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ് ആണ് കുടുംബജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത് ക്വാളിറ്റി ടൈം. അല്ലെ, ക്വാളിറ്റി ടൈം. ഇന്ന് പലവർക്കും ഇല്ലാത്തതും അത് തന്നെയാണ്, ക്വാളിറ്റി ടൈം എന്നുള്ളത്. രണ്ടുപേര് മാത്രമായിട്ടുള്ള സമയം, ഭാര്യയും ഭർത്താക്കന്മാരും മാത്രമായിട്ടുള്ള ഒരു സമയം, അവരുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഫോണുകളും ഇലക്ട്രോണിക്കൽ ഡിവൈസസും ജോബും കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചു കൊണ്ടിട്ടുള്ള ഒരു സമയം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അതെല്ലാ ദിവസവും വേണമെന്നില്ല, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അങ്ങനെ ഒരു സമയം നിങ്ങൾ കണ്ടെത്തണം, നിങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു സമയം, ക്വാളിറ്റി ടൈം. ഈ ക്വാളിറ്റി ടൈം നിങ്ങൾ എന്ന് കണ്ടെത്തുന്നോ ആ ക്വാളിറ്റി ടൈമിന് ആ നല്ല രീതിയിൽ അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നോ അവിടെ വീണ്ടും വീണ്ടും നമ്മൾക്ക് ഈ സ്നേഹം കൂടിക്കൊണ്ടേയിരിക്കും. അല്ലെ, എവിടെയൊക്കെയോ നമ്മുടെ റൊമാൻസും ആ ഒരു പൈങ്കിളിയും ഒക്കെ നേരത്തെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ലേ, ആ ഒരു ചില സമയത്ത് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് ആ ഒരു പൈങ്കിളി രീതികളൊക്കെ. ഇവിടെയാണ്, ഈ ക്വാളിറ്റി ടൈമിലാണ് അതിന് നമ്മൾ കൊണ്ടുവരേണ്ടത്. രസകരമായ അപ്പം ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഫർദർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്വാളിറ്റി ടൈമിൽ ഉണ്ടായിട്ടുള്ള നല്ല മൊമെന്റ്സ്, നല്ല മെമ്മറീസ്, ആ റൊമാൻസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. ഭാര്യ ഭർത്താവിന്റെ മടിയിൽ തല ചായ്ച്ച് കിടന്നുകൊണ്ട് അവരുടെ തലയിലൂടെ കൈവിരലുകൾ ഓടിച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ അല്ലെ. പാടാൻ അറിയുന്നവരാണെങ്കിൽ 2 വരി പാട്ടുകൾ പാടിക്കൊടുത്ത ആ നിമിഷങ്ങൾ അല്ലേ. ഇനിയിപ്പം ഭാര്യ ഭർത്താവിന് ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് ഭാര്യയുടെ കൈകൊണ്ട് ഭർത്താവിന് കൊടുത്തു, അല്ലെങ്കിൽ ഭർത്താവ് കിട്ടുന്ന സമയങ്ങളിൽ ഭാര്യക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നു. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ക്വാളിറ്റി ടൈം അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അത് രണ്ടുപേരുടെയും സ്വഭാവ രീതി വെച്ചുകൊണ്ട് എവിടെ ഏത് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിലാണ് അവർ ഏറ്റവും കൂടുതൽ ഹാപ്പി ആകുന്ന ആ രീതിയിൽ. ചിലവർക്ക് പുറത്ത് പോയി ഒരുമിച്ചിരുന്ന് ഐസ്ക്രീമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫുഡോ കഴിച്ചു കഴിഞ്ഞാൽ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലെ. ഇപ്പൊ ഞാൻ പറഞ്ഞു തരാം, അത് പല സ്ത്രീകളിലും പല രീതിയിലാണുള്ളത്. അത് ഞാൻ പറഞ്ഞു, അതിനെ നമ്മൾ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള സമയങ്ങൾ, ആ ഒരു ക്വാളിറ്റി ടൈം നമ്മൾ കണ്ടെത്തണം. എത്ര ആളുകളുടെ ഫാമിലിയിൽ ഈ ക്വാളിറ്റി ടൈം കിട്ടുന്നുണ്ട് ഒന്ന് പറയാമോ? ആർക്കെങ്കിലും 1-2 പേര് ഒന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കാമോ? ഈ ക്വാളിറ്റി ടൈം അല്ലെ, എത്ര പേര് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്? അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ വെബിനാറിൽ ഇരിക്കുന്ന ആൾക്കാർ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ക്വാളിറ്റി ടൈം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്? അല്ലെങ്കിൽ അങ്ങനെ ഒരു ആ ഒരു ക്വാളിറ്റി ടൈമിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ? യെസ് സാർ, കിട്ടാറുണ്ട്. ഓൾവേസ് ക്വാളിറ്റി ടൈം. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഒത്തിരി പേര് എസ് എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഉണ്ടെന്നുള്ളത് ഒത്തിരി പേര് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് സന്തോഷം അത് കാണുന്ന സമയത്ത്. കാരണം നമ്മൾ ഈ ഫാമിലി കൗൺസിലിംഗ് ഏറ്റെടുത്ത് സെക്ഷനിലൂടെ സെഷനിലൂടെ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന പല കാര്യത്തിൽ ഒരു കാര്യം ഇതാണ്, നല്ലൊരു ക്വാളിറ്റി ടൈം ഇവർക്ക് രണ്ടുപേർക്കും ഇല്ലാന്നുണ്ട്. രണ്ടുപേരും ഭയങ്കര ബിസി ലൈഫിലൂടെ മുന്നോട്ട് പോകുന്നു. രണ്ടുപേരും ഒരുമിച്ചുള്ള സമയത്താണെങ്കിൽ വേണ്ട രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്യുന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവർ മാക്സിമം അവർ ഫോണിലായിരിക്കും. ഒരാളൊരു രണ്ടുപേരും റൂമിലാണെങ്കിൽ 2 അറ്റത്ത് നിന്ന് ഫോണിൽ കളിക്കുന്നുണ്ടാവും. കാരണം ഇന്ന് സോഷ്യൽ മീഡിയ അങ്ങനത്തെ ഒരു ലോകത്തിലൂടെയാണല്ലോ, അങ്ങനെ ഒരു ഇതിലൂടെയാണ് നമ്മൾ എല്ലാവരും പോകുന്നത് അല്ലെ. അപ്പൊ അതിലായിരിക്കും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവാം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അപ്പൊ അവിടെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ക്വാളിറ്റി ടൈം എന്നുള്ളത്. അത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. അങ്ങനെ എടുക്കാത്ത ആൾക്കാരാണെങ്കിൽ അതിനെ കൊണ്ടുവരണം. അത് ഏത് രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. അതുപോലെ തന്നെ കുടുംബത്തിൽ, അതായത് വിവാഹ ജീവിതം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് സെക്സ് എന്ന് പറയുന്നത് അല്ലെ. ഈ ഭാര്യ ഭർത്താക്കന്മാരുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ, അത് വളരെ ആവശ്യകതയുള്ള ഒരു കാര്യം തന്നെയാണ്, ഒരു ബയോളജിക്കൽ നീഡ്സ് തന്നെയാണ് അത്. ഇല്ല, കിട്ടാറില്ല, ബിസിനസ് മൈൻഡിൽ ഇരുന്നാൽ എവിടുന്ന് കിട്ടാനെന്ന് പറഞ്ഞ ആൾക്കാർ പറയുന്നുണ്ട്. ഓക്കെ, ഫൈൻ, ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കാം. അപ്പൊ ഞാനിപ്പോ വന്നിരിക്കുന്ന പോയിന്റ് സെക്സ് ഡിസോർഡറിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ നമ്മൾക്ക് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്, ഒരു ബയോളജിക്കൽ നീഡ് തന്നെയാണ് സെക്സ് എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ അത് ഉണ്ടാവണം നിർബന്ധമായിട്ടും. പക്ഷെ അതിൽ ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാർ ഉണ്ടാവാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യില്ല, പുറത്ത് പറയില്ല. എന്തെങ്കിലും രീതിയിലുള്ള പ്രോബ്ലംസ്, ഡിസ്ഫങ്ഷൻസ് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഉദ്ധാരണ ശേഷിയിലുള്ള പ്രോബ്ലംസ്, അതുപോലെ മറ്റുള്ള സെക്സിൽ വരുന്ന മറ്റു ഒരുപാട് ഡിസോർഡേഴ്സ് ഉണ്ട്. അത്തരത്തിലുള്ള ഫേസ് ചെയ്യുന്ന ആളുകൾ, അത് സ്ത്രീകളിലുണ്ട് പുരുഷന്മാരിലുണ്ട്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവർ നല്ലൊരു ഡോക്ടറിനെ കാണിക്കണം. അതുപോലെ തന്നെ ഈ കപ്പിൾ തെറാപ്പി ചെയ്യുന്ന കൗൺസിലേഴ്സ് ഉണ്ട്, അവരെ നിങ്ങൾ പോയിട്ട് സംസാരിക്കണം. അവരതിന് കറക്റ്റ് ഗൈഡൻസ് നിങ്ങൾക്ക് തരും. പക്ഷെ നമ്മൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യില്ല, പേടിയാണ് അല്ലെ. ഒരു പ്രാവശ്യം ഒരു പാർട്ട്ണറിനെ തൃപ്തിപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ 1-2 പ്രാവശ്യം ആ ഒരു രീതിയിൽ, ആ ഒരു ലെവലിലോട്ടേക്ക് വരുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ തീർന്നു.
പിന്നെ അവര് തമ്മിലുള്ള ആ ഒരു റിലേഷൻ, ഫിസിക്കൽ റിലേഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ പ്രശ്നങ്ങളുണ്ടാവും അല്ലെ? അവിടെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും. ഇതിപ്പം ഒരു പുരുഷനെയാണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ സ്ത്രീ വിചാരിക്കും, ഇദ്ദേഹം എന്തുകൊണ്ട് എന്നെ തൊടുന്നില്ല, ഇദ്ദേഹത്തിന് എന്താണ് എന്നോട് ഇത്ര ദേഷ്യം, ഇദ്ദേഹത്തിന്റെ സ്നേഹം എന്തുകൊണ്ട് എന്നോട് അറിയിക്കുന്നില്ല, ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് എന്നോട് റൊമാൻസ് ഇല്ല. അവിടെ അവർക്ക് സംശയങ്ങൾ ഉടലെടുക്കും. ഇദ്ദേഹം ഒരു പുറത്തുള്ള മറ്റേതോ സ്ത്രീകളുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, അത് കാരണത്താലാണ് ഇദ്ദേഹത്തിന് എന്നോട് താല്പര്യമില്ലായ്മ കാണുന്നത്. യഥാർത്ഥത്തിൽ എന്താ പ്രശ്നം? ഇദ്ദേഹം ഏതെങ്കിലും രീതിയിലുള്ള സെക്സൽ ഡിസോർഡർ ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. എന്തെങ്കിലും പ്രോബ്ലംസ് ഇദ്ദേഹത്തിൽ ഉണ്ടാവും സെക്സിനെ ബേസ് ചെയ്തിട്ട് വരുന്ന സമയത്ത്, ആ ഫിസിക്കലിലോട്ടേക്ക് പോകുന്ന സമയത്ത്. അത്തരമുള്ള ആൾക്കാർക്ക് എന്തില്ല, അങ്ങനെ ഒരു ഫിസിക്കൽ ഇതിലോട്ടേക്ക് വരില്ല അവർ. അങ്ങനെ വരുന്ന സമയത്ത് പ്രശ്നം ഉടലെടുക്കും. അത് നേരെ ഓപ്പോസിറ്റും ആവാം, സ്ത്രീകളിൽ ഉണ്ടാവാം. ചില സ്ത്രീകളിൽ ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം സെക്സിനോട് ഒട്ടും താല്പര്യമില്ലാത്ത സ്ത്രീകളുണ്ട്. അതൊക്കെ പ്രോബ്ലംസ് ആണ്, അതൊരു ഡിസോർഡർ ബേസിൽ വരുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. പുരുഷന്മാരിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ശരി, ലൈംഗികതയിൽ പുരുഷന്മാർ അനുഭവിക്കുന്ന പ്രശ്നമാണ് ആണെങ്കിലും ശരി, സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണെങ്കിലും ശരി, അതിനുള്ള നല്ല ട്രീറ്റ്മെന്റ് ഉണ്ട്. അതിനെ ഒരു എന്താ പറയാ, സൈക്കോളജിക്കൽ ബേസ്ഡ് ട്രീറ്റ്മെന്റ് വേണം. അതുപോലെ തന്നെ അതൊരു ഫിസിഷ്യനെ കണ്ടുകൊണ്ടിട്ടുള്ള ചെയ്യുന്ന ട്രീറ്റ്മെന്റുകളുണ്ട്. മെഡിസിൻ എടുക്കേണ്ടതിൽ മെഡിസിൻ എടുക്കണം, അല്ലെങ്കിൽ വെറും ഒരു തെറാപ്പി കൊണ്ട് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ അത് മാറ്റിയെടുക്കാനും പറ്റുന്നതാണ്. പക്ഷെ നമ്മൾ ഇതെല്ലാം ഒളിപ്പിച്ചു വെക്കുകയാണ് പരിപാടി, ഇല്ലേ? ഇതാരും എന്ത് ചെയ്യില്ല, പുറത്ത് പറയില്ല. നാണക്കേടാം, ഇല്ലേ? നാണക്കേടാ അവർക്ക്, പുറത്ത് പറയുന്ന നാണക്കേടാണ്. അതുകൊണ്ട് എന്തായി, ജീവിതം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും. എവിടെയെങ്കിലും ഒരു അവസ്ഥയിൽ എത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? രണ്ടുപേരും അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നതിൽ ഡിറ്റാച്ച്മെന്റ് ആയിട്ട് രണ്ട് ഭാഗത്തോട്ടേക്ക് മാറുന്നു, അല്ലെ? ഒരു ബെഡിലാണ് കിടക്കുന്നത്, പക്ഷെ രണ്ട് അറ്റത്തെ കടന്നുറങ്ങുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലോട്ടേക്ക് വരുന്നു. അത് മാറ്റിയെടുക്കും. സെക്സ് എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു സ്ത്രീയെയും പുരുഷന്മാരെയും, ഭാര്യയും ഭർത്താക്കന്മാരെയും ഒന്നും കൂടെ അവരുടെ മനസ്സിനെയും ശരീരത്തെയും ഇണക്കി ചേർക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ്. അത് നമ്മളുടെ ഒരുപാട് സ്ട്രെസ് ആണെങ്കിലും ശരി, നമ്മളെ മറ്റുള്ള ലൈഫിൽ എന്ത് പ്രോബ്ലംസ് ആണെങ്കിലും ശരി, എല്ലാത്തിനും ആ ഒരു സൊല്യൂഷൻ ബേസ് അല്ലെങ്കിൽ ഒരു റിലീഫിങ് കിട്ടുന്ന ഒരു ഇതും കൂടെ തന്നെയാണ് സെക്സ് എന്ന് പറയുന്നത്. അത് ആവശ്യമുള്ള ഒരു സംഭവം തന്നെയാണ്, അല്ലെ? പലവരും അത് പറയുന്ന സമയത്ത് ഇപ്പൊ എന്താ പറയാ, ഒരു ചമ്മലോ അല്ലെങ്കിൽ പുറത്ത് പറയാനുള്ള മടികളോ, ആരോടും ഷെയർ ചെയ്യാതെ ഒളിപ്പിച്ചു വെക്കുന്ന പരിപാടികളൊക്കെ കാണാറുണ്ട്. അതിന്റെ ആവശ്യകതയില്ല. നിങ്ങൾ നല്ലൊരു പ്രൊഫഷണലിന്റെ സഹായം തേടുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ആഗ്രഹങ്ങളും ശീലങ്ങളും മൂല്യങ്ങളും, അല്ലെ? ഇതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം. നിങ്ങൾ തുറന്ന് പറഞ്ഞാലേ അറിയുള്ളൂ, അല്ലാതെ ഒന്നും ഇതെന്താ അറിയാൻ വേണ്ടി പോകുന്നില്ല. അതുപോലെ തന്നെ പുരുഷന്മാര് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ആർത്തവ സമയം, അല്ലെ? സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഈ ആർത്തവ സമയം, ആ സമയത്ത് ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സ്, അതിനെക്കുറിച്ച് പുരുഷൻ അറിയണം. അവൾ ഇത്ര നാളും കണ്ട സ്വഭാവമല്ല പിന്നീട് വരുമ്പോൾ കാണുന്നത്. എന്തുകൊണ്ട് അവൾ എന്നോട് ദേഷ്യപ്പിടിക്കുന്നു, എന്താണ് അവളുടെ പ്രശ്നം? നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അവർ രണ്ടിങ്ങോട്ട് പറയുന്നു, നമ്മൾ 10 അങ്ങോട്ട് പറയുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അല്ലെ? അപ്പൊ അവിടെ നമ്മൾ ഒരു പുരുഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ആർത്തവം എന്താണെന്ന് അറിയണം, ആ സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നത്തെ കുറിച്ച് മനസ്സിലാക്കണം. ആ സമയത്ത് നമ്മൾ അറിയണം അവർക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവാം. അതേപോലെ തന്നെ ഈ ആർത്തവ സമയത്ത് ഭർത്താവിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സ്ത്രീകൾ ഒരുപാട് കാര്യങ്ങൾ. അത് ഓപ്പൺ ആയിട്ട് ഭർത്താവിന് പറഞ്ഞു കൊടുക്കണം. പല പുരുഷന്മാർക്കും ഈ സംഭവങ്ങൾ അറിയുന്നില്ല. അപ്പൊ അവിടെ നമ്മൾ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, എനിക്ക് വയ്യ, എനിക്ക് അടിവയറ് വേദനയാണ്, എനിക്ക് വൊമിറ്റിംഗ് ഫീൽ ചെയ്യുന്നുണ്ട്, തലവേദനയാണ് എനിക്ക്, ഞാൻ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളൊരു ചൂടുവെള്ളം എടുത്ത് തരണം, അല്ലെങ്കിൽ എന്നെ ഒന്ന് തലോടണം, അല്ലെങ്കിൽ എന്നോടൊന്ന് സംസാരിക്കണം, എന്റെ കൈ ഒന്ന് ഹോൾഡ് ചെയ്ത് ഒന്ന് പിടിക്കണം, അല്ലെങ്കിൽ എന്റെ കാലുകളുടെ മസിൽസ് പെയിൻ ഉണ്ട്, അവിടെ എനിക്കൊന്ന് മസാജ് ചെയ്ത് തരണം. ഓപ്പൺ ആയിട്ട് നിങ്ങൾ പറയണം നിങ്ങൾ ഹസ്ബൻഡിന്റെ അടുത്ത്. നിങ്ങൾ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് മിണ്ടാതെ കിടക്കുവാണ്. അദ്ദേഹം വരുമ്പം അദ്ദേഹത്തിന് ഇത് അറിയില്ല. അദ്ദേഹം നിങ്ങളുടെ അടുത്ത് പറയും, ചായ എടുക്കുക, വെള്ളം എടുക്കുക, അല്ലെങ്കിൽ ചോറ് എടുക്കുക, അത് നീ ഇത് ചെയ്തില്ല, അത് ചെയ്തില്ല, ഇതെന്ത് ഇവിടെ കാണുന്നു, ഇതെന്ത് അവിടെ കാണുന്നൊക്കെ ചോദിച്ച് ഇപ്പൊ ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ആ പ്രശ്നം, പ്രത്യേകിച്ച് ആർത്തവ സമയം മൂഡ് സ്വിങ്സ് ഉള്ള ഒരു ടൈമാണ്, അതെല്ലാം കൂടി ഭയങ്കരമായിട്ട് അങ്ങ് പൊട്ടിത്തെറിക്കും. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പെൺകുട്ടി ലവ് ലാംഗ്വേജസ് ഉണ്ട്, അത് പുരുഷന് അറിയണം. നമ്മളുടെ പാർട്ട്നേഴ്സിന്റെ ലവ് ലാംഗ്വേജ് എന്തെന്ന് അറിയണം. ഈ ലവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് നമ്മൾ അവരുടെ കൂടെ നിൽക്കുന്ന ഒരു സമയം അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളതായിരിക്കും. അതാണ് അവരുടെ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അവിടെയാണ് അവർ കൂടുതലായിട്ട് സ്നേഹം നമ്മളിലേക്ക് കാണിക്കുന്നത് എന്ന് പറയുന്നത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുന്നത്, അവരുടെ ബർത്ത്ഡേ ഡേറ്റ് ഓർമ്മിക്കുന്നു, ആ സമയത്ത് നമ്മൾ ഗിഫ്റ്റുകൾ കൊടുക്കുന്നു, അവിടെയൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതൊക്കെ അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതായിരിക്കും ചില സ്ത്രീകളുടെ ലവ് ലാംഗ്വേജ്. ചില സ്ത്രീകൾക്ക് വേറൊന്നും വേണ്ട, നമ്മൾ എന്ത് ചെയ്യുന്നു അതിന്റെ കൂടെ നമ്മളെ ഹസ്ബൻഡിനും കൂടി ചേർന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. കിച്ചണിൽ നമ്മൾ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയോ, അല്ലെങ്കിൽ വെജിറ്റേബിൾസ് കട്ട് ചെയ്യോ, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരും കൂടെ നമ്മൾ കൂടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം
ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ സ്ത്രീയിലും വ്യത്യസ്തമായിട്ടുള്ള ലവ് ലാംഗ്വേജ് ആണ്. അപ്പൊ നമ്മൾ അറിയണം ഏത് ലവ് ലാംഗ്വേജ് ആണ് നമ്മുടെ പാർട്ട്ണറിന് ഉള്ളത് എന്നുള്ളത്. അത് മനസ്സിലാക്കിയിട്ട് അതിന് കൂടുതൽ സമയം കൊടുത്തുകൊണ്ട് അതിനെ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ അവർക്ക് അതിനുള്ള സമയം കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും നമ്മളുടെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, അത് ഏത് കാര്യമാണെങ്കിലും ശരി, നിങ്ങൾ കഴിക്കുന്ന ആഹാരം ആയിക്കോട്ടെ, നിങ്ങൾ ഇടുന്ന ഡ്രസ്സിന്റെ കേസിലായിക്കോട്ടെ, അതുപോലെ തന്നെ നിങ്ങളുടെ റൊമാൻസിന്റെ കാര്യത്തിലായിക്കോട്ടെ, അതിനൊരു വ്യക്തത നിങ്ങൾ വരുത്തിക്കണം. എന്താണ് ഇഷ്ടം, എന്താണ് അനിഷ്ടങ്ങൾ, അല്ലെ, ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. അത് തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാം നിങ്ങൾ, അല്ലെ. നമ്മൾ പലവരും എന്ത് ചെയ്യുന്നു, വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ പാസ്റ്റ് കഴിഞ്ഞു പോയിട്ടുള്ള ഒരുപാട് ചരിത്രങ്ങളൊക്കെ നമ്മൾ പറയും. അതൊക്കെ വെട്ടിത്തരം, അതൊക്കെ ഒഴിവാക്കുക. അതൊക്കെ കഴിഞ്ഞു, പാസ്റ്റ് ഈസ് പാസ്റ്റ്. നിങ്ങളുടെ ലൈഫ്, നിങ്ങൾ മാരേജ് ചെയ്ത് പുതിയ ജീവിതം തുടങ്ങി അവിടെ മുതൽ മുൻപോട്ടേക്ക് നിങ്ങൾ നോക്കുക. അല്ലാതെ എവിടേക്കോ കഴിഞ്ഞു പോയ കുറെ കാര്യങ്ങൾ, ഞാൻ പണ്ട് അയാൾ പ്രണയിച്ചു, ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ ഇവിടെ ഇത് ചെയ്തു, അത് ചെയ്തു, അങ്ങനെ കുറെ ആവശ്യമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ വെച്ച് പിന്നെ ഈ ഒരു മാറ്ററാണ് പുതിയൊരു പ്രശ്നത്തിന് കാരണമാകുന്നത്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് എന്നുള്ള കാര്യങ്ങൾ, അത് ഏത് കാര്യങ്ങളാണെങ്കിലും ശരി, നിങ്ങൾ അത് തുറന്ന് അങ്ങോട്ടും കൊണ്ട് സംസാരിക്കുക, മനസ്സിലാക്കുക. ഒരാൾ വെജിറ്റബിൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അടുത്ത ആൾ മറ്റേ നോൺ വെജ് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും. അങ്ങനെയാണെങ്കിൽ 2 ദിവസം വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം രണ്ടുപേരും ഒരുമിച്ചെടുത്ത് തീരുമാനം എടുത്ത് നോൺ വെജ് ഹോട്ടലിൽ പോയി അങ്ങനെയുള്ള ഒരു കാര്യത്തിലോട്ടേക്ക് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് പലവർക്കും ഉള്ളതാണ് കമ്പാരിസൺ ബിറ്റ്വീൻ അതർ ഫാമിലി. ഓക്കെ, നമ്മൾ പലവരും ചിന്തിക്കുന്നതാണ് മറ്റുള്ള ഫാമിലിനെ കുറിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും കമ്പയർ ചെയ്യും, അല്ലെ. ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും ചെയ്യാറുണ്ടോ? മറ്റുള്ള ഫാമിലിയെ കുറിച്ച് അവരൊക്കെ ഭയങ്കര ഹാപ്പിയില്ല ജീവിക്കുന്നത്, നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നു. അവർക്കൊക്കെ അതുണ്ട്, നമുക്കിതില്ല. അവരൊക്കെ അങ്ങനെ, അവരുടെ ഹസ്ബൻഡ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, നമുക്കിതില്ല. അല്ലെങ്കിൽ അവരുടെ ആ ഫാമിലിയിലുള്ള ഭാര്യമാർ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നു, പക്ഷെ എനിക്കതൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഒരു കമ്പാരിസൺ. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അതൊരു ഹെൽത്തി ആണോ? ഈ ഫാമിലി, മറ്റൊരു ഫാമിലി അതർ ഫാമിലി ആയിട്ടുള്ള ഒരു കമ്പാരിസൺ നമ്മൾ ചെയ്യാന്നുള്ളത് നല്ലൊരു കാര്യമാണോ? നോ, തീർച്ചയായിട്ടും അല്ല. ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഒരു മെസ്സേജ് വരുന്നുണ്ട്. യെസ്, ഒരിക്കലും ഇല്ല, ചെയ്യാൻ പാടില്ല, അല്ലെ. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. കാരണം അവരുടെ അറ്റ്മോസ്ഫിയർ, അവരുടെ ജീവിക്കുന്ന ശൈലി, അന്തരീക്ഷമൊക്കെ എൻ്റയർലി ഡിഫറെന്റ് ആണ്. നമുക്ക് ഒരിക്കലും അത് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ. കാരണം നമ്മൾക്കുള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത് പോലെ ഉള്ളത് കൊണ്ട് സന്തോഷകരമായി മുന്നോട്ട് ജീവിക്കാൻ വേണ്ടി നമ്മളെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി എവിടെയാണോ തിരുത്തേണ്ടത് അവിടെ നിങ്ങൾ തിരുത്തി മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ എല്ലാവരും അടിക്കുന്ന ഒരു കാര്യമാണ്, പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ആർ യു ഹാപ്പി വിത്ത് മീ എന്നുള്ളൊരു ചോദ്യം മാസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങളിത് ചോദിക്കണം. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിലേക്ക്. ഇങ്ങനെ ഒരു മാറ്റർ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കൊണ്ടുവരിക. ഭാര്യ ഭർത്താവിനോട് ചോദിക്കുക, ഭാര്യ എന്ത് ചെയ്യുക, ഭർത്താവിനോട് ചോദിക്കുക, നിങ്ങൾ എൻ്റെ കൂടെയുള്ള ജീവിതത്തിൽ സന്തോഷമുള്ള ഒരാളാണോ, ഹാപ്പി ആണോ ഞാനുമായിട്ടുള്ള ജീവിതത്തിൽ. അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യനോട് ചോദിക്കാം. അതെല്ലാ കാര്യത്തിലും, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാവേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ട് അത് എല്ലാ കാര്യത്തിലും ഹാപ്പി ആണോ എന്നുള്ളതാണ്. ഇപ്പൊ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു ഹാപ്പി അല്ല, എന്തെങ്കിലും ഒരു പ്രയാസമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ ഒരു അനിഷ്ടമോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ പറയണം, ഞാൻ ഹാപ്പി ആണ്, പക്ഷേ എനിക്ക് ഇങ്ങനൊരു ഇതുണ്ട്, ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് നിന്നിൽ നിന്ന്, അല്ലെ. അത് നീ തിരുത്തി കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കൂടെ രസകരമായിരിക്കും നമ്മളുടെ ജീവിതം, അല്ലെ. പക്ഷെ നമ്മളത് പറയുന്നുണ്ടോ, നമ്മളത് ചെയ്യുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ചെയ്യുന്നവരുണ്ടാവാം, പക്ഷെ പലവരിലും ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു സംഭവം എന്തില്ല, ഈ ഒരു പ്രിൻസിപ്പിൾസ് ആരും കൊണ്ടുവരാൻ ഇല്ല. പക്ഷെ നമ്മളത് കൊണ്ടുവരണം. ആർ യു ഹാപ്പി വിത്ത് മീ എന്നുള്ള സംഭവം നമ്മൾ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്നുണ്ട്, ഉണ്ടെങ്കിൽ എത്ര പെർസെന്റേജ് കംപ്ലീറ്റഡ് ആണോ, 100-ൽ 100 ഉണ്ടോ, അതോ 50 ആണോ, 60 ആണോ, 80 ആണോ? ഇത് പറയുന്ന സമയത്ത് നീ എന്ത് ആഗ്രഹിക്കുന്നുണ്ട് എന്നിൽ നിന്ന്, അല്ലെ. ഞാൻ എന്ത് ചെയ്താലായിരിക്കും നീ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരാളാകുന്നത്? ചോദിക്കുക രണ്ടുപേരും പരസ്പരം. അതൊരു ഹെൽത്തി കോൺവെർസേഷൻ ആണ്. അങ്ങനെ ഒരു സിസ്റ്റം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതോട് അങ്ങനെ ഇതൊക്കെ വരുമ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലൈഫിൽ വരുന്ന കുറെ പ്രോബ്ലംസിനെ നമുക്ക് എന്ത് ചെയ്യാം, സോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗിവ് സ്പേസ് ഈച്ച് അതർ. രണ്ടുപേരും, ഭാര്യയും ഭർത്താക്കന്മാരും ഒരു സ്പേസ് ഉണ്ടാവണം രണ്ടുപേർക്ക്, അല്ലെ. ഭയങ്കര ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് എന്നും എല്ലാ കാര്യങ്ങളിലും ഇവര് തലയിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറിറ്റേറ്റഡ് ആവും. കാരണം രണ്ടും ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ആണ്, അവർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ട്. എല്ലാ കാര്യത്തിലും ഒരാളിങ്ങനെ സ്ക്രൂ ചെയ്യുന്ന രീതിയിൽ എല്ലാ കാര്യത്തിലും ബേക്കിൽ നടന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു, അത് ചെയ്യിപ്പിക്കുന്നു, ഇത് ചെയ്യിപ്പിക്കുന്നു. നമ്മൾ വരച്ച വരയിൽ തന്നെ വരണം എന്ന് പറയുന്നത് അത് ഇറിറ്റേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ എന്ത് ചെയ്യണം, ആ ഒരു സ്പേസ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഭർത്താവിന്റെ ഇഷ്ടം ഭാര്യ അംഗീകരിക്കണം.
അത് ഏറ്റെടുക്കുന്നതിലൂടെ തന്നെ ഭർത്താവ് മനസ്സിലാക്കണം, എന്റെ ഭാര്യയ്ക്ക് ഇത് ഇഷ്ടമാണ്, ഞാൻ അതും ചെയ്തു കൊടുക്കണം. എന്റെ ഇഷ്ടങ്ങൾ മാത്രം അവളെ കൊണ്ട് ഫോളോ ചെയ്യിപ്പിച്ചാൽ പോരാ, അവളുടെ ഇഷ്ടങ്ങൾക്ക് ചെയ്യാനുള്ള സമയം കൊടുക്കണം. അതൊരു സ്പേസ് നമ്മൾ ഉണ്ടാക്കണം. ആ ഒരു സ്പേസ് ഉണ്ടാക്കുമ്പോൾ എന്താണ്, ഒന്നും കൂടെ ലൈഫ് രസകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. പിന്നെ പല സ്ത്രീകളും പറയാറുള്ള ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഈ കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത്, ഈ ഫാമിലി കൗൺസിലിങ്ങിനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പറയുമല്ലോ, ഇങ്ങനെ സംസാരം വേണം, കാര്യങ്ങൾ വേണം എന്നൊക്കെ പറയും. അടുത്ത സെഷനിലോട്ടേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞ കാര്യമാണ്, ഭാര്യ പറയുന്ന കാര്യമാണ്, ഇദ്ദേഹം വന്നിങ്ങനെ കുറെ രാഷ്ട്രീയങ്ങളാണ് സാറ് പറയുന്നത്, അല്ലെങ്കിൽ ഇദ്ദേഹം വന്നിങ്ങനെ വേറെ എന്തൊക്കെയോ ഇന്റർനാഷണൽ സബ്ജക്റ്റുകളാണ് പറയുന്നത്, ഇദ്ദേഹത്തിന്റെ സംസാരങ്ങളൊക്കെ ഇതിനെക്കുറിച്ചാണുള്ളത്, എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ടുള്ള ധാരണകളില്ല, അറിവുകളില്ല, താല്പര്യമില്ല. അപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുക. ഭർത്താവിന് ഇഷ്ടമുള്ള സബ്ജക്ട് എന്താണ്, ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് എന്താണ്. ഭാര്യ പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം, അവൾ വീട്ടിൽ നടന്ന പല കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാവും അല്ലെ. വീട്ടിൽ മകനെ കുറിച്ചോ മകളെ കുറിച്ചുള്ള രസകരമായ എന്തെങ്കിലും ഓർമ്മ, അന്ന് നടന്നിട്ടുള്ള കുസൃതികൾ എന്തെങ്കിലും പറയുന്നുണ്ടാവാം, അല്ലെങ്കിൽ അന്ന് അരിയില്ലാത്തതിനെ കുറിച്ച് പറയുന്നുണ്ടാവാം, അന്ന് ഒരു ഗ്യാസ് തീർന്നു പോയതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം. അത് ചെറുതോ വലുതോ ആവട്ടെ വിഷയം, പക്ഷേ അവർക്ക് ആ ശ്രദ്ധ കൊടുക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, അതിനുള്ള കാര്യങ്ങൾക്ക് സൊല്യൂഷൻ കൊടുക്കേണ്ടതാണെങ്കിൽ കൊടുക്കുക. അതായത് അവർ പറയുന്ന ഏത് കാര്യങ്ങളാണെങ്കിൽ പോലും അംഗീകരിക്കുക, മനസ്സിലാക്കുക, തിരുത്തേണ്ടത് നല്ല രീതിയിൽ തിരുത്തി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പൊതുവെ സ്ത്രീകളിൽ പല പ്രിൻസിപ്പിൾസിലും പറഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യമാണ്, പൊതുവെ സ്ത്രീകളിൽ കാണപ്പെടുന്ന ഒരു കാര്യമാണ്, അവർ ഭർത്താവിനോട് A to Z കാര്യങ്ങൾ പറയും അല്ലെ. നമ്മൾ പറയും, ഓ തുടങ്ങി കിടികിടി എന്ന് പറയും അല്ലെ, പുരുഷന്മാരെ പറയാറുണ്ട്, കിടികിടി എന്ന് തുടങ്ങി വിളെന്ന് പറയും അല്ലെ. പക്ഷെ അത് സത്യത്തിൽ അവരുടെ സൈക്കോളജി എങ്ങനെയാണ്, സ്ത്രീകൾക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണം. അതിന്റെ അർത്ഥം ഇതെല്ലാം നമ്മളുടെ ഒരു പ്രോബ്ലം ആയിട്ട് പറയുന്നു എന്നല്ല. ഈ പറഞ്ഞ പ്രോബ്ലത്തിനെല്ലാം നമ്മളൊരു സൊല്യൂഷൻ കൊടുക്കണമെന്നും ആ ഒരു സൊല്യൂഷൻ കിട്ടണമെന്നും സ്ത്രീ ആഗ്രഹിക്കുന്നില്ല അല്ലെ. പക്ഷേ അവരുടെ സൈക്കോളജി പ്രകാരം അവർക്ക് അന്ന് നടന്നിട്ടുള്ള പല കാര്യങ്ങളും, എന്ത് സന്തോഷമായാലും ദുഃഖമായാലും പ്രതിസന്ധി ഘട്ടമായാലും ശരി, അതെല്ലാം അവരുടെ പാർട്ട്ണറുടെ അടുത്ത് ഷെയർ ചെയ്യുക എന്നുള്ളത് അവരുടെ സൈക്കോളജിയാണ്. അവരത് പറയും. നമ്മുടെ ചീത്ത പറയണോ എന്ത് മോശമായിട്ട് പറഞ്ഞാലും അവർ പിന്നെയും ഇത് പറയും, കാരണം അവരുടെ സൈക്കോളജി അതാണ്. അത് നമ്മൾ പുരുഷന്മാർ മനസ്സിലാക്കണം. അല്ലാതെ ഇതെല്ലാം പറയുന്നത് ഒരു പ്രശ്നമായിട്ടാണ്, ഇതൊക്കെ ഞാൻ അംഗീകരിക്കണം, ഇതിനൊക്കെയുള്ള സൊല്യൂഷൻ ഞാൻ കൊടുക്കണം എന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ല. സ്ത്രീ ഇതൊക്കെ പറയും, നമ്മളത് മനസ്സിലാക്കുക. കൂടിയിരുന്ന് ഡിസ്കസ് ചെയ്യേണ്ട മാറ്റർ ഉണ്ടെങ്കിൽ അത് കൂടിയിരുന്ന് ഡിസ്കസ് ചെയ്യുക. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തേണ്ടതാണെങ്കിൽ സൊല്യൂഷൻ കണ്ടെത്തുക. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാം, നമ്മുടെ കുടുംബത്തിൽ വരുന്ന കുറെ പ്രശ്നങ്ങൾ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് നമുക്ക് എന്തുണ്ടാവുന്നത്, അറ്റാച്ച്മെന്റ് ഉണ്ടാവുന്നത്. മനസ്സിലായി, ഇതൊക്കെ നടക്കുമ്പോഴാണ് അറ്റാച്ച്മെന്റ് ഉണ്ടാവുന്നത്. പക്ഷെ ഇതൊക്കെ വിപരീതമായിട്ടാണ് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവുന്നു, ഡിറ്റാച്ച്മെന്റ് ആണ് സംഭവിക്കുന്നുണ്ടാവാം അല്ലെ. അതുപോലെ തന്നെ ഇത്രയും പറഞ്ഞ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? എന്തെങ്കിലും പോയിന്റ്സ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചേർക്കേണ്ടതാണ്. കാരണം ഞാൻ പറഞ്ഞു, ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് തെറ്റും ശരിയുള്ളതല്ല, നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ കൂടെ രേഖപ്പെടുത്താനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണിത്. അപ്പൊ അതുകൊണ്ട് ഒന്ന് രണ്ട് പേരുടെ അഭിപ്രായങ്ങൾ കൂടെ ഒന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാം. ഞാൻ പ്രതീക്ഷിക്കുന്നു ഒന്ന് രണ്ട് പേരെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കും എന്നുള്ളത്. വൈകിയാണ് മീറ്റിംഗിൽ കയറിയത്. ഓക്കെ, എന്തൊക്കെ കണ്ടന്റാണ് പറഞ്ഞത് അറിയില്ല, അതുകൊണ്ട് നോ പ്രോബ്ലം. എനിക്ക് നമ്മളുടെ വെബിനാർ റെക്കോർഡാണ്, നമ്മുടെ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഇത് അപ്ലോഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് സാറിനെ വ്യക്തമായിട്ടൊന്ന് കേൾക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ നമ്മൾ ഇത്ര നേരം വെബിനാർ കേട്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും ഒരാളുടെ അഭിപ്രായം, നിങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാം. ഇല്ല, ആർക്കൊന്നും പറയാനില്ല. നോ സാറേ, പറഞ്ഞതെല്ലാം കറക്റ്റ് ആണ്. അപ്പൊ പിന്നെ ഇനി പ്രത്യേകിച്ച് കൂട്ടിച്ചേർക്കാനൊന്നുമില്ല. വളരെ എല്ലാം കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. പക്ഷെ ഇവിടെ ഒരു ഡൗട്ട് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പോയിന്റ്സ് ഒക്കെ ഫാമിലി ലൈഫില് പലപ്പോഴും അപ്ലൈ ചെയ്യാതാവുമ്പോഴാവുമല്ലോ. അതൊരു എന്താ പറയുന്നത്, ഈ പറയും പോലെ ഇപ്പൊ നമ്മൾ കാണുന്ന, പ്രത്യേകിച്ച് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് തോന്നുന്നു ഇപ്പം മുന്നേ ഏതോ ഒരു സാറ് പറഞ്ഞതുപോലെ ഈ യങ് ജനറേഷൻ ആയിരിക്കണം എനിക്ക് തോന്നുന്നു ബെസ്റ്റ് ആയിട്ട് ഒരു കൗൺസിലിംഗ് കൊടുക്കേണ്ടത്. ബിഫോർ മാരേജ് എന്നതിനേക്കാളും ഇപ്പൊ ഒരു അഡോൾസൻസ് ഏജ്, എനിക്ക് തോന്നുന്നു ഒരു 10th തൊട്ട് പിന്നെ +2 കോളേജ് ലൈഫ്, അവിടെയൊക്കെ ശരിക്കും ഈ പറയുന്നത് പോലെ വാട്ട് ഈസ് വിമൻസിനെ കുറിച്ചുള്ള ഒരു എന്താണ് അവരുടെ റെസ്പെക്ട്. പലപ്പോഴും ഇപ്പൊ കണ്ടുവരുന്നത്, ഞാനൊരു ടീച്ചറാണ്, പലപ്പോഴും കണ്ടുവരുന്നത് ഒരു ഗ്രേഡ്
ഇപ്പൊ എനിക്ക് 2 ദിവസം മുന്നേ ഉണ്ടായ ഒരു അനുഭവമാണ്. ഗ്രേഡ് 3 ഒരു കുട്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞ സമയത്ത് ക്ലാസ്സില് ആ കുട്ടി അതായത് ഇവിടെ UAE ആണ്. അപ്പൊ UAE പ്രത്യേകിച്ചും UAEയുടെ മോറൽ വാല്യൂസ് ഒക്കെ എന്ന് പറഞ്ഞാൽ UAE കുറിച്ച് പഠിപ്പിക്കുമ്പോൾ UAE ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് തന്നെ ഉണ്ട്. അതിൽ പറയുന്നത് റേസിസം, സോഷ്യലിസം എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു തീം പഠിക്കുന്ന ഒരു കുട്ടി തന്നെ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ വളരെ ആശ്ചര്യമായി പോയി. ഇങ്ങനെയാണോ ഇന്നത്തെ ജനറേഷൻ എന്നുള്ളത്. അതായത് എന്തോ ഒരു കളറിനെ കുറിച്ച് പറഞ്ഞതാണ്. ഒരു കളറിനെ നൊട്ടേറ്റ് ചെയ്തിട്ട് പറഞ്ഞു, ബ്ലാക്ക് കളർ എന്നുള്ള ഒരു സിമ്പിൾ അവിടെ വന്നു അതാണ് അവിടുത്തെ തീമായിട്ട് പഠിപ്പിക്കേണ്ടി വന്നത്. അത് വെച്ചിട്ട് മേക്ക് ചെയ്യാനോ പെയിന്റ് ചെയ്യാനോ അങ്ങനെ ഒരു സംഭവം വന്നത്. ഐ ഡോണ്ട് നോ എന്താണ് കറക്റ്റ് എന്നുള്ളത്. ബ്ലാക്ക് എന്നുള്ളതാണ് അവിടുത്തെ കറക്റ്റ് വന്നത്. പക്ഷെ ഓൺ ദ സ്പോട്ടില് ആ കുട്ടി വേറൊരു കുട്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ലൈക്ക് ഒരു കുട്ടിയുടെ പേര് പറഞ്ഞിട്ട് ഇവന്റെ നിറം പോലെ, ഇവന്റെ സ്കിന്ന് പോലെ എന്ന്. അത് ഭയങ്കരമായിട്ട് എന്നെ വളരെ എന്താ ഒരു നിമിഷം ഞാൻ തന്നെ ഇല്ലാണ്ടായി പോയി. ഇവന്റെ കളർ പോലെ എന്ന് അല്ലെ ടീച്ചറെ എന്ന് ചോദിച്ചപ്പോ ഞാൻ വിചാരിച്ചു എന്താ. അപ്പൊ പറയണത് ആ കുട്ടിയുടെ സ്കിന്ന് ബ്ലാക്ക് ആണ്. അപ്പൊ ആ കുട്ടി വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അത് വീട്ടിൽ പോയി പറഞ്ഞിട്ട് ഓപ്പൺ ഹൗസിന് ഇത് ഭയങ്കര ഒരു ചർച്ചയായി. ആ കുട്ടി വീട്ടിൽ പോയി പറഞ്ഞു ഞാന് ബ്ലാക്ക് ആണോ. അതുവരെ ആ കുട്ടിയുടെ മൈൻഡിൽ അങ്ങനെ ഒരു കാര്യമേ ഉണ്ടായിരുന്നില്ല, കാരണം വീട്ടിൽ ഇത് സംസാരിക്കുന്നില്ല. പക്ഷെ ഇതിന് ശേഷം ഒരു 35 സ്റ്റുഡൻസിന് മുന്നിൽ ഇത് പറഞ്ഞപ്പോ അത് ഭയങ്കരമായിട്ടും ആ കുട്ടിക്ക് ഒരു റേസിസം അവിടെ ഹാപ്പൻ ചെയ്തു. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ കുട്ടികൾ വളരെയധികം ഇന്ന് എന്താ പറയുന്നത്, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് അഡോൾസൻസ് ഏജിനെക്കാളും താഴ്ന്നു പോകുന്നത് ഈ ന്യൂ കമ്മിങ് ജനറേഷൻസ് ആണ്. ഈ നമ്മുടെ ഈ സെൻസിറ്റീവ് പീരീഡ് തൊട്ട് ഒരു 5 വയസ്സിന് ശേഷമുള്ളതാണ്. കറക്റ്റ്. താങ്ക് യു. ഇപ്പൊ ഈ ഒരു പോയിന്റിൽ ഞാൻ പറയാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പം പല സ്റ്റേറ്റിലാണെങ്കിൽ പോലും പല രാജ്യങ്ങളിലൊക്കെ സ്കൂൾ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു കൗൺസിലറിനെ മീൻസ് അങ്ങനെ ഒരു പോസ്റ്റ് കൊണ്ടുവരികയും കുട്ടികളിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ഒരു കൗൺസിലിംഗ് സ്കൂൾ കൗൺസിലിംഗ് രൂപീകരിക്കുകയും അതിനുള്ള ആവശ്യങ്ങളും ഗൈഡൻസും ഒക്കെ വളർത്തിയും അവരുടെ ക്യാരക്ടറിലെ ബിഹേവിയേഴ്സിൽ കാണേണ്ട ചേഞ്ചസുകളൊക്കെ മാറ്റി കൊടുത്തിട്ടൊക്കെ കൊണ്ടുവരുന്ന സ്കൂൾസും ഉണ്ട്. അപ്പൊ നമ്മുടെ കുട്ടികളിൽ ഈ ഒരു ഏജ്, ഇപ്പൊ മാം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഏജിൽ ഇത് സ്വാഭാവികമാണ്. ഇപ്പം അവർ പല രീതിയിലാണ് ഓരോ കാര്യങ്ങളും സ്റ്റഡി ചെയ്ത് അവരുടെ സ്റ്റോർ ചെയ്ത് വരുന്നത്. അപ്പൊ അവര് കുട്ടി ഏതൊക്കെ രീതിയിൽ എവിടെ നിന്നൊക്കെ കേട്ട അറിവുകൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കുട്ടി അത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അവിടെ 2 പേർക്കും നമ്മൾ കൗൺസിലിംഗ് കൊടുക്കണം. അതിനോടൊപ്പം തന്നെ അവരുടെ ഫാമിലിയിലും ആ ഒരു ടോക്കിംഗ് സ്റ്റൈൽ ഏത് രീതിയിലാണ് ആ ഒരു ഫാമിലി മെമ്പേഴ്സ് സംസാരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ഗൈഡൻസ് ഫാമിലീസിനും കൊടുക്കുക. നമ്മൾ എല്ലാവരും ഒരു ഈക്വാലിറ്റിനെ കുറിച്ചൊക്കെ പറയുള്ളത്. അതുപോലെ തന്നെ ഇതിനെല്ലാം ഇതൊക്കെ ഡിഫറെന്റ് കളർ ആണെങ്കിലും എല്ലാത്തിനും അതിൻ്റെതായ ഗുണങ്ങൾ ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് ബോധവൽക്കരിക്കപ്പെടുക. പിന്നെ നമ്മൾ അറിവിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ആരും ആരേക്കാൾ ചെറുതുമല്ല വലുതുമല്ല, കറുത്തവനും വെളുത്തവനും എന്നുള്ള വ്യത്യാസങ്ങൾ കളർ കൊണ്ട് ഉണ്ടെങ്കിൽ പോലും അതിന്റെ മൂല്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ മറ്റുള്ള വശങ്ങൾ കൊണ്ടോ ഇല്ല എന്നുള്ളൊരു ബോധം കുട്ടികൾ 2 പേർക്കും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പൊതുവേ ഈ ഒരു ഏജിലുള്ള കുട്ടികളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് കാണാറുണ്ട്. ഇപ്പൊ ഇവിടെ നമുക്ക് 2 കുട്ടികളെയും സപ്പോർട്ട് ചെയ്ത് 2 കുട്ടികളെയും മാറ്റിയെടുക്കേണ്ടത് ഒരു ആവശ്യകതയാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ കുട്ടിയായിരിക്കും നമ്മൾക്ക് ഒന്ന് ശകാരിച്ചേക്കാം, പക്ഷെ അങ്ങനെ ചെയ്യരുത്. അവനിലും ഒരു മോശമായ വീണ്ടും അത്തരത്തിലുള്ള ഒരു മനോഭാവം, ഒരു അഗ്രസീവ് മനോഭാവം വളരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ അത്തരം കേസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്ന പോയിന്റിന്റെ കൂടെ ഏതാനും 2 കാര്യങ്ങളും കൂടെ ഞാൻ പറയാണ്. അതുപോലെ തന്നെ കോംപ്രമൈസിങ് മെന്റാലിറ്റി, അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞൊന്നും അറിയില്ല. കോംപ്രമൈസിങ് മെന്റാലിറ്റി ഉണ്ടാവണം. ഒരാൾക്ക് ദേഷ്യം വരുന്ന സമയത്ത് മറ്റാൾ ഒന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെ, മനസ്സിലാക്കുക. അദ്ദേഹത്തിന്റെ പ്രഷർ ഒന്ന് കൂടിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് കുറച്ച് ഹൈ ആണ്. അയാളൊരു കുറച്ചൊരു പ്രഷറിലൂടെ പോകുന്നുണ്ട്. എന്തോ ഒരു ഈ പ്രഷർ എന്നൊക്കെ പറയുന്നത് നമ്മളുടെ മനസ്സിന്റെ ഒരു സന്തുലിതാവസ്ഥയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ നമ്മൾക്ക് വെറുതെ ഇരിക്കുന്ന ഒരാൾക്ക് വെറുതെ നമ്മുടെ അടുത്ത് വന്ന് ദേഷ്യം പിടിക്കുമോ? അല്ല, വെറുതെ ചുമ്മാ ഇരിക്കുന്ന ഒരാൾ വന്ന് ഭയങ്കരമായിട്ട് പ്രഷർ കയറും, ഇല്ല, എന്തിന്റെ ഒരു പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വന്നിരിക്കുന്നത്. കുറച്ച് സമയം കൊടുക്കുക അവർക്ക്. നിങ്ങളൊന്ന് സൈലന്റ് ആവുക, ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ സൈലന്റ് ആവുക, അവരുടെ ആ ഒരു മാനസികാവസ്ഥ ഒന്ന് ക്ലിയർ ആവട്ടെ. അത് കുറച്ച് സെക്കൻഡ്സ് കഴിയുമ്പോൾ നിങ്ങൾ അതിന് കൊട്ടിക്കൊട്ടി ബഹളമാക്കുന്നില്ലെങ്കിൽ, അത് നിങ്ങൾ വീണ്ടും സംസാരിച്ച് അതൊരു വലിയൊരു പ്രശ്നമാക്കുന്നില്ല എങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് കോംപ്രമൈസ് ചെയ്ത് പോയിക്കോളും. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ തിരുത്തലുകൾ തിരുത്തി കൊടുക്കാവുന്നതാണ്. ഒരാൾ ഹൈയിലേക്ക് പോകുമ്പോൾ മറ്റാൾ ഇത് കേട്ടിട്ട് ആഹാ എന്നെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്, ഞാൻ ഇപ്പൊ റെഡിയാക്കി തരാം, നിങ്ങൾ എന്താ വിചാരിക്കുന്നത് ഞാൻ അത്രയും കൊള്ളാത്ത ഒരാളാണെന്നോ അല്ലെങ്കിൽ ഇതെല്ലാം കേട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്? എനിക്ക് നിങ്ങളെക്കാൾ സൗണ്ട് ഉണ്ട്, എനിക്ക് നിങ്ങളെക്കാൾ പവർ ഉണ്ട്, ഞാൻ നിങ്ങളെക്കാൾ എഡ്യൂക്കേറ്റഡ് ആണ്, എനിക്ക് നിങ്ങളെക്കാൾ സംസാരിച്ചും വിജയിക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെയുള്ള പല രീതിയിലുള്ള തോട്ടുകൾ നമ്മൾക്ക് ഇന്നർ മൈൻഡിൽ വരികയും നമ്മൾ ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയും ആ ഫൈറ്റ് വലിയ ഒരു വിപ്ലവമായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെ വീണ്ടും 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 പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് എന്താവില്ല,
ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും കൂട്ടി യോജിക്കാന്ന് പറയുന്നത് മാനസികമായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് പ്രയാസം ഉണ്ടാവും. പിന്നെ രണ്ടുപേരും മുഖം നോക്കി ചിരിച്ചേക്കാം അല്ലെ, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു പണ്ടത്തെ ആ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു നിമിഷം, അല്ലെങ്കിൽ രണ്ടുപേരും മനസ്സറിഞ്ഞു കൊണ്ടിട്ടുള്ള സന്തോഷിച്ചിട്ടുള്ള ജീവിതത്തിൽ എവിടെയൊക്കെയോ ഒരു അഭംഗി ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇപ്പൊ ഒരാളുടെ പ്രഷർ കയറുന്ന സമയത്ത് മറ്റൊരാൾ അത് മനസ്സിലാക്കുക, കോംപ്രമൈസിങ് മെന്റാലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു പ്രധാന കാര്യം റൂൾസ് ഉണ്ടാക്കണം. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലെ ഒരു റൂൾ ഉണ്ടാക്കുക. എന്ത് റൂളാണ്? ഒരു ഹെൽത്തി റൂൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. എങ്ങനെ? നമ്മളിപ്പോ ഞാൻ പറഞ്ഞു, ഫാമിലി ആവുന്ന സമയത്ത് അവിടെ എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ. ആരും ഒരു 100% സന്തോഷിച്ച് 100% ഒരു പ്രോബ്ലം ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഇല്ല. അത് ആക്ടിങ് ആണ്, ഡ്രാമാറ്റിക്കൽ ലൈഫാണ്. അതിനോട് നമുക്ക് താല്പര്യമില്ല. ഡ്രാമാറ്റിക് ലൈഫ് ഒരിക്കലും ആവരുത് അല്ലെ. പ്രശ്നങ്ങൾ ഉണ്ടാവും, സന്തോഷം വരുമ്പോൾ സന്തോഷിക്കും, ദേഷ്യം വരുമ്പോൾ ദേഷ്യം ഉണ്ടാവണം, ദുഃഖം വരുമ്പോൾ ദുഃഖം ഉണ്ടാവും. പക്ഷെ അതിനൊക്കെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. എപ്പോഴെങ്കിലും അവർക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ റൂൾസ് ഉണ്ടാക്കും. എന്താണ് റൂൾസ്? ഒരു ദിവസം ഒരുപക്ഷെ എന്തെങ്കിലും നടന്നേക്കാം അല്ലെ, നമ്മൾ തമ്മിൽ വാക്ക് തർക്കങ്ങളോ എന്തെങ്കിലും രീതിയിലുള്ള മോശമായിട്ടുള്ള പെരുമാറ്റങ്ങളോ കാര്യങ്ങളോ എന്തുണ്ടായിക്കോട്ടെ, ബട്ട് ബിഫോർ ദ ബെഡ് അല്ലെ, നമ്മൾ ഉറങ്ങുന്നതിന് മുൻപേ, നമ്മളുടെ അറയിൽ രണ്ടുപേരും കടന്നുറങ്ങുന്നതിന് മുൻപ് ആ സംഭവം അവിടെ തീർത്തിരിക്കണം. അങ്ങനെ റൂള് നിങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ റൂൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് പ്രശ്നം കഴിഞ്ഞാലും ബിഫോർ നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് ഇതെല്ലാം ക്ലിയർ ചെയ്യുന്നു, സംസാരിക്കുന്നു, ക്ലിയർ ചെയ്യുന്നു, ഭയങ്കര ഫ്രീ മൈൻഡോട് കൂടി നമ്മൾ കടന്നുറങ്ങുന്നു. പിറ്റേന്ന് നമ്മൾക്ക് ഭയങ്കര ഉന്മേഷത്തോടു കൂടി, സന്തോഷത്തോടു കൂടി, ഭയങ്കര ആരോഗ്യം, മെന്റലായാലും ഫിസിക്കലായാലും ഭയങ്കര ഒരു സ്ട്രെങ്ത് ഫീൽ ചെയ്യും നമുക്ക്. ഈ സ്ട്രെങ്തോടു കൂടി നമ്മൾ എണീക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തോന്നും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മക്കളെ നമുക്ക് നന്നായിട്ട് സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടാകുന്ന സംസാരങ്ങൾ പോലും നമ്മളുടെ മക്കളുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഓർമ്മിക്കുക അല്ലെ. ഒരു കുട്ടിയുടെ മെന്റൽ ഹെൽത്ത് അടിപൊളിയാണെങ്കിൽ, ഒരു നല്ല രീതിയിൽ ആവണമെങ്കിൽ ആ വീട്ടിലത്തെ ഉമ്മാന്റെ മുഖം പുഞ്ചിരിയോടുകൂടി ഉണ്ടായിരിക്കണം. വീട്ടിലെ മാതാവിന്റെ മുഖത്ത് പുഞ്ചിരി കാണുന്നിടത്താണ് മക്കളുടെ മെന്റൽ ഹെൽത്ത് നന്നാകുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞതല്ല, പഠനങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇടയിലുള്ള പ്രശ്നങ്ങൾ അത് മക്കളെ ബാധിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരരുത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കടന്നുറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് പിറ്റേന്ന് പുതിയൊരു മനുഷ്യരായി, പുതിയ ആളുകളായി, പുതിയ പുലരിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. എത്ര ഭാഗ്യവാന്മാരാണ് നമ്മൾ ഓരോരുത്തരും പുതിയൊരു പുലരി കിട്ടാന്ന് പറയുന്നത്. ആ ഒരു പുതിയൊരു ദിവസത്തിൽ നമ്മൾ പുതിയ മനുഷ്യരാവുക അല്ലെ. അതിനോടൊപ്പം തന്നെ ഇപ്പൊ കുറെ പഠനങ്ങൾ പറയുന്നുണ്ട്, നമ്മുടെ മനസ്സിലുള്ള വാശിയും വിദ്വേഷവും ഇതുപോലത്തെ കുറെ കാര്യങ്ങളൊക്കെ വെച്ച് പുലർത്തി മുന്നോട്ട് ജീവിക്കുന്നവരിൽ ക്യാൻസറിന്റെ കോശങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് പഠനങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മളിൽ എപ്പോഴും ഒരു ഫോർഗിവ്നെസ്, എല്ലാം മറക്കാനും പൊറുക്കാനും എല്ലാ വിട്ടുവീഴ്ചകളും ചെയ്യാനുള്ള ഒരു മനോഭാവം, അങ്ങനെ ഒരു രീതി, അങ്ങനെ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അല്ലെ. അവിടെയാണ് യോഗ ക്ലാസ്സുകളിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ സമയത്ത് പിറ്റേത്തെ ദിവസം നമ്മൾ ഭയങ്കര ഹാപ്പി ഉള്ള ആളുകളായിരിക്കും. നമ്മുടെ ഹാപ്പിനെസിന്റെ ഹോർമോണുകൾ നന്നായിട്ട് കയറിക്കൊണ്ടിരിക്കും. മറ്റേതെന്താണ്? സ്ട്രെസ്സിന്റെ ഹോർമോണുകളോ. നമ്മുടെ ബ്രെയിൻ ഒട്ടും സ്ട്രെസ്സിന്റെ ഹോർമോണുകൾ നടന്നുകൊണ്ടിരിക്കും. നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പ്രവർത്തനം എപ്പോഴും സ്ട്രെസ്സിന്റെ ലെവലായിരിക്കും. നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. ചില സമയത്ത് ഭയങ്കര വെപ്രാളമാണ്, ചില സമയത്ത് പറയുന്ന കേൾക്കാം എന്താണെന്ന് അറിയില്ല, ഇന്നത്തെ ദിവസം എനിക്ക് എന്തൊക്കെയോ ഒരു പ്രയാസം തോന്നുന്നുണ്ട്, വല്ലാത്തൊരു ടെൻഷൻ, പക്ഷെ എന്താണ് കാര്യം അറിയില്ല, ഇങ്ങനെയൊക്കെ പറയും. കാരണം നമ്മൾ സ്ട്രെസ്സിന്റെ ഹോർമോൺ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സ്ട്രെസ്സിന്റെ ഹോർമോണാണ് കൂടുതൽ ആക്റ്റീവ് ആകുന്നത്. നമ്മളുടെ ബ്രെയിനിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പ്രവർത്തനം, ആ അവസ്ഥ എന്ന് പറയുന്നത് ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. അവിടെ നമ്മുടെ ഹാപ്പിനെസിന് ഡൊപാമിൻ പോലെയുള്ള ഹോർമോൺസിന്റെ അളവുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കൂട്ടണം നമ്മൾ അല്ലെ. അപ്പൊ ഇതൊക്കെ ചെയ്യണമെങ്കിൽ എവിടെയൊക്കെയോ മുൻപേ നടന്നിരിക്കുന്ന പ്രശ്നത്തിന്റെ, എവിടെയൊക്കെയോ നടന്ന മിസ്കമ്മ്യൂണിക്കേഷൻ, എവിടെയൊക്കെയോ നടന്ന പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ സ്ട്രെസ് നമ്മളിലേക്ക് ഉടലെടുക്കുന്നത്. അതിന്റെ അങ്ങനെ ഉടലെടുത്ത് ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമ്മളുടെ ബോഡിയിൽ ബയോളജിക്കലി ചേഞ്ചസ് സംഭവിക്കുന്നു. എങ്ങനെ? സ്ട്രെസ് ഹോർമോണുകൾ ആക്റ്റീവ് ആകുന്നു. അവിടെ നമുക്ക് സന്തോഷിക്കാൻ സമയമുണ്ടോ? സന്തോഷം കിട്ടുമോ? ഇല്ല. അതിങ്ങനെ ഇട്ട് കിടക്കുകയാണ് നമ്മൾ ഉള്ളിൽ അല്ലെ. അവിടെ എന്താണ്? ഭർത്താവ് വരുമ്പം അതെല്ലാം മുഖത്ത് കാണിക്കുന്നു, അത് ചിലപ്പം വാക്കുകളിലൂടെ കാണിക്കുന്നു. അദ്ദേഹം വെള്ളം ചോദിച്ചാൽ വെള്ളത്തിന്റെ ഗ്ലാസ് എടുത്ത് അദ്ദേഹത്തിന്റെ മുമ്പിൽ ടപ്പേന്ന് പറഞ്ഞൊരു വെക്കലാണ് അല്ലെ. പിന്നെ അത് നേരെ ഓപ്പോസിറ്റും, ഭർത്താവും അങ്ങനെ തന്നെ ആവാം. അദ്ദേഹത്തിന്റെ ഉള്ളിലും കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ബാഗ് വലിച്ചൊരു സ്ഥലത്തെറിയുന്നു, ചാർജർ എവിടെ, ഫോൺ എവിടെ, വാതിൽ അങ്ങോട്ട് വലിച്ചടക്കുന്നു, ഇതാരിങ്ങനെ തുറന്നിട്ടു, അതങ്ങോട്ട് അങ്ങനെ പല രീതിയിലാണ് ഇതിന് എക്സ്പ്ലോർ ചെയ്യുന്നത്.
എക്സ്പോസ് ചെയ്യുന്നത് അങ്ങനെ പല രീതികളിലാണ്. നമ്മുടെ സ്ട്രെസ്സിന് പലരും ഓപ്പൺ ആയിട്ട് പറയുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞു വന്നത് നമ്മളുടെ റൂൾസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ബിഫോർ ബെഡ് നമ്മളത് ക്ലിയർ ചെയ്യണം. പിറ്റേന്ന് പുതിയ മനുഷ്യൻ, പുതിയ രീതി, പുതിയ സന്തോഷമുള്ള രീതിയിലോട്ട് പോകണം. അത് നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെയും ഫിസിക്കലായാലും ശരി, നിങ്ങളുടെ കുടുംബത്തിന്റെ ആയാലും ശരി, അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളുടെ ഹെൽത്ത് ആയാലും ശരി, എല്ലാം അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിട്ടുവീഴ്ചകൾ അല്ലെ, അത് രണ്ടുപേരിലും ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നിന്നാണ് ഇത്രയും പറഞ്ഞതില് നമ്മൾ ഒരുപാട് ഈ സ്റ്റഡീസ് ഒക്കെ നമ്മൾ നടത്തുമല്ലോ, ഈ സൈക്കോളജിന്റെ ഭാഗമായിട്ട് പല സ്റ്റഡീസ് ഒക്കെ നടത്തിയതിൽ വളരെ പ്രധാനമായിട്ട് പറയുന്ന എല്ലാം, ഏതൊരു സൈക്കോളജി അനലിസിസ് ചെയ്ത ആൾക്കാരാണെങ്കിലും പറയുന്ന രണ്ട് മർമ്മപ്രധാനമായിട്ടുള്ള പോയിന്റുകളുണ്ട്. ഒന്ന് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. രണ്ടുപേരും ഭാര്യയും ഭർത്താക്കന്മാരായിട്ടുള്ള നിങ്ങൾ രണ്ടുപേരും ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. പ്രശ്നം എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, നിങ്ങൾ കുടുംബത്തിൽ നിന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും, അതിന് അതിൻ്റെതായ ലെവൽ. നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഒറ്റയടിക്ക് ദേഷ്യം പിടിച്ച് സംസാരിക്കുകയല്ല വേണ്ടത്, അത് കേൾക്കുക. ഭർത്താവ് അത് കേൾക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ ഉമ്മാനെ ആയിരിക്കാം കുറ്റം പറയുന്നുണ്ടാവാം, ഒരുപക്ഷെ നിങ്ങളുടെ സിസ്റ്ററിനെ കുറ്റം പറയുന്നുണ്ടാവാം. നിങ്ങൾ കേൾക്കുക. അല്ലെങ്കിൽ ഒറ്റയടിക്ക് നമ്മൾ പറയരുത്, നീ ആരാ എന്റെ ഉമ്മനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല, നീ ആരാ എന്റെ സിസ്റ്ററിനെ കുറിച്ച് പറയാൻ വേണ്ടി, നിനക്കാരും അധികാരം തന്നു അല്ലേ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇവർ ആദ്യം വരിക. അങ്ങനെ ചെയ്യരുത്. ആ ഭാര്യ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുക. അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവരെ മനസ്സിലാക്കുക, അവർക്ക് സ്നേഹം കൊടുക്കുക, സപ്പോർട്ട് കൊടുക്കുക, നമ്മളുടെ നല്ല വാക്കുകൾ കൊണ്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവർ പറയണം, അവർ നമ്മുടെ മാതാപിതാക്കളാണ് അല്ലേ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ റെസ്പെക്ട് കൊടുക്കണം രണ്ടുപേരും എന്നുള്ളത്. അപ്പൊ അതിനെ വ്യക്തമായ രീതിയിൽ അനാലിസിസ് ചെയ്യുക, ആ ഒരു പ്രശ്നം എന്തുകൊണ്ട് വന്നു എന്നുള്ളതിനെ നോക്കുക. ഇത് ചില കേസിൽ നമുക്ക് ഡയറക്റ്റ് പോയിട്ട് ഇത് കേട്ട ഉടനെ തന്നെ ഉമ്മാന്റെ അടുത്തോ സിസ്റ്ററിന്റെ അടുത്തോ പോയി സംസാരിക്കുന്ന സമയത്ത് അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അവിടെ നിങ്ങൾക്ക് ആരുടെ ഹെൽപ്പ് എടുക്കാം? കൗൺസിലേഴ്സിന്റെ ഹെൽപ്പ് എടുക്കാം. ഫാമിലി കൗൺസിലേഴ്സ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, എടുക്കാം. ഇപ്പൊ ചില ആളുകൾക്ക് ഫാമിലി കൗൺസിലിലോട്ടേക്ക് പോകാൻ പേടിയുള്ളവരാണ്. അയ്യോ, നമ്മൾ കൗൺസിലിങ്ങിന് പോകുമ്പോൾ ആരെയും കണ്ടുകഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കുമല്ലോ അല്ലെ. കുറെ പേർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കൗൺസിലേഴ്സിനെ കാണാനുള്ള ബുദ്ധിമുട്ട് ഉള്ളവരുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് നമ്മുടെ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ, ഓൺലൈൻ മൊബൈൽ കൗൺസിലിംഗ് പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മുടെ AMCC എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്, നമ്മൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നാണ് നമുക്ക് വരുന്ന കോൾസ് എന്ന് പറയുന്നത് അല്ലെ. ഇത് ഫാമിലി റിലേറ്റഡ് ഉണ്ട് പല രീതിയിൽ. നമുക്ക് ഈവൻ സൈക്കാർട്ടിസ്റ്റ് പോലും നമുക്ക് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. പക്ഷെ ഇതൊന്നും ആരും എന്ത് ചെയ്യുന്നില്ല, യൂട്ടിലൈസ് ചെയ്യുന്നില്ല. പുറത്തു പോകാൻ പേടിയാണ്, മടിയാണ്, മറ്റുള്ളവർ കാണുന്നുള്ളൊരു കുറ്റബോധം, മറ്റുള്ളവർ കണ്ടാൽ എന്ത് വിചാരിക്കും എന്നുള്ളൊരു പ്രശ്നങ്ങൾ, അങ്ങനെ ഒത്തിരി ചിന്താഗതികൾ. എന്നാൽ ഈ മൊബൈൽ കൗൺസിലിങ്ങിനാണെങ്കിലോ അയ്യോ അതൊക്കെ നടക്കുമോ, അതൊക്കെ ഉണ്ടാകുമോ, അതിൽ സക്സസ് ഉണ്ടാവുമോ എന്നുള്ളൊരു തെറ്റായിട്ടുള്ള ധാരണകൾ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ നമ്മൾക്ക് മുമ്പിൽ വരുന്ന പ്രശ്നത്തെ നമ്മൾ മനസ്സിലാക്കി, ഞാൻ പറഞ്ഞു വന്നത് ഈ ഫാമിലിയിലുള്ള പ്രോബ്ലംസ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാകുമെങ്കിൽ നമ്മളൊരു കൗൺസിലറുടെ സഹായം തേടുക. അവർ വ്യക്തമായി പറഞ്ഞു തരും, ആ പ്രോബ്ലംസിനെ കുറിച്ച് മനസ്സിലാക്കും, അതിന്റെ ജെന്യൂനിറ്റീനെ അവർ മെഷർ ചെയ്ത് തരും നിങ്ങൾക്ക്. അതെന്തുകൊണ്ട് വന്നു, ഈ കുട്ടികളിൽ വന്ന ക്യാരക്ടറിന്റെ ഭാഗമായിട്ടാണോ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മളുടെ പാരന്റ്സ് അവരുടെ അടുത്ത് മോശമായി ബിഹേവ് ചെയ്തത്? ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ ഒരു അനാലിസിസിന്റെ ആവശ്യകത ഉണ്ട് അല്ലെ, ഒരാൾ പറയുന്ന വാക്ക് ബേസ് ചെയ്തിട്ട്. അതൊക്കെ ഒരു പ്രൊഫഷണൽസിന് അത് മനസ്സിലാക്കും, അവരത് പഠിച്ച് എടുത്ത് നിങ്ങൾക്ക് അതിന് വ്യക്തമായ ഒരു രീതി നിങ്ങൾക്ക് തരും. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ കുട്ടി ഏതെങ്കിലും സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് റിലീഫ് കിട്ടാനുള്ള ടെക്നിക്സ് അവർ പറഞ്ഞു തരും. ഇവിടെയൊക്കെ ഉണ്ട്, ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെയൊക്കെയാണ് നമ്മൾ കൗൺസിലിംഗ് എന്ന് പറയുന്ന, ഫാമിലി കൗൺസിലിംഗ് എന്ന് പറയുന്നതിൽ ഇമ്പോർട്ടൻസ് കയറി വരുന്നത്. ഇപ്പൊ ഇത്രയും പറഞ്ഞ പോയിന്റുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോകാന്നുണ്ടെങ്കിൽ ഏറെക്കുറെയൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ എടുത്തു പറയുകയാണ്, വിവാഹം ഒരു യാത്രയാണ്, ലക്ഷ്യസ്ഥാനമെല്ലാം. ഒറ്റ ദിവസം കൊണ്ടോ, ഒരു മാസം കൊണ്ടോ, ഒരു വർഷം കൊണ്ടോ, 5 വർഷം കൊണ്ടോ, 10 വർഷം കൊണ്ടൊന്നും എന്തില്ല തീരുന്നില്ല. അവിടെ നമ്മൾ ജീവിതം മുന്നോട്ടുള്ളിടത്തോളം നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ്. ആ ഒരുമിച്ച് ജീവിക്കുന്ന ജീവിതത്തിൽ പല സ്വപ്നങ്ങളും നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും, നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ വേണ്ടി സാധിക്കും. എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണോ ആ മാറ്റങ്ങളൊക്കെ നിങ്ങൾ വരുത്തി സന്തോഷകരമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രമിക്കാന്നുള്ളതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് മർമ്മപ്രധാനമായിട്ട് ഓപ്പൺ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറഞ്ഞു. അപ്പം ആ സംഭവം നിങ്ങൾ എന്തായാലും പ്രാക്ടീസ് ചെയ്യണം. പലവരും പറയാറില്ല, അത് ഇനി മുതൽ അങ്ങനെ ആവരുത്. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. ഏത് പ്രശ്നമാണെങ്കിലും നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറയാം. ഭർത്താവിന് എന്തെങ്കിലും രീതിയിൽ ഫേസ് ചെയ്യുന്ന ഭാര്യയോട് പറയാം, ഭാര്യ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഭർത്താവിനോട് പറയാം. രണ്ടുപേരും ക്ഷമയോടുകൂടി കേട്ടിരുന്ന് ആവശ്യമായ രീതിയിൽ നടപടി എടുക്കുക. നിങ്ങൾ നോക്കുക, പ്രൊഫഷണൽ സഹായം ആവശ്യമാണെങ്കിൽ പ്രൊഫഷണൽ സഹായം നിങ്ങൾ നേടി എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ പരസ്പര പിന്തുണ അല്ലെ,
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്ത് ചെയ്യണം, ഒരു ഹെൽപ്പ് പോലെ അല്ലെങ്കിൽ പിന്തുണക്കുക എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്ന കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുക, അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യുക. ഭാര്യ പറയുന്ന കുറെ കാര്യങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരും, അത് നമ്മൾ മനസ്സിലാക്കുക, അതനുസരിച്ച് ജീവിക്കുക. ഇതൊക്കെയാണ് റിയലിസ്റ്റിക് ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ വിവാഹം എന്തിനാണ് വിവാഹിതരാകുന്നു എന്നുള്ളൊരു ഇതുണ്ട് അല്ലെ. പലരും ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇപ്പൊ ഒരു വിവാഹം എന്നൊക്കെ പറയുന്നത്, ഇതുകൊണ്ടൊരു ഉദ്ദേശം എന്താണെന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. പല ഡെഫിനേഷൻസും ഈ മാരേജിനെ കുറിച്ചൊക്കെ വരുന്നുണ്ടാവും. എന്നാൽ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ള ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് സത്യത്തിൽ വിവാഹം ഒരു വളർത്തലാണ്, പരസ്പരം മനസ്സിലാക്കി വളർത്താനുള്ള ബന്ധമാണ് വിവാഹം അല്ലെ. അങ്ങനെയല്ലേ, രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുമ്പോൾ രണ്ടുപേരുടെയും ഉന്നമനം അല്ലെ, രണ്ടുപേരുടെയും വളർച്ച വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അവിടെ നമ്മൾക്ക് പ്രാധാന്യം, രണ്ടുപേർക്കും ഒരുമിച്ച് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാന്നുള്ളതാണ്. അപ്പൊ അവിടെ നമുക്ക് ലൈഫ് മടുപ്പ് എന്ന് പറയുന്ന സംഭവം വരില്ല. അങ്ങനെ ലൈഫിൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന പദം ഉപയോഗിക്കേണ്ടി വരില്ല. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പം ഈ പലവർക്കും ഈ ഒരു പരസ്പരം പൊരുത്തം അല്ലെങ്കിൽ ഈ പരസ്പര ബന്ധം വളർത്തുക എന്നൊന്നും പറയുന്നതൊന്നും പലരുടെയും ജീവിതത്തിൽ എന്തില്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങളില്ല. അവിടെയാണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ പരസ്പരം മനസ്സിലാക്കി പൊരുത്തപ്പെട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചകൾക്ക് ആവശ്യമുള്ള സമയത്ത് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തുകൊണ്ട് നമ്മളെ ലൈഫിനെ രസകരമാക്കുക. ഓരോ ദിവസം കഴിയുന്നിടത്തോളം മനോഹരമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഓരോ മൊമെന്റ്സും നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുക. നമ്മളുടെ സന്തോഷം നമ്മളാണ് കണ്ടെത്തേണ്ടത്, വേറൊരാളല്ല നമുക്ക് കണ്ടെത്തി തരേണ്ടത്. നമ്മളുടെ കഴിവുകളെയും അതുപോലെ തന്നെയാണ് നമ്മളാണ് കണ്ടെത്തേണ്ടത്, വേറൊരാളല്ല നമ്മൾക്ക് കണ്ടെത്തി തരേണ്ടത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വളരെ സന്തോഷത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഒരുപാട് ടൈം എടുത്തെന്ന് തോന്നുന്നു കാര്യങ്ങൾ ഒത്തിരി ഡിസ്കസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ സബ്ജക്ട് ഇവിടെ ക്ലോസ് ചെയ്യാന്ന് വിചാരിക്കുന്നു. അതിന് മുൻപായിട്ട് ഒന്ന് രണ്ട് പേരുടെ അഭിപ്രായങ്ങൾ നമുക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചും. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പറയാവുന്നതാണ്. അൺമ്യൂട്ട് ചെയ്യാം, നിങ്ങൾക്ക് പറയാം. ഇപ്പൊ ഞാൻ ഏതെങ്കിലും പോയിന്റ്സ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൂട്ടിച്ചേർക്കുകയും ചെയ്യാം. കാരണം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ആശയങ്ങളാണ്, ഓരോരുത്തർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. പലവരും പറയാൻ മടിയുള്ളവരാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. പലവരും മെസ്സേജ് അയക്കുന്നുണ്ട്. ഗുഡ് ക്ലാസ്, താങ്ക് യു സോ മച്ച് എവറി വൺ. ഒന്ന് രണ്ട് പേരുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആരോടാണ് മുന്നോട്ട് വന്നിട്ടുണ്ട്. വളരെ ശ്രദ്ധേയമായ ഈ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമായ പോയിന്റ്സുകളാണ് സൈക്കോളജിക്കലായിട്ട് ഊന്നൽ നൽകിക്കൊണ്ട് സാർ സംസാരിച്ചത്. വെരി ഗുഡ്, വളരെ ഇഷ്ടപ്പെട്ടു. വളരെ നമുക്ക് അപ്ലൈ ചെയ്യാം നമ്മുടെ സ്വന്തം ജീവിതത്തിലും അതുപോലെ മറ്റുള്ളവർക്കും ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ കഴിയുന്ന വളരെ മനോഹരമായ ക്ലാസ്. അതിനും വ്യത്യസ്തമായ ഒരുപാട് പോയിന്റ്സുകൾ, ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ തന്നെ ആദ്യം അപ്ലൈ ചെയ്യണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം തന്നെ സക്സസ്ഫുൾ ആകും എന്ന് തന്നെയാണ്. മനോഹരമാണ്. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. ഇനി ആർക്കെങ്കിലും ഇതുപോലെ പറയാനുണ്ടെങ്കിൽ പറയാം. ഇതില് സാറ് പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല, ഇതിലൂടെ പിന്നെ ഒരുമിച്ചുള്ള ഭക്ഷണം, ഒരുമിച്ചുള്ള യാത്ര, ഒരുമിച്ചുള്ള പ്രാർത്ഥന ഒക്കെ അതിലൂടെ ആഡ് ചെയ്തൂടെ സാറേ? യെസ്, നമ്മുടെ ക്വാളിറ്റി ടൈം എന്ന് പറയുന്നതിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇത്തരം പോയിന്റുകളും ആഡ് ചെയ്യാം. ഇതെല്ലാം ഇത് ഒരുമിച്ചുള്ള ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് ക്വാളിറ്റി ടൈമിൽ ഉൾക്കൊള്ളിപ്പിക്കാൻ പറ്റുന്ന പോയിന്റുകളാണ് ഇപ്പൊ സാറ് പറഞ്ഞത്. വെരി ഗുഡ് സർ. അതുപോലെ തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് ഒന്ന് രണ്ട് പേരുടെയെങ്കിലും അഭിപ്രായം നമ്മൾക്ക് അറിയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു സന്തോഷമായിരിക്കും. നമ്മൾക്ക് ഇനി മുമ്പോട്ടുള്ള ക്ലാസ്സുകളിൽ അതൊരു പ്രചോദനം ഉണ്ടാകും. എവിടെയെങ്കിലും തിരുത്തലുകളും മാറ്റലുകളും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഞാനൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ് കേട്ടോ. എൻ്റെ അടുത്ത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം, എന്ത് രീതിയിലുള്ളത്. കാരണം അതൊക്കെ ചേഞ്ച് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് വളർച്ചകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് യാതൊരു മടിയും ഇല്ലാതെ നിങ്ങൾക്ക് പറയാം. നല്ല ഒരു സെഷൻ ആയിരുന്നു സാർ. ആക്ച്വലി നമുക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടി. അതുപോലെ ഇപ്പൊ സാർ പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും അതുപോലെ ഈ കമ്പാരിസൺ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാനിപ്പോഴും ഇങ്ങനെ ആലോചിക്കുന്നത് ഈ കമ്പാരിസൺ നമ്മൾ അടുത്ത വീട്ടിലത്തെ ആൾക്കാരായിട്ട് മാത്രമല്ല, നമ്മളിപ്പോ ഭയങ്കര സോഷ്യൽ മീഡിയ യൂസേഴ്സ് ആയതുകൊണ്ട് നമ്മൾ റീൽസായിട്ട് ഭയങ്കരമായിട്ട് കമ്പയർ ചെയ്യും.
ലൈക്ക് ആ ഫാമിലിയിലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ത് രസമായിട്ടാണ് ചെയ്യണത്, അവര് സ്നേഹമാണ്, അത് ഭയങ്കര കൂടുതലാണ്. ഇങ്ങനെ എനിക്ക് അറിയാവുന്ന ആൾക്കാർ പോലും മെസ്സേജ് അയക്കാറുണ്ട്. അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ് ഇപ്പൊ നമ്മൾ ഒരിക്കലും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഗുഡ് സൈഡ് അല്ലേ ഇപ്പോഴും പോസ്റ്റ് ചെയ്യുള്ളൂ, നമ്മൾ ബാക്ക് സൈഡ് പോസ്റ്റ് ചെയ്യില്ലല്ലോ. അപ്പൊ ഗുഡ് സൈഡ് കണ്ടിട്ട് എല്ലാവരും വിചാരിച്ചു അവരെന്ത് ഹാപ്പി ആണെന്ന് വിചാരിക്കും. ഒരുപാട് ഭംഗി എനിക്കുണ്ട്. അതൊക്കെ നേരെ തിരിഞ്ഞിട്ടുള്ള അനുഭവങ്ങളും എനിക്ക് ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരു ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്ന സെക്സ് എഡ്യൂക്കേഷൻ സ്കൂൾ ലെവലിൽ തന്നെ അതൊക്കെ അവർക്ക് ഭാവിയിൽ ഒരു മാരേജ് ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു 2-3 കാര്യങ്ങൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. ബാക്കി സാർ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും പോയിന്റ് ബൈ പോയിന്റ് കറക്റ്റ് ആണ്. ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇനിയിപ്പോ മുന്നോട്ട് പോകാനും നമ്മുടെ തെറ്റ് തിരുത്തിയിട്ട് മുന്നോട്ട് പോകാനും ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദ ബ്യൂട്ടിഫുൾ എക്സ്പ്രഷൻ സർ. താങ്ക് യു സോ മച്ച് ജെറിൻ. ആഡ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്, ഞാൻ വിട്ടുപോയിട്ടുള്ള ഒരു പോയിന്റും കൂടിയാണ്. ഇന്ന് ഒരുപാട് എനിക്ക് 1-2 കേസുകളിൽ ഈ കേസ് ഉണ്ടായിരുന്നു. അതായത് റീൽസിനെ കമ്പയർ ചെയ്തുകൊണ്ട് മറ്റൊരാളുടെ ലൈഫ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നു, അതേ രീതിയിൽ നമുക്കും വേണം എന്നുള്ള ആഗ്രഹിക്കുന്നു. പക്ഷെ അത് അത്തരത്തിൽ എത്താൻ പറ്റാതെ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന കുറച്ച് ടെൻഷനുകളും കാര്യങ്ങളും പിന്നെ അത് ലൈഫിനെ ബാധിച്ചുകൊണ്ട് എന്നെ കാണാൻ വന്നിട്ടുള്ള 2 ഫാമിലിന്റെ കേസ് എനിക്കറിയായിരുന്നു. അപ്പൊ അത് ഞാൻ ഈ ഒരു സമയത്ത് ഓർമ്മിക്കുകയാണ്. പലവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. റീൽസിനാണ് പലവരും ജീവിതത്തിന്റെ ഒരു മാതൃകയായിട്ട് കാണുന്നത്. ഏതെങ്കിലും ഒരു ഫാമിലിനെ എടുക്കും, ആ ഫാമിലിയുടെ ലൈഫ് ഇവർക്ക് ഇഷ്ടപ്പെടുന്നു, അതുപോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് പാർട്ട്നേഴ്സിനെ നിർബന്ധിക്കുന്നു. അങ്ങനെ വരാതെ വരുന്ന സമയത്ത് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ 1-2 കേസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ജെറിൻ. താങ്ക് യു ഫോർ യുവർ ഗുഡ് ഫീഡ്ബാക്ക്. കറക്റ്റ്. അതുപോലെ തന്നെ ക്വാളിറ്റി ടൈമിന്റെ കുറവാണ് അനദർ റിലേഷൻഷിപ്പിലോട്ട് പോകുന്നു എന്നുള്ളത് അല്ലെ. മറ്റൊരു ബന്ധത്തിലോട്ടേക്ക് ചാടാനുള്ള കാരണങ്ങൾ ഒന്ന് ക്വാളിറ്റി ടൈം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളും കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഭാര്യ എന്താണെന്നും ഭർത്താവ് എന്താണെന്നും പരസ്പരം മനസ്സിലാക്കുന്നില്ല, അവർക്ക് കൊടുക്കേണ്ട പരിഗണനകളും സ്നേഹങ്ങളും വാത്സല്യവും കൊടുക്കുന്നില്ല. അവരാഗ്രഹിക്കുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടാതെ വരുമ്പോഴാണ് കിട്ടുന്ന സ്ഥലങ്ങളിലോട്ടേക്കുള്ള ഒരു ചാട്ടം എന്ന് പറയുന്നത് അല്ലെ. അതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്, ഓരോന്നിനും ഒരു ബൗണ്ടറി ഉണ്ടാക്കിയെടുക്കണം എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. അതായത് ഒരു കുടുംബജീവിതം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുടുംബത്തിന് ഒരു ബൗണ്ടറി ഉണ്ട്, നമ്മുടെ ഫാമിലി ഒരു ഫ്രണ്ട്സിന് കൊടുക്കേണ്ട ഒരു ബൗണ്ടറി ഉണ്ട്. അങ്ങനെ എല്ലാത്തിനും ഒരു ബൗണ്ടറി നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പം ഭാര്യയും ഭർത്താവും നിൽക്കുന്നതിന് ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിന്റെ ഉള്ളിൽ അവർ രണ്ടുപേരും മാത്രമാണ്, അവർക്ക് രണ്ടുപേർക്കുമുള്ള സമയമാണ്, അവർക്ക് രണ്ടുപേർക്കുമുള്ള സ്പേസ് ആണ്, അവർക്ക് രണ്ടുപേർക്കും മാത്രമായിട്ടുള്ള ജീവിക്കാനുള്ള ഒരു സമയവും ആ ഒരു സർക്കിളുമാണ് അത്. അതിൽ അവിടത്തേക്ക് വേറെ ഒരു ബൗണ്ടറി എന്നുള്ള ആളെ കടത്തി വിടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ സൈക്കോളജിയിൽ ഒരുപാട് പഠനം നടത്തിയതിനു ശേഷം ഭുവൻ ഫാമിലി തെറാപ്പി എന്ന് പറയുന്ന ഒരു തെറാപ്പി ഡോക്ടർ മുറൈ ആണെന്ന് തോന്നുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഇതിൽ വരുന്ന ഒരു പോയിന്റ് ആണ് ഞാനിപ്പം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബൗണ്ടറീസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ചില ആളുകളിൽ കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് കുട്ടികളിലേക്ക് കൂടുതൽ ശ്രദ്ധ പോവുകയും പിന്നെ അതിനിടെ പ്രസവത്തിന് ശേഷം ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസും ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ട് വീണ്ടും ഫാമിലിയിൽ വരാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ അത് വലിയൊരു പോയിന്റ് ആണ്. അതുകൊണ്ട് ഞാൻ അത്തരത്തിലുള്ള പോയിന്റിലോട്ടൊക്കെ പോയിട്ടില്ല. അപ്പൊ അതും നമ്മൾ ഫാമിലി ഇഷ്യൂസിനെ ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫാമിലിയിൽ അത്തരത്തിലുള്ള പ്രോബ്ലങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളതാണ്. അതൊക്കെ നമ്മൾ കണ്ടും മറിഞ്ഞും മനസ്സിലാക്കി പോകണം. അപ്പൊ അതുപോലെ തന്നെ നേരത്തെ പലവരും പറഞ്ഞു കുട്ടികൾക്ക് നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കും. ഒരു ടീനേജിലോട്ട് ഒരു 8th സ്റ്റാൻഡേർഡ് മുതൽ തന്നെ ഒരു ഫാമിലി എന്താണെന്നതിനെ കുറിച്ചും സെക്സിനെ കുറിച്ചുള്ള ക്ലാസ് ആണെങ്കിലും ശരി എല്ലാം ഒരു കുറച്ചായിട്ടെങ്കിലും അവർ പറഞ്ഞ് മനസ്സിലാക്കി അവരൊരു പക്വതയുള്ള ലെവലിലോട്ടേക്ക് ഒരു ഹയർ സ്റ്റഡീസിലോട്ടൊക്കെ പോകുമ്പോഴേക്ക് അവർക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. അത് പല സ്ഥലങ്ങളിലും പല പുറം രാജ്യങ്ങളിൽ അതൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യയിലോട്ടേക്ക് വരുന്ന സമയത്ത് ഇപ്പോഴും അതൊരു ഡിസ്കഷൻ മാത്രമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിലാണെങ്കിൽ പോലും അത് വേണോ വേണ്ടയോ കൊണ്ടുവരണമെന്ന് കുറച്ച് ആളുകൾ പറയുമ്പോൾ മറ്റു ആളുകൾ അത് വേണ്ട എന്നുള്ള രീതിയിലും വരുന്നുണ്ട്. അതൊരു ഡിസ്കഷൻ മാത്രമായിട്ട് ഇങ്ങനെ വർഷങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു മാത്രമാണ്. അതിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനോടൊപ്പം തന്നെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞു നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു പ്രൊഫഷണൽ സഹായം ആവശ്യകതയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. ഒരു ഫോൺ നമ്പർ എടുത്ത് വിളിക്കേണ്ട ആവശ്യമേ ഉള്ളൂ, ഒരു ഫോൺ നമ്പർ എടുത്ത് ബുക്ക് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. AMCC എന്ന് പറയുന്നത് ഹൈ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഉള്ളത്. നമ്മുടെ കൂടെ തെറാപ്പിസ്റ്റും അതുപോലെ തന്നെ സൈക്കാട്രിസ്റ്റിന്റെ സേവനങ്ങളെല്ലാം നമ്മളുടെ ഈ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്. അപ്പൊ ആരും തന്നെ മടിക്കേണ്ട, നമ്മളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പലവർക്കുമുള്ള പ്രശ്നമാണ് ഓൺലൈനിലൊക്കെ വന്ന് നമ്മൾ കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ട്രസ്റ്റബിൾ ആണ്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും ലീക്ക് ആവുമോ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല. ഈ ഒരു പ്ലാറ്റ്ഫോം എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കാറുണ്ട്. അങ്ങനെ യാതൊരു ടെൻഷന്റെ ആവശ്യവും ഇല്ല നിങ്ങൾക്ക്. നമ്മൾ ഹൈ കോൺഫിഡൻഷ്യലിറ്റി
കൂടുതൽ 100% ഉറപ്പ് കൊടുക്കുന്ന ഒരു കാര്യമാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഒരു കൗൺസിലറിന്റെ മെയിൻ ആയിട്ടുള്ള നമ്മൾ ഓരോ ആൾക്കാരും എന്താ പറയാ പിന്നെ ഇത് നമ്മൾ ഇപ്പൊ ഒരു പുതിയൊരു കാര്യത്തിലോട്ടേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പ്രതിജ്ഞ എടുക്കുമല്ലോ, അതുപോലെ തന്നെ ഒരു കൗൺസിലറായിട്ട് വരുന്ന സമയത്ത് തന്നെ എടുക്കുന്ന പ്രതിജ്ഞയിൽ ഒരു വലിയൊരു പ്രതിജ്ഞയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലയന്റിന്റെ ഒരാളുടെ കാര്യങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല മറ്റൊരാളിലോട്ടേക്ക് പാസ് ചെയ്യുകയോ അറിയിക്കുകയോ ഒന്നുമില്ല. ഹൈ കോൺഫിഡൻഷ്യാലിറ്റി ആണ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? നല്ല അമേസിംഗ് ആയിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. നമുക്കിപ്പോ ലൈഫിൽ എന്തൊക്കെ അത് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നോ അതിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ ഡിക്രീസ് ആയ കാര്യങ്ങളെ കൂടുതൽ ഇൻക്രീസ് ആക്കാനും ഇൻക്രീസ് ആയ കാര്യങ്ങളെ ഡിക്രീസ് ആക്കാനും കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് ലൈഫിനെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ക്ലാസ് ആയിരുന്നു. ഇനിയും തുടർന്നുള്ള വെബിനാർസിൽ ഇതുപോലുള്ള ക്ലാസ്സുകൾ സാറിന്റെ മുന്നേയുള്ള ക്ലാസ്സുകളും കേട്ട് അറ്റൻഡ് ചെയ്ത ആളാണ്. വളരെ അത് യൂസ്ഫുൾ ആണ് ലൈഫിൽ. മുന്നേ നമ്മൾ സാറിന്റെ ഒരു സെക്ഷനിൽ ഇരുന്നു കുട്ടികളുടെ ആ ഒരു ഇത് വെച്ചിട്ട് അതും വളരെ യൂസ്ഫുൾ ആയിരുന്നു. ആസ് എ ടീച്ചർ എന്ന നിലക്കും മദർ എന്ന നിലക്കും ഇതും വളരെ യൂസ്ഫുൾ ആണ്. മറ്റുള്ളവർക്ക് നമുക്ക് ഇതുപോലെ പറഞ്ഞു കൊടുക്കാം. ഇവിടെ ഞാൻ ഒന്നും കൂടെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ നല്ലൊരു കപ്പിൾ, നമ്മളിപ്പോ ഒരു ഫാദർ മദർ ആയിരുന്നാൽ മദറിനെ ഫാദർ എങ്ങനെയാണോ റെസ്പെക്ട് ചെയ്യുന്നത് അതുപോലെ മദർ എങ്ങനെയാണോ ഫാദറിനെ റെസ്പെക്ട് ചെയ്യുന്നത്, ലവ് ചെയ്യുന്നത്, കെയർ ചെയ്യുന്നത്, സോഷ്യൽ കാര്യങ്ങൾ സംസാരിക്കുന്നത്, ഇതൊക്കെ കുട്ടികളും കണ്ടു പഠിക്കണമെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരിക്കലും ആ കുട്ടികൾ ഏർലി ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ അവരും ആ ഒരു ഇത് തന്നെ തുടർന്ന് പോവുകയുള്ളൂ. ഒരിക്കലും അവർ വഴിതെറ്റി പോവുകയോ അല്ലെങ്കിൽ അവരൊരു മിസ്ബിഹേവിങ് ചെയ്യുക. കാരണം നല്ലൊരു കൾച്ചറിൽ പാരന്റ്സ് ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ബിഹേവിങ് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക അങ്ങനെയൊക്കെ ആവുമ്പോൾ തന്നെ കുട്ടികളും നല്ല രീതിയിൽ വരും. അങ്ങനെയാണെങ്കിൽ നല്ലൊരു ജനറേഷൻ കിട്ടി ഒരു ഫാമിലി നന്നായി കഴിഞ്ഞാൽ ഒരു സൊസൈറ്റി തന്നെ നന്നാവും എന്നുള്ളതാണ് കൺക്ലൂഡ് ചെയ്യാനുള്ളത്. യെസ് യെസ് എക്സാക്ട്ലി. വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു മാം ഇപ്പൊ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്തിരിക്കുന്നത്. കറക്റ്റ് ആണ്, നമ്മുടെ കുട്ടികളെല്ലാം പഠിക്കുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ്. അതിനുശേഷമാണ് സമൂഹത്തിൽ നിന്നുള്ള പഠനത്തിലോട്ടേക്ക് അവർ പോകുന്നു എന്നുള്ളതാണ്. വീട്ടിലുള്ള അന്തരീക്ഷം, വീട്ടിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ പുറത്തു നിന്ന് പഠിക്കുന്നതിൽ റോങ് ആണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ ആ ഒരു വേർതിരിവ് അല്ലെ ഒരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഏതാണ് നല്ലത് ഏതാണ് മോശം എന്നുള്ളത് അറിയാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വീടുകളിൽ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക. ആ അന്തരീക്ഷം കുട്ടികൾ കണ്ട് മനസ്സിലാക്കുന്നു, പഠിക്കുന്നു, നല്ല കുട്ടികളായി നല്ല സമൂഹത്തിൽ മാതൃകയുള്ള ആക്കാൻ പറ്റുന്ന പേഴ്സണാലിറ്റി ഉള്ള മക്കളായിട്ട് അവർ വളർന്നു വരുന്നു. ഇത്തരം കുട്ടികൾ പുറത്തു പോയിട്ട് ഏതെങ്കിലും മോശമായ അന്തരീക്ഷം കാണുകയും മോശമായ ബിഹേവിങ് അവർ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് അത് മനസ്സിലാവും, ദിസ് ഇസ് നോട്ട് ദ കറക്റ്റ് വേ, ദിസ് ഇസ് റോങ് ആണ്, ഇതല്ല ഇങ്ങനെ വേണ്ടത്, എന്റെ പാരന്റ്സ് ഇങ്ങനെയാണല്ലോ, അതാണ് കറക്റ്റ് വേ. അവർ വേണമെങ്കിൽ നമ്മൾ വീടുകളിൽ വന്ന് തുറന്ന് സംസാരിക്കാനും ആ പറ്റുന്ന അന്തരീക്ഷം കൂടി അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ തുറന്ന് സംസാരിക്കുകയും ചെയ്യും. അവിടെ നമുക്ക് തിരുത്തേണ്ട ആവശ്യകത ഉണ്ടെങ്കിൽ കുട്ടികളെ തിരുത്തി കൊടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളെ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ട സമയമായെന്ന് തോന്നുന്നു. നാസിയ മാം, യെസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ? വൈൻഡ് അപ്പ് ചെയ്യാം. ഞാനൊക്കെ ഒന്നും പറയാനില്ല എന്ന് വിചാരിക്കുന്നു. ഉള്ളവരാണെങ്കിൽ ഓക്കെ സാർ, നല്ല ക്ലാസ് ആയിരുന്നു. ചെറിയ പിന്നെ ലൈഫിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു മനസ്സിലായി. ടേക്ക് റെസ്പെക്ട്, ഗീവ് റെസ്പെക്ട് എന്ന് പറഞ്ഞ മാതിരി പരസ്പരം പരിഗണിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ലൈഫ് കൊണ്ടുപോകാൻ പറ്റും എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. താങ്ക് യു സർ. എക്സാക്ട്ലി, താങ്ക് യു സോ മച്ച്. ഒരു റിമൈൻഡർ ആയിരുന്നു ഈ ഒരു വെബിനാർ അല്ലെ? റിഫ്രഷിംഗ് ആയിരുന്നു. എല്ലാം നല്ല ഭംഗിയായിട്ട് എല്ലാ പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേരുടെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ദൂരീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല റിമൈൻഡർ സെഷൻ ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ കാണുന്നത് ഈ ഒരു ടെക്നോളജിക്കൽ എറയിൽ നമ്മൾ കാണുന്നത് ഒരുപാട് ഇല്ലീഗൽ റിലേഷൻഷിപ്പാണ്, ഇല്ലജിറ്റ് റിലേഷൻഷിപ്പാണ്. അപ്പം അതിനെക്കുറിച്ചും നമ്മൾ നല്ലൊരു ബോധം സൃഷ്ടിക്കുക എന്നുള്ളത്, അതായത് മറ്റൊരു ബന്ധങ്ങളിലോട്ട് പോകുന്നത് നമ്മുടെ നിലനിൽക്കുന്ന ബന്ധത്തിന് അതൊരു ഒരു നന്മയും കൊണ്ടുവരില്ല എന്നുള്ളതാണ്. ആ ബോധ്യം നമ്മൾ മൂല്യത്തിൽ നിന്ന് മാറിക്കൊണ്ട് നമ്മൾ എവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും അത് നമുക്ക് സ്ട്രെസ് കൊണ്ടുവരും, നമ്മുടെ മാനസികമായിട്ടുള്ള ഹെൽത്തിനെ അത് ബാധിക്കും, നമ്മുടെ സമൂഹത്തിനെ ബാധിക്കും. അതൊന്നും ഒരു സൊല്യൂഷൻ അല്ല. വി നീഡ് സൊല്യൂഷൻ ആക്ച്വലി, റൈറ്റ്? പ്രോബ്ലം ഫോക്കസ്ഡ് ആവാതെ നമ്മൾ സൊല്യൂഷൻ ഫോക്കസ്ഡ് ആയിരിക്കും. അപ്പൊ പ്രശ്നങ്ങളുടെ മുകളിൽ വീണ്ടും നമ്മൾ പ്രശ്നങ്ങൾ കൊണ്ടുവരിക, നമ്മൾക്കായാലും മറ്റുള്ളവർക്കായാലും. ഓക്കെ, അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യം കൂടി നമ്മളിപ്പോൾ റീൽസിനെ കുറിച്ച് ജെറിൻ ഇവിടെ പറയുകയുണ്ടായി. റീൽസ് ആൻഡ് റിയാലിറ്റി അല്ലെ? റീൽസും റിയൽ ലൈഫും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇതിലൊക്കെ നമ്മൾ കാണുന്ന എന്താണ്? ഏത് സിനിമ മീഡിയ എടുത്തു നോക്കി കഴിഞ്ഞാലും അതിൽ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കൂടുതൽ കാര്യവും ഒരു നെക്സ്റ്റ് ഒരു ബന്ധം, അതാണ് എല്ലാത്തിൻ്റെയും സൊല്യൂഷൻ എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ ശരിക്കും മൂല്യങ്ങളിലോട്ട് തിരിച്ചു വരിക.
നന്മയുടെ പാതയിലൂടെ പോയിക്കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്ത് മുന്നോട്ട് ജീവിക്കുക. ഈവൻ അതുവേണ്ടി നമ്മൾക്കൊരു പ്രൊഫഷണൽ സഹായം തേടുക. നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻസ് ഉണ്ട്, ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ട്രൈ ടു ലേൺ ദ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. എന്താണ് പരസ്പരമുള്ള ലവ് ലാംഗ്വേജ്, എന്താണ് അത് മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പുതിയൊരു ബന്ധം സൃഷ്ടിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഇല്ലേ, പുറമൊരു ബന്ധം സൃഷ്ടിക്കുമ്പോൾ ഒരുപാട് എഫേർട്ട് അതിലിടുന്നുണ്ട്. അതിന്റെ 100-1 നമ്മുടെ റിയൽ ബന്ധങ്ങളിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ തീരുന്നതാണ്. ഓക്കെ, അപ്പൊ അതും കൂടി ഒരു റിമൈൻഡർ ആയിട്ട് ആഡ് ചെയ്ത് ചേർക്കും. Okay, thank you, Ibrahim. Wonderful session. Anyone else? Otherwise, I will call Fatima Raihana to conclude the session. Fatima? Okay, ma'am. Yeah, thank you. Thank you so much. Thank you so much, Ibrahim Majid sir and IIGC Overseas Counseling. ഈ ഒരു പ്രോഗ്രാം നമുക്ക് സംഘടിപ്പിച്ചു തന്നതിന് നല്ലൊരു ഹെൽത്തി സെഷൻ ആയിരുന്നു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റി. നമുക്ക് കുറച്ച് സമയം എക്സ്ട്രാ എടുത്തു കഴിഞ്ഞാലും നമുക്കതൊരു ബോറിംഗ് ആയിട്ട് തോന്നിയിട്ടേ ഇല്ല. സാർ നല്ല രീതിയിലാണ് അത് ക്ലാസ് എടുത്ത് തന്നത്. പ്രീ മാരിറ്റൽ കൗൺസിലിംഗിന്റെ അത്യാവശ്യകത എന്താന്നുള്ളത് സാറ് പറഞ്ഞു. ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയാസിലെല്ലാം ഫാന്റസി ലൈഫാണ് കാണിക്കുന്നത്, റിയൽ ലൈഫ് ഒരിക്കലും കാണിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ കുട്ടികൾ ഈ ഒരു ലൈഫ് കണ്ടിട്ടാണ് മാരേജിലേക്ക് വരുന്നത്. അപ്പൊ അവർക്ക് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. ബിഫോർ മാരേജ് പരസ്പരം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ സാറ് 4 തരത്തിലുള്ള കുടുംബങ്ങളെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ഫാമിലി ആയാലും ഇൻഡിവിജ്വൽ ആയാലും പരസ്പരം റെസ്പെക്ട് ചെയ്യേണ്ട ആവശ്യകത സാറ് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു പ്രോബ്ലം ഇല്ലാത്ത ഒരു കുടുംബവും ഇല്ല. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും അതുപോലെ തന്നെ മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഒരു പ്രോബ്ലം വരുമ്പോൾ അതിനെ നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്ത് സൊല്യൂഷൻ കണ്ടെത്തുക, ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആവശ്യമുള്ളപ്പോൾ നമ്മൾ ഫാമിലി കൗൺസിലിങ്ങോ അല്ലെങ്കിൽ തെറാപ്പീസോ എടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സാർ ക്വാളിറ്റി ടൈമിന്റെയും അതുപോലെ തന്നെ ഫിസിക്കൽ ഇന്റിമസിയുടെയും ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു. അതിലെന്തെങ്കിലും ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കാനും അത് ഓപ്പൺ ആയിട്ട് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യകതയും സാർ നല്ല രീതിയിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലവ് ലാംഗ്വേജിനെയും അതുപോലെ തന്നെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സിനെ കുറിച്ച് മനസ്സിലാക്കാനും, അതുപോലെ തന്നെ മന്ത്ലി വൺസ് എങ്കിലും ആർ യു ഹാപ്പി വിത്ത് മീ എന്നുള്ള ക്വസ്റ്റ്യൻ അതെല്ലാവരും നോട്ട് ചെയ്തേണ്ട ഒരു കാര്യമാണ്, എല്ലാവരും ലൈഫിൽ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ 2 പേർക്കും അവരുടേതായ സ്പേസ് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു മാരീഡ് ലൈഫ് നമ്മുടെ മക്കളെ മെന്റൽ ലൈഫിൽ എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ സാറ് നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അപ്പോ സോ മാരേജ് ഈസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ, ഇറ്റ്സ് എ ജേർണി. Thank you all for joining the session, and once again thank you Ibrahim Majid sir and IIGC Counseling for this session. Thank you so much, and thank you for everyone, and special thanks to Nazia ma'am. ഇതുപോലത്തെ പ്ലാറ്റ്ഫോമുകൾ തന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഗൈഡൻസും കാര്യങ്ങളും എല്ലാവിധ സപ്പോർട്ടുകളും തരുന്ന ഒരാളാണ് നമ്മൾ നാസിയ മാം. താങ്ക് യു സോ മച്ച് നാസിയ മാം. Thank you, thank you, thank you. Okay, have a nice day. Thank you ma'am. Thank you sir. Thank you sir. Bye ma'am. Bye bye. Bye everyone.